ICT മാർക്കറ്റ് മേക്കേഴ്സ് സീരീസ് എപ്പിസോഡ് 6. നമ്മൾ ICT മാർക്കറ്റ് മേക്കേഴ്സ് സീരീസ് തുടങ്ങിയിട്ട് ഇത് 6-ാമത്തെ എപ്പിസോഡാണ്. ഇന്നത്തെ നമ്മളുടെ 6-ാമത്തെ ഈ ഒരു എപ്പിസോഡിൻ്റെ ടോപ്പിക് എന്ന് പറയുന്നത് പവർ ഓഫ് 3 AMD, അക്യുമുലേഷൻ, മാനിപ്പുലേഷൻ, ഡിസ്ട്രിബ്യൂഷൻ. ഓക്കെ, ഈ ICT മോഡലിൻ്റെ ഒരു കോർ കോൺസെപ്റ്റ് എന്ന് പറയുന്നത്, മെയിൻ ബ്ലഡ് ഫ്ലോ എന്ന് പറയുന്നത് അക്യുമുലേഷൻ, മാനിപ്പുലേഷൻ, ഡിസ്ട്രിബ്യൂഷൻ ആണ്. ഓക്കെ, ഇത് വ്യക്തമായിട്ട് അറിഞ്ഞാൽ മാത്രമേ നമുക്ക് മുന്നോട്ടുള്ള കാര്യങ്ങൾ ഇതിൻ്റെ ബേസിലാണ്. അക്യുമുലേഷൻ, മാനിപ്പുലേഷൻ, ഡിസ്ട്രിബ്യൂഷൻ, AMD പവർ ഓഫ് 3 ബേസിലാണ് ഈ മോഡൽ മുഴുവനായിട്ട് ഡിറൈവ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഈ ഒരു മോഡൽ മനസ്സിലാക്കിയിരിക്കുക എന്നുള്ളത് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ നമ്മളെന്താണ് അക്യുമുലേഷൻ, മാനിപ്പുലേഷൻ, ഡിസ്ട്രിബ്യൂഷൻ ഒന്നുകൂടി നമ്മൾ ആ ഒരു ഫൗണ്ടേഷനോട് ഒന്നുപാടി ബേസ്, ഓക്കെ, നമ്മളുടെ ഫൗണ്ടേഷൻ ഒന്നുകൂടി സ്ട്രെങ്ത് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ഓക്കെ, ഇന്നത്തെ നമ്മളുടെ ഈ ഒരു സെഷനിൽ നമ്മൾ കവർ ചെയ്യാൻ വേണ്ടി പോകുന്ന ടോപ്പിക്സ് എന്ന് പറയുന്നത് മാച്ചിങ് മെക്കാനിസം, സ്പ്രെഡ് പ്ലസ് ലിക്വിഡിറ്റി, മേജർ ടൈപ്സ് ഓഫ് മാർക്കറ്റ് മാനിപ്പുലേഷൻ, അതിൽ തന്നെ ലിക്വിഡിറ്റി ഹണ്ട്, ലിക്വിഡിറ്റി ക്രിയേഷൻ. ഓക്കെ, നമ്മൾ എപ്പിസോഡ് 5 പറഞ്ഞിട്ടുണ്ട്. അതൊന്നുകൂടി നമ്മൾ അതിനെ ഒന്നുംപാടി അനാലിസിസ് ചെയ്യുന്നതാണ്. ഓക്കെ, അതുപോലെ തന്നെ അക്യുമുലേഷൻ, മാനിപ്പുലേഷൻ, ഡിസ്ട്രിബ്യൂഷൻ AMD ഇൻ ബുള്ളിഷ് സെനാരിയോ, അതുപോലെ അക്യുമുലേഷൻ, മാനിപ്പുലേഷൻ, ഡിസ്ട്രിബ്യൂഷൻ AMD ഇൻ ബെയറിഷ് സെനാരിയോ, പിന്നെ നമ്മളുടെ റിലേറ്റീവ് ചാർട്ട് എക്സാമ്പിൾസ്. ഇപ്പം നമ്മൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം കൂടി പറയാം. നമ്മൾ ഈ ടോപ്പിക്സ് ടു കവറിൽ നമ്മൾ ഈ ഒരു 6 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിൽ ലാസ്റ്റ് റിലേറ്റീവ് ചാർട്ട് എക്സാമ്പിൾ എന്ന് പറയുന്നത് നമ്മൾ ലൈവ് എടുത്ത ഒരു ട്രേഡിൻ്റെ ലോജിക് ആൻഡ് എക്സ്പ്ലനേഷൻ ആണ്. ഓക്കെ, 22 ഓഗസ്റ്റ് തേഴ്സ്ഡേ നമ്മൾ ബാങ്ക് നിഫ്റ്റി എക്സ്പയറി ഡേയിൽ എടുത്ത ഒരു ട്രേഡ് എന്ന് വെച്ചാൽ ഇന്നലെ എടുത്ത ട്രേഡിൻ്റെ ഒരു എക്സ്പ്ലനേഷനും കൂടി നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ ആഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല ലെങ്ത് ഉണ്ടാവും. ഓക്കെ, നിങ്ങളുടെ പേഷ്യൻസ് നന്നായിട്ട് ടെസ്റ്റ് ചെയ്യപ്പെടുന്ന ഒരു വീഡിയോ ആയിരിക്കും. അതുകൊണ്ട് തന്നെ നല്ല പേഷ്യൻസ് ഉള്ളവരും സമയം എടുത്ത് കാണുന്നു താല്പര്യമുള്ളവർക്കും മാത്രം പറ്റിയ വീഡിയോ ആണ് എന്നത് പറഞ്ഞുകൊണ്ട് നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. വെൽക്കം ടു T4T. അപ്പോൾ നിങ്ങൾ ഇവിടെ നോക്കുകയാണെങ്കിൽ ഫസ്റ്റത്തെ നമ്മളുടെ ടോപ്പിക് എന്ന് പറയുന്നത് മാച്ചിങ് മെക്കാനിസം സിസ്റ്റം. ഓക്കെ, മാച്ചിങ് മെക്കാനിസം സിസ്റ്റമാണ്. ഓക്കെ, ഓർഡർ മാച്ചിങ് സിസ്റ്റം. ഈ ഓർഡർ മാച്ചിങ് സിസ്റ്റമിനെ നമ്മൾ രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്: ഓർഡർ കളക്ഷൻ ആൻഡ് ഓർഡർ മാച്ചിങ്. ഈ ഓർഡർ കളക്ഷൻ, ഓർഡർ മാച്ച് ആകുമ്പോഴായിരിക്കും ഒരു ട്രേഡ് ഇനീഷ്യേറ്റ് ആവുന്നത് അല്ലെങ്കിൽ എക്സിക്യൂട്ട് ആവുന്നത്. നിങ്ങൾക്ക് ഞാൻ ഈ എഴുതിയ കാര്യം കാണാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല, എന്നിരുന്നാലും ഞാനത് വായിക്കാം. ദ ഓർഡർ മാച്ചിങ് സിസ്റ്റം ഈസ് എ ക്രൂഷ്യൽ കോമ്പോണൻറ്റ് ഓഫ് മോഡേൺ ഫൈനാൻഷ്യൽ മാർക്കറ്റ്, എസ്പെഷ്യലി ഇൻ സ്റ്റോക്ക് എക്സ്ചേഞ്ച്, വെർ ദ പ്ലേസ് എ കീ റോൾ ഇൻ ഡിറ്റർമിനിങ് ഹൗ ബൈ ആൻഡ് സെൽ ഓർഡേഴ്സ് ആർ എക്സിക്യൂട്ടഡ്. ഓർഡർ മാച്ചിങ് സിസ്റ്റം എന്ന് പറയുന്നത് നമ്മൾ ബൈയും ചെയ്യും സെല്ലും ചെയ്യും. 2 ഓപ്ഷനാണുള്ളത്: ബൈയും ചെയ്യും സെല്ലും ചെയ്യും. ഓക്കെ, അപ്പോൾ എന്താണ്, ബൈ ചെയ്യാനാണെങ്കിൽ നമുക്ക് സെൽ ഓർഡർ മാച്ച് ആവണം, സെല്ല് ചെയ്യാനാണെങ്കിൽ അത്ര തന്നെ ബൈ ഓർഡർ മാച്ച് ആവണം. ഓക്കെ, ഇതാണ് ഓർഡർ മാച്ചിങ് സിസ്റ്റം. ഇതിൽ തന്നെ ഫസ്റ്റത്തതെന്ന് പറയുന്നത് ഓർഡർ കളക്ഷൻ ആണ്. നിങ്ങൾക്ക് വായിക്കാൻ മനസ്സിലുണ്ടാവും, എഴുതിയത് കാണുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല, എന്നൊന്നും ഞാൻ വായിക്കുകയാണ്. ട്രേഡേഴ്സ് ആൻഡ് ഇൻവെസ്റ്റേഴ്സ് പ്ലേസ് ദെയർ ബൈ ഓർ സെൽ ഓർഡേഴ്സ് ഫോർ പെർട്ടിക്കുലർ അസറ്റ്, ദാറ്റ് ഈസ് സ്റ്റോക്ക് ആവാം, ബോണ്ട് ആവാം, ഡെറിവേറ്റീവ് ആവാം, വിത്ത് ദയർ ബ്രോക്കേഴ്സ് ഡയറക്ട്ലി ഓൺ ദ ട്രേഡിംഗ് പ്ലാറ്റ്ഫോം. നമ്മളെല്ലാവരും ട്രേഡിംഗ് പ്ലാറ്റ്ഫോമിൽ നമുക്ക് വേണ്ട ഷെയർസ്, അതുപോലെ തന്നെ ഓപ്ഷൻസ് ആണെങ്കിൽ, ഫ്യൂച്ചേഴ്സ് ആണെങ്കിൽ ലോട്ട് സൈസോ ക്വാണ്ടിറ്റി സൈസോ സൈസ് നമ്മൾ ഓർഡർ പ്ലേസ് ചെയ്യും. ബൈ ഓർഡർ ആവാം, സെൽ ഓർഡർ ആവാം. അതിനെയാണ് നമ്മൾ ഓർഡർ കളക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ്, ഓർഡർ കളക്ട് ചെയ്യപ്പെട്ടു. ഓക്കെ, നെക്സ്റ്റ് പറയുന്ന രണ്ടാമത്തത് ഓർഡർ മാച്ചിങ് ആണ്. എന്താണ്, വായിക്കാൻ കഴിയുന്നുണ്ടോ നോക്കാം, ഒന്നുകൂടി ഞാൻ വായിച്ചു തരാം. The system that attempts to match the buy order with the corresponding sell order. The matching process usually prioritized by price and time. Okay, എന്താണ് ഓർഡർ മാച്ചിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഓർഡർ കളക്ഷനിൽ നമ്മൾ ബൈയും സെല്ലും ചെയ്യും. അപ്പോൾ ഈ ഓർഡർ മാച്ചിങ്ങിൽ നോക്കുന്നത്, നമ്മൾ ബൈ ആണ് ചെയ്തതെങ്കിൽ, നമ്മളൊരു 10 ക്വാണ്ടിറ്റി ബൈ ആണ് ചെയ്യുന്നതെങ്കിൽ 10 ക്വാണ്ടിറ്റി സെൽ ഓർഡർ, കറസ്പോണ്ടിങ് സെൽ ഓർഡർ നമുക്ക് വേണം. എന്നിരുന്നാലേ ഈ കളക്ഷൻ ഓഫ് ഓർഡർ മാച്ച് ആകൂ. ഓക്കെ, അത് പ്രയോറിറ്റൈസ് ചെയ്യുന്നത് ടൈം ആൻഡ് പ്രൈസിൻ്റെ ബേസിലാണ്. ഓക്കെ, ഇപ്പം നിങ്ങൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നിഫ്റ്റിയിൽ ഒരു 10 ലോട്ടിൽ ട്രേഡ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ, 10 ലോട്ടിൽ ബൈ ചെയ്യുന്ന ഒരാളാണ്.
ഓക്കെ, ബൈ ചെയ്യുകയാണെങ്കിൽ ആ 10 ലോട്ട് സെല്ല് ചെയ്യാനുള്ള ആളെ നമുക്ക് കറസ്പോണ്ടിങ്ലി മാച്ച് ആകുമ്പോൾ മാത്രമേ ആ ട്രേഡ് എക്സിക്യൂട്ട് ആകൂ. ഓക്കെ, അങ്ങനെ ഈ ഓർഡർ കളക്ഷനിൽ ഓർഡർ മാച്ചിങ് ആകുമ്പോഴായിരിക്കും എക്സിക്യൂഷൻ നടക്കുന്നത്. വൺസ് എ മാച്ച് ഫൗണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ ബൈ ചെയ്യാനാണെങ്കിൽ കറസ്പോണ്ടിങ് ആയിട്ട് ഓർഡർ മാച്ചിങ്ങിന് നമുക്കൊരു സെൽ ഓർഡർ കിട്ടുന്ന സമയത്ത് ദ ട്രേഡ് ഈസ് എക്സിക്യൂട്ടഡ്. ഓക്കെ, അപ്പോഴായിരിക്കും ആ ട്രേഡ് എക്സിക്യൂട്ടഡ് ആവുന്നത്. അപ്പോൾ എന്താണ്, ദ ബയ്യർ ഗെറ്റ്സ് ദ അസെറ്റ്, ബയ്യർക്ക് എന്ത് കിട്ടും, ആ അസെറ്റ് കിട്ടും, ആൻഡ് ദ സെല്ലർ റിസീവ് ദ പേയ്മെൻറ്റ്. ഓക്കെ, സെല്ലർക്ക് എന്ത് കിട്ടും, അതിൻ്റെ പേയ്മെൻറ്റ് കിട്ടും. ഓക്കെ, ഇപ്പം ഞാൻ ഈ ഓർഡർ മാച്ചിങ് സിസ്റ്റം എന്ന് പറയുന്നത് നിങ്ങൾക്ക് സിമ്പിളായിട്ട് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഓർഡർ മാച്ചിങ് സിസ്റ്റം എന്ന് പറയുന്നത് രണ്ടായിട്ട് നമ്മൾ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്: ഓർഡർ കളക്ഷൻ ആൻഡ് ഓർഡർ മാച്ചിങ്. ഈ ഓർഡർ കളക്ഷൻ ഓർഡറായിട്ട് മാച്ച് ചെയ്യുമ്പോൾ മാത്രമേ ട്രേഡ് ഇനീഷ്യേറ്റ് ആവൂ അല്ലെങ്കിൽ എക്സിക്യൂട്ട് ചെയ്യൂ. നമുക്ക് വേണമെങ്കിൽ ഒറ്റ എക്സാമ്പിൾ കൂടി നമ്മൾ പറയുകയാണെങ്കിൽ എന്താണ്, നിഫ്റ്റി ഫ്യൂച്ചറിൽ ഒരു 10 ലോട്ട് ഞാൻ സെല്ല് ചെയ്യുകയാണെന്ന് വിചാരിക്കുക. 10 ലോട്ട് ഞാൻ സെല്ല് ചെയ്യുകയാണ്. എൻ്റെ വ്യൂ എന്ന് പറയുന്നത് പ്രൈസ് താഴേക്ക് പോകും എന്നുള്ള ആ ഒരു ആൻറ്റിസിപ്പേഷനിൽ ഞാൻ 10 ലോട്ട് നിഫ്റ്റി ഫ്യൂച്ചർ സെല്ല് ചെയ്തു. ഓക്കെ, ഇപ്പം എന്താണ്, ഓർഡർ കളക്ഷനായി. ഓക്കെ, എൻ്റെ ട്രേഡിംഗ് പ്ലാറ്റ്ഫോമിൽ അല്ലെങ്കിൽ എൻ്റെ ട്രേഡർ ഏതോ ആയിക്കോട്ടെ, അതിൽ ഓർഡർ കളക്ഷനിൽ 10 ലോട്ടാണ്, 10 ലാക്ക് അല്ല, 10 ലോട്ട് നിഫ്റ്റി ഫ്യൂച്ചർ എന്ന് വെച്ചാൽ എത്ര ഉണ്ടാവും, 250 ക്വാണ്ടിറ്റി അല്ലേ, 250 കൊണ്ട് 25 ക്വാണ്ടിറ്റി നിഫ്റ്റി. അപ്പം നമുക്ക് 250 ക്വാണ്ടിറ്റി സെല്ല് ചെയ്ത് കഴിഞ്ഞാലൊക്കെ ഇവിടെ ഓർഡർ മാച്ചിങ് ആവണമെങ്കിൽ എന്താവണം, 10 ലോട്ട് ബൈ ഓർഡർ നമുക്ക് അവിടെ മാച്ച് ചെയ്യണം. മാച്ച് ചെയ്തിട്ടില്ലെങ്കിൽ എന്താവും, എക്സിക്യൂട്ട് ആവില്ല. മാച്ച് ചെയ്താൽ എക്സിക്യൂഷൻ ആകും. ക്ലിയർ? അപ്പം ഫസ്റ്റ് ടോപ്പിക്ക് കവർ ചെയ്തു. നമ്മുടെ സെക്കൻഡ് ടോപ്പിക് എന്ന് പറയുന്നത് സ്പ്രെഡ് പ്ലസ് ലിക്വിഡിറ്റിയാണ്. ഇതിൽ നമ്മൾ സ്പ്രെഡും പറയും ലിക്വിഡിറ്റിയും പറയും. ഓക്കെ, എന്താണ് സ്പ്രെഡ്? നമുക്ക് ഈ ഒരു ഡെഫിനിഷൻ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം. സ്പ്രെഡ് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ ബിഡ് പ്രൈസ് ആൻഡ് ദ ആസ്ക് പ്രൈസ് ഓഫ് എ ഫൈനാൻഷ്യൽ അസറ്റ്. ഓക്കെ, സ്പ്രെഡ് എന്ന് പറയുന്നത് എന്താണ്, ഒരു അസറ്റിൻ്റെ, ഒരു ഫൈനാൻഷ്യൽ അസറ്റിൻ്റെ ബിഡ് പ്രൈസ് എന്ന് പറയുമ്പോൾ എന്താണ്, ബിഡ് എന്ന് പറയുമ്പോൾ എന്താ, ബയ്യർ വാങ്ങാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ ഒരു ബയ്യർ ചോദിക്കുന്ന വിലയേനെയാണ് നമ്മൾ ബിഡ് പ്രൈസ് എന്ന് പറയുന്നത്. ആസ്ക് പ്രൈസ് എന്ന് പറയുന്നത് എന്താണ്, ഒരു സെല്ലർ വിൽക്കാൻ വേണ്ടി അല്ലെങ്കിൽ സെല്ലർ വില്ലിങ് ടു സെൽ ചെയ്യുന്ന ആ ഒരു പ്രൈസാണ് ബിഡ് എന്ന് പറയുന്നത്. ഓക്കെ, ബിഡ് എന്ന് പറയുമ്പോൾ ഒരു ബയ്യർ വാങ്ങാൻ ആഗ്രഹിക്കുന്നതും ആസ്ക് എന്ന് പറയുന്നത് എന്താണ്, ഒരു സെല്ലർ വിൽക്കാൻ ആഗ്രഹിക്കുന്നതുമായിട്ടുള്ള ആ ഒരു പ്രൈസ് പോയിന്റ് ആണ്. ഓക്കെ, അപ്പോൾ എന്താ, നമുക്ക് ഒന്നുകൂടി പറയാം. സ്പ്രെഡ് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ പ്രൈസ് ആൻഡ് ദ ആസ്ക് പ്രൈസ് ഓഫ് എ ഫൈനാൻഷ്യൽ അസറ്റ് സച്ചസ് എന്താണ്, സ്റ്റോക്ക് ആവാം, ഫ്യൂച്ചർ ആവാം, ബോണ്ട് ആവാം, എന്തുമാവാം. ഓക്കെ, അതിൻ്റെ ആസ്കും ബിഡും തമ്മിലുള്ള ഡിഫറൻസ് ആണ് സ്പ്രെഡ് എന്ന് പറയുന്നത്. ഓക്കെ, ദ ഡിഫറൻസ് ഈസ് നോൺ ആസ് bid and ask spread. The size of the spread is often used an indicator of assets liquidity. ഈ സ്പ്രെഡാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ആ അസറ്റ് ഹൈ ലിക്വിഡിറ്റി ആണോ, ലോ ലിക്വിഡിറ്റി ആണോ, മീഡിയം ലിക്വിഡിറ്റി ആണോ എന്നൊക്കെ. അപ്പോൾ അതൊക്കെ നമുക്ക് എന്താ പറയുക, ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഇപ്പം നമുക്ക് എന്താണ്, ഒരു റിലേറ്റീവ് എക്സാമ്പിളിലൂടെ നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാം. ഓക്കെ, ഇപ്പം നിങ്ങൾ നോക്കുകയാണെങ്കിൽ ബൈ 100 ഷെയർ. ഓക്കെ, ബൈ 100 ഷെയർസ് അറ്റ് 90. ഓക്കെ, ഒരു വ്യക്തി 90 രൂപയ്ക്ക് 100 ഷെയർ വാങ്ങിക്കോളാം എന്ന് പറയുന്നു. ഓക്കെ, എന്താണ്, 90 രൂപയ്ക്ക് 100 ഷെയർ വാങ്ങിക്കോളാം. അപ്പോൾ ഇവിടെ ബിഡ് പ്രൈസ് എന്ന് പറയുന്നത് എന്താണ്, ബിഡ് പ്രൈസ് എന്ന് പറയുന്നത് 90 രൂപയാണ്. ഓക്കെ, ബിഡ് എന്ന് പറയുന്നത് 90 രൂപയാണ്. കാരണം എന്താണ്, അയാൾ വാങ്ങിക്കോളാം എന്ന് പറയുന്നത് 90 രൂപയ്ക്കാണ്. ഓക്കെ, അപ്പോൾ എന്താണ്, അവിടെ ബൈ 100 ഷെയർ അറ്റ് 90 എന്ന് പറയുമ്പോൾ അവിടെ എന്താണ്, ഓർഡർ കളക്ഷൻ നടന്നു. കാരണം എന്താ, അയാളുടെ ട്രെയിനിങ് പ്ലാറ്റ്ഫോമിൽ 100 ഒരു ലിമിറ്റ് ഓർഡർ അങ്ങ് വെച്ചു. 100 ഷെയർ ഏതെങ്കിലും ഒരു കമ്പനി ആയിക്കോട്ടെ, നിങ്ങളെ മനസ്സിൽ ഇഷ്ടപ്പെട്ട ഒരു കമ്പനി എടുക്കുക. അതിലെന്താണ്, നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കുക, നിങ്ങൾ ആ കമ്പനിയിൽ 90 രൂപയ്ക്ക് 100 ഷെയറിൻ്റെ ഒരു ലിമിറ്റ് ഓർഡർ ഇട്ട് വെച്ചു. ഓക്കെ, ഓർഡർ കളക്ഷനായി. ഇനി എക്സിക്യൂട്ട് ആവണമെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഓർഡർ മാച്ചിങ് നടക്കണ്ടേ? ഓർഡർ മാച്ചിങ് നടക്കണം. ഈ ഓർഡർ മാച്ചിങ് നടക്കണമെങ്കിൽ എന്താവണം, 100 ഷെയർ 90 രൂപയ്ക്ക് ആരെങ്കിലും സെല്ല് ചെയ്യാൻ വേണ്ടേ? 100 ഷെയർ നിങ്ങൾ നോക്കാം, 100 ഷെയർ 90 രൂപയ്ക്ക് ഒരാൾ വാങ്ങാൻ നിൽക്കുകയാണെങ്കിൽ 100 ഷെയർ കറസ്പോണ്ടായിട്ട് 90 രൂപയ്ക്ക് സെല്ല് ചെയ്യാൻ അവിടെ ആൾ വേണം. എന്നാലേ ഓർഡർ മാച്ച് സംഭവിക്കൂ.
എന്നാലേ എക്സിക്യൂട്ട് ആകൂ. ഇപ്പോൾ നിങ്ങൾ നോക്കാം, നമ്മൾ നേരത്തെ ബൈയിങ് സെനാരിയോ പറഞ്ഞ പോലെ നമുക്ക് പെട്ടെന്ന് തന്നെ ഒരു സെൽ സെനാരിയോ പറയാം. ഇവിടെ ഞാൻ 50 ഷെയർ 100 രൂപയ്ക്ക് സെല്ല് ചെയ്യാനുള്ള ഒരു പ്ലാൻ ഉണ്ട്. ഇവിടെ എൻ്റെ ആസ്ക് പ്രൈസ് എന്ന് പറയുന്നത് എന്താണ്? 100 എൻ്റെ ആസ്ക് പ്രൈസ്. എന്താണ്? 100 രൂപയ്ക്ക് ഞാൻ 50 ഷെയർ സെല്ല് ചെയ്തോളാം. ഒരു ഇൻട്രാഡേ ബേസിൽ ഏതെങ്കിലും ഒരു സ്റ്റോക്ക് നിങ്ങൾ മനസ്സിൽ സങ്കല്പിക്കാം. 50 രൂപയ്ക്ക് ഞാൻ 100 ഷെയർ സെല്ല് ചെയ്തു കളയാം. അപ്പോൾ എന്താണ്? ആസ്ക് പ്രൈസ് എന്ന് പറയുന്നത് 100. ഇപ്പം എന്താണ്? ഓർഡർ കളക്ഷൻ നടന്നു. നിങ്ങളുടെ ട്രേഡിംഗ് പ്ലാറ്റ്ഫോമിൽ ഏതാണോ ബ്രോക്കർ, അതിൽ ഓർഡർ കളക്ഷൻ നടന്നു. ഇനി എന്ത് വേണം? ഓർഡർ കളക്ഷൻ ചെയ്താൽ പോരാ, അത് എക്സിക്യൂട്ട് ആവണമെങ്കിൽ ഓർഡർ മാച്ചിങ് നടക്കണം. അപ്പോൾ എന്താണോ, ഈ ആരെങ്കിലും 50 ഷെയർ 100 രൂപയ്ക്ക് ബൈ ചെയ്യാനുണ്ടാവണം. എന്നിരുന്നാലേ ഓർഡർ മാച്ച് നടന്നിട്ട് ആ ഓർഡർ എക്സിക്യൂട്ട് ആകൂ. ഇപ്പം നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇവിടെ സ്പ്രെഡ് എന്ന് പറയുന്നത് എന്താണ്? ആസ്ക് പ്രൈസ് എന്ന് പറയുന്നത് 100, ബിഡ് പ്രൈസ് എന്ന് പറയുന്നത് 100, രണ്ടിൻ്റെയും ഡിഫറൻസ് എന്ന് പറയുന്നത് 0. അപ്പോൾ എന്താണ്? ഇവിടെ സ്പ്രെഡ് എന്ന് പറയുന്നത് 0. സ്പ്രെഡ് 0 ആണെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? അവിടെ ഹൈ സ്പ്രെഡ് ആണ്. ഹൈ സ്പ്രെഡ് എന്ന് പറയുമ്പോൾ എന്താണ്? ലോ സ്പ്രെഡ് എന്ന് പറയുമ്പോൾ എന്താണ് അതിനർത്ഥം? ഹൈ ലിക്വിഡിറ്റി ആയിട്ടുള്ള സ്റ്റോക്ക് ആയിരിക്കും അത്. ഇപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇവിടെ എന്താണ്? ഞാൻ 50 ഷെയർ 100 രൂപയ്ക്ക് സെല്ല് ചെയ്തോളാം എന്നാണ്. ഓക്കെ, പക്ഷെ എന്താണ്? 100 രൂപയ്ക്ക് വാങ്ങാൻ ആളില്ല, പകരം 99 രൂപയ്ക്കാണ് വാങ്ങാൻ ആളുള്ളത്. ഓക്കെ, അപ്പോൾ എന്താണ്? ഞാൻ സെല്ല് ചെയ്യുമ്പോൾ 1 രൂപ താഴേന്ന് സെല്ല് ചെയ്യേണ്ടി വരും. ഓക്കെ, ഇവിടെ സ്പ്രെഡ് എത്ര വരും? 1 വരും. ഓക്കെ, സ്പ്രെഡ് ഡിഫറൻസ്. കാരണം എന്താണ്? നമ്മൾ ഉദ്ദേശിച്ച സ്ഥലത്ത് വാങ്ങാൻ ആളില്ല. നമ്മൾ ഉദ്ദേശിച്ച സ്ഥലത്ത് വിൽക്കുന്നതിന് ഓർഡർ മാച്ച് ആവണമെങ്കിൽ ആ സ്ഥലത്ത് തന്നെ വാങ്ങാൻ ആൾ വേണം. പക്ഷേ ഇവിടെ നമ്മൾ ഉദ്ദേശിച്ച സ്ഥലത്ത് വാങ്ങാൻ ആളില്ല, പക്ഷെ എന്താണ്? 1 പോയിന്റ് താഴെയാണ് വാങ്ങാൻ ആളില്ല. അപ്പോൾ ഇവിടുത്തെ സ്പ്രെഡ് എന്ന് പറയുന്നത് 1 ആണ്. ഓക്കെ, 1 എന്ന് പറയുമ്പോൾ ഒരു സ്റ്റോക്കിനെയൊക്കെ സംബന്ധിച്ചിടത്തോളം 1 എന്നൊക്കെ പറയുന്ന സമയത്ത് ഒരു മീഡിയം സ്പ്രെഡ് തന്നെയാണ്. കാരണം എന്താണ്? നമ്മൾ വലിയ ക്വാണ്ടിറ്റി ഒക്കെ വെച്ച് ചെയ്യുന്ന സമയത്ത് അത് നമുക്കൊരു വലിയ ഇമ്പാക്റ്റ് ആയിട്ടാണ് തോന്നും. ഓക്കെ, നെക്സ്റ്റ് എന്താണ്? ഇതേപോലെ തന്നെ 50 ഷെയർ നമ്മൾ 100 രൂപയ്ക്ക് വാങ്ങാമെന്ന് ഉദ്ദേശിക്കുകയാണ്. നമ്മളുടെ ആസ്ക് പ്രൈസ് എന്ന് പറയുന്നത് എന്താണ്? 100 രൂപ എന്നാണ്. പക്ഷെ എന്താണ്? ആ 100 രൂപയ്ക്ക് കറസ്പോണ്ടായിട്ട് ഇപ്പോൾ ഇവിടെ ഓർഡർ കളക്ഷൻ നടന്നു. ഓർഡർ മാച്ചിങ് നടക്കണമെങ്കിൽ എന്താവണം? ഈ 100 രൂപയ്ക്ക് 50 ഷെയർ ബൈ ചെയ്യാൻ ആൾ വേണം. പക്ഷെ എന്താണ്? ബൈ ചെയ്യുന്ന ആൾ 95 ഉള്ളത്. എന്ത് ചെയ്യും? അവിടെ സ്പ്രെഡ് എത്രയാണ്? 5 പോയിന്റ് സ്പ്രെഡാണ്, അല്ലെങ്കിൽ 5 ആണ് അവിടുത്തെ സ്പ്രെഡ്. ഇതെന്താണ്? ലോ ലിക്വിഡിറ്റി സ്റ്റോക്കാണ്. കാരണം എന്താണ്? ഒരു ട്രേഡർ സെല്ല് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് ഓർഡർ മാച്ച് ആവില്ല. കാരണം സെല്ല് ചെയ്യാൻ വേണ്ട ബൈ ഓർഡർ താഴെയാണ് കിടക്കുന്നത്. പകരം എന്താണ്? അതുപോലെ റിവേഴ്സ് നോക്കും നിങ്ങൾ. ഞാനൊരു സ്ഥലത്ത് വാങ്ങാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ അവിടെ വിൽക്കാനുള്ള ആൾ അതിനേക്കാൾ മുകളിലാണെങ്കിലോ അവിടെ ഹൈ സ്പ്രെഡാണ്. അപ്പോൾ ഹൈ സ്പ്രെഡ് എന്ന് പറയുമ്പോൾ ലോ ലിക്വിഡിറ്റി, ലോ സ്പ്രെഡ് എന്ന് പറയുമ്പോൾ ഹൈ ലിക്വിഡിറ്റി. ഓക്കെ, അതുകൊണ്ട് തന്നെയാണ് നമ്മൾ എന്താണ് നിഫ്റ്റി 50 സ്റ്റോക്സ് എന്നൊക്കെ പറയുന്നത് ഹൈ ലിക്വിഡിറ്റി സ്റ്റോക്സ് ആണ്. നിഫ്റ്റി 100 എന്ന് പറയുമ്പോഴും അത്യാവശ്യം ഒരു മോഡറേറ്റ്ലി ലിക്വിഡ് സ്റ്റോക്കാണ്. നമ്മൾ പെന്നി സ്റ്റോക്സിലേക്കൊക്കെ പോകുന്ന സമയത്ത് എന്താണ്? ലോ ലിക്വിഡിറ്റി സ്റ്റോക്സ് ആയിരിക്കും. ലോ ലിക്വിഡിറ്റി സ്റ്റോക്സ് എന്ന് പറയുമ്പോൾ അവിടെ ഹൈ സ്പ്രെഡ് ആയിരിക്കും. വാങ്ങുന്ന ആളും വിൽക്കുന്ന ആളും തമ്മിൽ വളരെയധികം ഡിഫറൻസ് ഉണ്ടാവും. ഓക്കെ, ഹൈ സ്പ്രെഡ് ആയിരിക്കും. അതിന് ഹൈ സ്പ്രെഡ് എന്ന് പറയുമ്പോൾ ലോ ലിക്വിഡിറ്റി ആയിരിക്കും എന്ന് മനസ്സിലാക്കുക. മാർക്കറ്റ് പാർട്ടിസിപ്പൻസ് കമ്പാരിറ്റീവ്ലി കുറവായിരിക്കും. ഓക്കെ, അപ്പോൾ എന്താണ്? ഒരു സ്റ്റോക്ക് ഐഡൻറ്റിഫൈ ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ സ്റ്റോക്കിനെ നമ്മൾ അനാലിസ് ചെയ്യുന്ന സമയത്ത് ലിക്വിഡിറ്റി, സ്പ്രെഡ് പ്ലസ് ലിക്വിഡിറ്റി കൺസിഡർ ചെയ്യാൻ നിങ്ങൾ ശ്രദ്ധിക്കുക. നമ്മൾ സ്പ്രെഡ് പ്ലസ് ലിക്വിഡിറ്റി പറഞ്ഞ സ്ഥിതിക്ക് നമ്മൾ എന്ത് ചെയ്യണം? ഹൗ സ്പ്രെഡ് റിഫ്ലക്ട് ദ ലിക്വിഡിറ്റി. ഒരു അസറ്റ് ക്ലാസിൻ്റെ ലിക്വിഡിറ്റി സ്പ്രെഡായിട്ട് കണക്ട് ചെയ്യുന്നു പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, ഒരു കമ്പനിക്ക് നാരോ സ്പ്രെഡ് ആവാം, വൈഡ് സ്പ്രെഡ് ആവാം. നാരോ സ്പ്രെഡ് എന്ന് പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, ഈ ഒരു ഡെഫിനിഷൻ എഴുതിയത് ജസ്റ്റ് ഒന്ന് വായിക്കുക. എന്താണ്? ഹൈ ലിക്വിഡിറ്റി. നാരോ സ്പ്രെഡ് ആണെങ്കിൽ അതിനർത്ഥം ഹൈ ലിക്വിഡിറ്റിയാണ്. വെൻ ദ ആസ്ക് പ്രൈസ് ബിഡ് പ്രൈസ് ഈസ് നാരോ, the small difference between bid and ask price, it usually indicates that the asset is highly liquid. This means there are many buyers and sellers in the market, and traders can be executed quickly with minimal price impact. ഓക്കെ, അപ്പോൾ എന്താണ്? നാരോ സ്പ്രെഡ് എന്ന് പറയുമ്പോൾ നമ്മൾ വാങ്ങാൻ ഉദ്ദേശിക്കുന്ന വിലയുടെ ഒരു രൂപയോ അല്ലെങ്കിൽ 0.5 ഒക്കെയാണ് അപ്പുറത്ത് സെല്ലേഴ്സ് ഉണ്ടെങ്കിൽ നമുക്ക് എന്താണ്? വലിയതായിട്ട് നമുക്ക് എന്താണ്? നമ്മളുടെ പ്രൈസിൽ വലിയൊരു ഇമ്പാക്റ്റ് സംഭവിക്കില്ല. പക്ഷെ ഞാൻ 100 രൂപയ്ക്ക് വാങ്ങാൻ ഉദ്ദേശിക്കുമ്പോൾ 105 എന്താണ്? ഞാൻ വീണ്ടും ഹൈ പ്രൈസ് കൊടുത്ത് വാങ്ങണം. പക്ഷെ എന്താണ്? 100 രൂപയ്ക്ക് വാങ്ങാൻ നമ്മൾ ഉദ്ദേശിക്കുന്ന സമയത്ത് വിൽക്കാൻ ആൾ
101.50 എന്താ ഒരു 50 പൈസേൻ്റെ ഡിഫറൻസ് എന്ന് വെച്ചാൽ എന്താണ്, അതൊരു നാരോ സ്പ്രെഡാണ്. അതിലെന്താണ് നമുക്ക് വലിയൊരു ഇമ്പാക്റ്റ് പ്രൈസിൽ വരില്ല. ഓക്കെ, വൈഡ് സ്പ്രെഡ് എന്ന് പറയുമ്പോൾ എന്താ, വൈഡ് സ്പ്രെഡ് എന്ന് പറയുമ്പോൾ ലോ ലിക്വിഡിറ്റിയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ ഇതും നിങ്ങളൊന്ന് ജസ്റ്റ് വായിച്ചു നോക്കുക. എന്താണ് ലോ ലിക്വിഡിറ്റി എന്ന് പറയുമ്പോൾ ദ ബിഡ് ആസ്ക് സ്പ്രെഡ് ഈസ് വൈഡ് എന്ന് വെച്ചാൽ ലാർജ് ഡിഫറൻസ് ബിറ്റ്വീൻ ബിഡ് ആൻഡ് ആസ്ക് പ്രൈസ്. ഇറ്റ് ഈസ് സജസ്റ്റ് ലോവർ ലിക്വിഡിറ്റി typically happens when there are fewer market participant or less trading volume on the asset. അപ്പോൾ എന്താണ് ഈ ലോ ലിക്വിഡിറ്റി എന്ന് പറയുമ്പോൾ അതിൽ വൈഡ് സ്പ്രെഡ് ആയിരിക്കും, അതിൽ പാർട്ടിസിപ്പൻസ് കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ ഇവിടെ നോക്കൂ ഹയർ കോസ്റ്റ് എന്ന് പറയുമ്പോൾ എന്താണ്, ഹയർ കോസ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ 100 രൂപയ്ക്ക് വാങ്ങാൻ ഉദ്ദേശിക്കുന്ന ബൈ ചെയ്യുവാണെങ്കിൽ അവിടെ സെല്ല് ചെയ്യാനുള്ള ആൾ 110 ഉണ്ടാവും. അപ്പോൾ എന്താണ് 100 വാങ്ങേണ്ട നമ്മളത് വാങ്ങണമെങ്കിൽ 110 പോയി വാങ്ങണം. അതുപോലെ 100 സെല്ല് ചെയ്യുകയാണെന്ന് നമ്മൾ വിചാരിക്കുക, പക്ഷെ ബയ്യർ 80 അപ്പോൾ 20 പോയിന്റ് താഴെ പോയിട്ട് നമ്മൾ ബൈ ചെയ്യണം. അപ്പോൾ എന്താ നമ്മൾ ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് വാങ്ങാനും നമ്മൾ ഉദ്ദേശിക്കുന്നത് വിൽക്കാനും സ്ഥലമില്ലെങ്കിൽ, അല്ലെങ്കിൽ എന്താണ് ആളില്ലെങ്കിൽ അതിനെ ചൂസ് ചെയ്യരുത്. അതുകൊണ്ട് വൈഡ് സ്പ്രെഡ് എന്ന് പറയുമ്പോൾ ലോ ലിക്വിഡിറ്റി ആണെന്ന് മനസ്സിലാക്കുക. ലോ ലിക്വിഡിറ്റി സ്റ്റോക്സിൽ ദയവ് ചെയ്ത് ഇൻവെസ്റ്റോ ചെയ്യരുത്, ട്രേഡും ചെയ്യരുത്, കുടുങ്ങിപ്പോകും. സ്പ്രെഡ് ഹ്യൂജ് ആയിരിക്കും. ഓക്കെ, ഇപ്പം നിങ്ങൾക്ക് സ്പ്രെഡ് പ്ലസ് ലിക്വിഡിറ്റി മനസ്സിലായിട്ടില്ലെങ്കിൽ നമ്മൾ ഒരു എക്സാമ്പിൾ കൂടി പറയുന്നതിൽ നിങ്ങൾക്ക് പെർഫെക്റ്റ് ആയിട്ട് മനസ്സിലാവുമെന്ന് ഞാൻ ഗ്യാരണ്ടി തരാം. പിക്ചറിൽ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് എന്ന് പറയുന്നത് ഒരു ഫിഷ് മാർക്കറ്റാണ്. ഓക്കെ, ഒരു ഫിഷ് മാർക്കറ്റ്. രണ്ടാമത്തെ എന്താണ്, നമ്മുടെ നാട്ടുമ്പുറങ്ങളിൽ ഉണ്ടാകുന്ന ഒരു ചെറിയ തട്ട്, മീൻ തട്ട്. ഓക്കെ, ഇവിടെ എന്താണ്, ഇവിടെ ഹോൾസെയിലായിട്ടും ഇവിടെ ഒരു റീറ്റെയിലറായിട്ടുമാണ് ഇവിടെ കച്ചവടം നടക്കുന്നത്. ഇവിടെ മുകളിൽ എഴുതിയ എന്താണ്, മോർ ലിക്വിഡിറ്റി മോർ ചോയ്സ് ആൻഡ് മോർ പാർട്ടിസിപ്പൻസ്. ഓക്കെ, ഇപ്പം നിങ്ങൾ ഇവിടെ നോക്കുകയാണെങ്കിൽ എന്താണ്, നമ്മൾ മീൻ വാങ്ങാൻ മാർക്കറ്റിൽ പോകുന്ന സമയത്ത് എന്താണ്, നമ്മളുടെ ബഡ്ജറ്റിനനുസരിച്ചുള്ള മീൻ ചിലപ്പോൾ അവിടെ കിട്ടും. ഓക്കെ, ഈ ഫിഷ് മാർക്കറ്റിൽ ഓക്കെ ചിലപ്പോൾ എന്താണ്, നമ്മൾ ഈ ഒരു തട്ട്, നമ്മുടെ നാട്ടിൽ മീൻ തട്ട് അല്ലെങ്കിൽ മീനിൻ്റെ ചെറിയ കടകളിൽ പോകുന്ന സമയത്ത് എന്തായിരിക്കും, അവിടെയുള്ള നമ്മളുടെ ക്യാഷിനനുസരിച്ചുള്ള മീൻ ചിലപ്പോൾ കിട്ടണമെന്നില്ല. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താണ്, ഇതെന്ന് പറയുന്നത് നാരോ സ്പ്രെഡാണ്. ഇൻ കേസ് ഈ ഒരു മാർക്കറ്റിൽ ഫസ്റ്റ് ഇമേജിൽ നോക്കുക, ഇപ്പോൾ ഈ വ്യക്തിൻ്റെ അടുത്ത് നിന്ന് എനിക്ക് പറ്റിയില്ലെങ്കിൽ നെക്സ്റ്റ് ഈ ഒരാളുണ്ട്, ഈ ആളെ കയ്യിൽ നിന്ന് കിട്ടിയില്ലെങ്കിൽ ഇവിടെ ഉണ്ട്. അപ്പോൾ എന്താണ്, എനിക്കെന്താണ് അവിടെ സ്പ്രെഡ് എന്ന് പറയുന്നത് ചെറുതാണ്. കാരണം എനിക്ക് ഈ മീനൊന്നും പറ്റില്ല, എനിക്ക് ചെറിയ മീനാണ് പറ്റുന്നതെങ്കിൽ തൊട്ടടുത്തിരിക്കുന്ന ആളെടുത്ത് ആ ചെറിയ മീൻ ഞാൻ പറഞ്ഞ വിലയ്ക്ക് എനിക്ക് തരാൻ ഉള്ള ആളുണ്ടാവും. പക്ഷേ നിങ്ങൾ ഇവിടെ നോക്കുകയാണെങ്കിൽ എന്താ, ഇതിപ്പം ഈ ഒരു വ്യക്തി മീൻ വാങ്ങാൻ വേണ്ടിയിട്ട് ഈ ഒരു വ്യക്തിയെ സമീപിച്ചു. ഓക്കെ, മീൻകാരനെ സമീപിച്ചു. ഈ വ്യക്തിക്ക് എന്താണ്, അവന് പറ്റിയ വിലയ്ക്ക് മീനെ കിട്ടിയില്ല. ഇപ്പോൾ എന്താ നെക്സ്റ്റ് അവിടെ എന്താണ്, വൈഡ് സ്പ്രെഡാണ്. ഓക്കെ, നെക്സ്റ്റ് മീൻകാരൻ്റെ പീടിക എന്ന് പറയുമ്പോൾ എന്താണ്, നെക്സ്റ്റ് ഒരു 500 മീറ്റർ കഴിഞ്ഞിട്ടായിരിക്കും. ഓക്കെ, അവിടെ എന്താണ്, വൈഡ് സ്പ്രെഡാണ്. വൈഡ് സ്പ്രെഡ് ആവുന്നതുകൊണ്ട് ലോ ലിക്വിഡിറ്റി. നിങ്ങൾ നോക്കുക, മാർക്കറ്റിലാണോ ഏറ്റവും കൂടുതൽ ഫിഷ് മാർക്കറ്റിലാണോ അല്ലെങ്കിൽ ഇതുപോലെ സ്ഥലത്താണോ ഏറ്റവും കൂടുതൽ ആളുകൾ വരുന്നത്, ആളുകളെ നിങ്ങളുടെ ലിക്വിഡിറ്റി ആയിട്ട് ബേസ് ചെയ്യുക. ഹൈ ലിക്വിഡിറ്റി എപ്പോഴും എന്താണ്, നാരോ സ്പ്രെഡ് ആയിട്ടുള്ള ഏരിയകളിലായിരിക്കും. നാരോ സ്പ്രെഡ് എന്ന് പറയുമ്പോൾ എന്താ, നമ്മൾ പീടികയിൽ നിന്ന് പച്ചക്കറി വാങ്ങുന്നതിനേക്കാൾ കൂടുതലായിരിക്കും പച്ചക്കറി മാർക്കറ്റിൽ. അവിടെ എന്താണ്, അവിടെ നാരോ സ്പ്രെഡ് ആയിരിക്കും. തൊട്ടടുത്തൊക്കെ പീടികകൾ ഉണ്ടാവും. ഓക്കെ, ഒരു പീടികയിൽ നിന്ന് കയറി അടുത്ത പീടികയിൽ കയറി നമുക്ക് വാങ്ങാൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് വിൽക്കാൻ ആളുണ്ടാവും, വിൽക്കാൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് വാങ്ങാൻ ആളുണ്ടാവും. ഓക്കെ, പക്ഷെ എന്താണ്, വൈഡ് സ്പ്രെഡ് ആയിട്ടുള്ള ഇതുപോലത്തെ ചെറിയ ചെറിയ ഷോപ്പ് എല്ലാം ഞാൻ അങ്ങനെ പറയല്ല, നമ്മൾ ഈ ചെറിയ ചെറിയ മീൻ തട്ടുകളിൽ നമ്മൾ ഉദ്ദേശിച്ച മീൻ ചിലപ്പോൾ ഉണ്ടാവില്ലെങ്കിൽ എന്താണ്, ആ നെക്സ്റ്റ് ചോയ്സ് എന്തായിരിക്കും, നമുക്ക് വേറെ സ്ഥലത്ത് പോകേണ്ടി വരും. അപ്പോൾ എന്താണ്, അവിടെ നെക്സ്റ്റ് സ്ഥലത്തേക്കുള്ള സ്പ്രെഡ് കൂടുതലായിരിക്കും. ഒരു 500 മീറ്ററോ 1 കിലോമീറ്ററൊക്കെ ചിലപ്പോൾ പോകേണ്ടി വരും. ഓക്കെ, അതുകൊണ്ട് തന്നെ നമ്മൾ കൺക്ലൂഡ് ചെയ്യാണ്, നാരോ സ്പ്രെഡ് എന്ന് പറയുമ്പോൾ ഹൈ ലിക്വിഡിറ്റിയും ആയിരിക്കും, വൈഡ് സ്പ്രെഡ് എന്ന് പറയുമ്പോൾ ലോ ലിക്വിഡിറ്റിയും ആയിരിക്കും. മനസ്സിലാക്കുക. ഓക്കെ, ഈ പറഞ്ഞ ലൈഫ് ടൈം എക്സാമ്പിൾ നിങ്ങൾ ട്രേഡിങ്ങിൽ അനാലിസിസ് ചെയ്യുമ്പോൾ നിങ്ങൾ കൺസിഡർ ചെയ്യുക. നമ്മൾ രണ്ടാമത്തെ ടോപ്പിക്കായിട്ടുള്ള സ്പ്രെഡ് പ്ലസ് ലിക്വിഡിറ്റി ഈ ഒരു മാർക്കറ്റ് ഡെപ്തോട് കൂടി നമ്മൾ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ എങ്ങനെയാണ് ആസ്കും സ്പ്രെഡും തമ്മിലുള്ള ഡിഫറൻസ് കാണണമെങ്കിൽ നിങ്ങൾ മാർക്കറ്റ് ഡെപ്ത് കാണണം. നിങ്ങളുടെ ഏതാണോ സ്റ്റോക്ക് നിങ്ങൾ സെലക്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻ ആണോ ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ പ്രീമിയം ചാർട്ടിലൊക്കെ നിങ്ങൾക്ക് മാർക്കറ്റ് ഡെപ്ത് എന്ന് പറഞ്ഞിട്ട് ഒരു സെനാറിയോ കാണാം, അല്ലെങ്കിൽ ഒരു കോളം കാണാം. ഓക്കെ, ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇവിടെ ആസ്ക് എന്ന് പറയുന്നത് എന്താണ്, അല്ലെങ്കിൽ ബിഡ് എന്ന് പറയുന്നത് ബൈ ചെയ്യാൻ ആഗ്രഹിക്കുന്ന പ്രൈസ്. ആസ്ക് എന്ന് പറയുന്നത് എന്താണ്, സെല്ല് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഏരിയ. ഇപ്പം നിങ്ങൾ നോക്കുകയാണെങ്കിൽ 1176 ഓക്കെ, റൗണ്ട് ആയിട്ട് എടുക്കുക, 1176 2 ക്വാണ്ടിറ്റി ബൈ ചെയ്യാൻ ആളുണ്ട്. അപ്പോൾ എന്താണ്,
1776 എന്താണ് 11 ക്വാണ്ടിറ്റി സെല്ല് ചെയ്യാനും ആളുണ്ട്. ഓക്കെ, അപ്പം എന്താണ് സ്പ്രെഡ് തമ്മിൽ വലിയ ഡിഫറൻസ് ഇല്ല. 1176.25 5 ക്വാണ്ടിറ്റി ബൈ ചെയ്യാൻ ആളുണ്ട്. 1176.4 8 ക്വാണ്ടിറ്റി സെല്ല് ചെയ്യാൻ ആളുണ്ട്. 1176.1 ഒരു ക്വാണ്ടിറ്റി ബൈ ചെയ്യാൻ ആളുണ്ട്. 1176 45 ക്വാണ്ടിറ്റി സെല്ല് ചെയ്യാൻ ആളുണ്ട്. ഇപ്പോൾ ഇവിടെ മനസ്സിലാക്കുക എന്താണ്, ഇത് ഹൈലി ലിക്വിഡിറ്റി ആയിട്ടുള്ള ഒരു സ്റ്റോക്കാണ്. കാരണം എന്താണ്, ആസ്ക് പ്രൈസും ബിഡ് പ്രൈസും തമ്മിൽ എന്താണ് ചെറിയ ഡിഫറൻസേ ഉള്ളൂ. 1ൻ്റെ ഡിഫറൻസ് ഇല്ല, 0.5. അതുകൊണ്ട് തന്നെ എന്താ, ഇത് നാരോ സ്പ്രെഡാണ്. നാരോ സ്പ്രെഡ് എന്ന് പറയുമ്പോൾ ഹൈ ലിക്വിഡിറ്റി. ആക്ച്വലി എന്താണ്, ആക്സിസ് ബാങ്കിൻ്റെ മാർക്കറ്റ് ഡെപ്താണ് ഞാനിവിടെ കാണിച്ചത്. ഓക്കെ, ഹൈ ലിക്വിഡിറ്റി സ്റ്റോക്സ് തിരഞ്ഞെടുക്കുക. ഓക്കെ, ഇനി ഞാൻ പറയാൻ വേണ്ടി പോകുന്ന കാര്യം മനസ്സിലാക്കുക. ഓക്കെ, ഇപ്പം ഞാൻ ഇത്രയും 2 ടോപ്പിക്കാണ് പറഞ്ഞത്. എന്താണ്, ഓർഡർ മാച്ചിങ് മെക്കാനിസം സിസ്റ്റം, അതുപോലെ തന്നെ സ്പ്രെഡ് പ്ലസ് ലിക്വിഡിറ്റി. നിങ്ങൾക്ക് ഇത് മനസ്സിലായില്ലെങ്കിൽ ദയവ് ചെയ്ത് ഒന്നുകൂടി പോയിട്ട് റിപ്ലൈ കാണുക, അല്ലെങ്കിൽ എന്താണ് ഒന്നുകൂടി ബാക്ക് അടിച്ച് കാണുക. കാരണം ഇത് നിങ്ങൾ മനസ്സിൽ ആ ഒരു രീതിയിൽ വെച്ചിട്ട് വേണം ഇനി മുന്നോട്ടേക്ക് ഞാൻ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കാം. അതുകൊണ്ട് ഇത് മുഴുവനായിട്ട് മനസ്സിലായെന്ന് ഉറപ്പ് വന്നാൽ മാത്രമേ ഇനി മുന്നോട്ടേക്ക് കാണാൻ പറ്റൂ. ഓക്കെ, അപ്പോഴാണ്, അല്ലെങ്കിൽ ടോട്ടലി കൺഫ്യൂസ് ആവും. ഓക്കെ, അപ്പോൾ എന്താണ്, ഞാൻ ഇപ്പം പറഞ്ഞ ഈ ഒരു 4 സ്ലൈഡും ഒന്നുകൂടി റിവൈൻഡ് ചെയ്ത് കാണുക, അല്ലാത്തവർ മുന്നോട്ടേക്ക് പോവുക. ഇനി നമ്മളുടെ 3ാമത്തെ ടോപ്പിക്കിലേക്ക് പോവാം. ഓക്കെ, ഇപ്പം എന്താണ്, ഓർഡർ മാച്ചിങ് മെക്കാനിസവും സ്പ്രെഡ് പ്ലസ് ലിക്വിഡിറ്റിയും പറഞ്ഞ സ്ഥിതിക്ക് നമ്മളുടെ 3ാമത്തായിട്ടുള്ള മാർക്കറ്റ് മാനിപ്പുലേഷൻ, മേജർ ടൈപ്സ് ഓഫ് മാർക്കറ്റ് മാനിപ്പുലേഷൻ, അത് പറയുന്നതിന് മുന്നേ ഒന്നുകൂടി നമ്മൾ പറയാണ് മാർക്കറ്റിൽ പാർട്ടിസിപ്പൻസ് 2 തരത്തിലുണ്ട്. റീറ്റെയിലേഴ്സും ഇൻസ്റ്റിറ്റ്യൂഷൻസും. റീറ്റെയിലേഴ്സ് തന്നെ ഒന്നും അറിയാത്ത ആളുകൾ, കുറച്ചറിയുന്ന ആളുകൾ, ഒരുപാട് അറിയുന്ന ആളുകൾ, അങ്ങനെ തന്നെ ഒരുപാട് കാറ്റഗറി ഉണ്ട്. ഇവരൊക്കെ നമ്മൾ റീറ്റെയിലേഴ്സ് ഇൻഡിവിജ്വൽസ് ആയിട്ട് നോക്കുന്നു. അതുപോലെ തന്നെ ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ തന്നെ നമുക്ക് എന്താണ്, ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ് കൂടുതലും. അതുപോലെ തന്നെ DIS FIS, ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ്, ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ്. ഇവിടെ നമ്മൾ നോക്കിയ എന്താണ്, ഈസി എക്സിക്യൂഷൻ. റീറ്റെയിലേഴ്സിന് എപ്പോഴും എന്താണ്, ഈസി എക്സിക്യൂഷൻ ആണ്. ഇൻസ്റ്റിറ്റ്യൂഷന് നോട്ട് ആൻ ഈസി ടാസ്ക് അല്ല എന്ന് പറയുന്നതിൻ്റെ കാര്യം എന്താണ്, നിങ്ങൾ ജസ്റ്റ് ഇതൊന്ന് വായിച്ചു നോക്കുക. ഞാൻ എന്തായാലും ഇത് വായിച്ച് ടൈം പോക്കുന്നില്ല, സിമ്പിളായിട്ട് പറയാം. ഒരു റീറ്റെയിലറുടെ കപ്പാസിറ്റി ഓഫ് ബൈയിങ് അല്ലെങ്കിൽ കപ്പാസിറ്റി ഓഫ് സെല്ലിംഗ് എന്ന് പറയുന്നത് ലിമിറ്റഡ് ആയിരിക്കും. ഓക്കെ, നമ്മളിപ്പോൾ ഒരു ഷെയർ വാങ്ങാമെന്ന് പറഞ്ഞാൽ 100 ഷെയർ, 10 ഷെയർ, 100 ഷെയർ, 1000 ഷെയർ, 10000 ഷെയർ, അങ്ങനെ ആ ഒരു ലെവലിലായിരിക്കും. ഓക്കെ, ആയിരങ്ങളിലായിരിക്കും നമ്മളുടെ കൂടുതലും ഒരു റീറ്റെയിലർ മെജോറിറ്റി. അതുകൊണ്ട് തന്നെ എന്താണ്, നമുക്കൊരു 1000 ഷെയർ വാങ്ങാനുണ്ടെങ്കിൽ 1000 ഷെയർ വിൽക്കാനും ആളുണ്ടാവും. ഓക്കെ, അപ്പോൾ എന്താണ്, നമ്മളുടെ എക്സിക്യൂഷൻ പെട്ടെന്ന് നടക്കും. നമുക്ക് നമ്മളുടെ പ്ലാറ്റ്ഫോം വഴി ഓർഡർ പ്ലേസിങ്ങും നടക്കും, ഓർഡർ മാച്ചിങ്ങും നടക്കും, പെട്ടെന്ന് പരിപാടി കഴിയും. ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ വ്യൂ പോയിന്റിൽ നിങ്ങൾ റീറ്റെയിൽ ചിന്താഗതിയിൽ നിന്ന് മാറിയിട്ട് ഇൻസ്റ്റിറ്റ്യൂഷണലിൻ്റെ ആ ഒരു മൈൻഡ് സെറ്റിൽ ചോദിക്കുക, അവർക്ക് ഒരുപാട് മില്യൺസ് ഓഫ് ഓർഡേഴ്സ് വേണം. ഇവിടെ 1000 ക്വാണ്ടിറ്റിയാണ് ബൈ ചെയ്യുന്നതെങ്കിൽ ഇവിടെ 10 ലാക്ക് ഷെയർസ് ആയിരിക്കും ഇവർക്ക് ബൈ ചെയ്യേണ്ടി വരിക. ഓക്കെ, അപ്പം എന്താണ്, എപ്പോഴും ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ അവർക്ക് 10 ലാക്ക് ബൈ ചെയ്യണമെങ്കിൽ ഓർഡർ കളക്ഷനായി, ഓർഡർ മാച്ചിങ് ആവണമെങ്കിൽ 10 ലാക്ക് സെൽ ഓർഡറും വേണം, എന്നാലേ മാച്ച് ആവും. കറസ്പോണ്ടിങ് ആയിട്ട് ഓർഡേഴ്സ് വേണം. 10 ലാക്ക് ബൈ ഓർഡർ വേണമെങ്കിൽ 10 ലാക്ക് സെൽ ഓർഡർ വേണം. അപ്പോൾ അത് തമ്മിൽ മാച്ച് ആവുമ്പോൾ ആ ഒരു ഓർഡർ മാച്ചിങ് സിസ്റ്റം കംപ്ലീറ്റ് ആവുമ്പോഴേ അവരുടെ എക്സിക്യൂഷൻ കഴിയൂ. ഓക്കെ, അതുകൊണ്ടാണ് നമ്മളിവിടെ റീറ്റെയിലേഴ്സിൻ്റെ എക്സിക്യൂഷൻ ഈസി എക്സിക്യൂഷനും ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ എക്സിക്യൂഷൻ നോട്ട് ആൻ ഈസി ടാസ്ക് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ റീറ്റെയിലേഴ്സിന് എക്സിക്യൂട്ട് ചെയ്യാൻ സിമ്പിൾ ആയതുകൊണ്ട് തന്നെ നമ്മളെന്താണ് ജസ്റ്റ് ലിമിറ്റ് ഓർഡറിലോ മാർക്കറ്റ് ഓർഡറിലോ അങ്ങ് വാങ്ങാം. ഈ ഇൻസ്റ്റിറ്റ്യൂഷന് അവരുടെ ഓർഡർ മാച്ചിങ് നടക്കണമെങ്കിൽ ഓർഡർ എക്സിക്യൂട്ട് ആവണമെങ്കിൽ ഇറ്റ്സ് നോട്ട് ആൻ ഈസി ടാസ്ക്. അതുകൊണ്ടാണ് അവർക്ക് മാനിപ്പുലേറ്റ് ചെയ്യേണ്ടി വരുന്നത്. അതുപോലെ തന്നെ ആൽഗോ ട്രേഡിങ്, ഡാർക്ക് പൂൾസ്, സ്പ്ലിറ്റിംഗ് ഓർഡേഴ്സ് ഇൻ ദ ഫോം ഓഫ് അക്യുമുലേഷൻ, ഈ രീതിയിലൊക്കെ ചെയ്യേണ്ടതായിട്ട് വരുന്നത്. ആദ്യം മനസ്സിലാക്കുക, അവർ മാനിപ്പുലേറ്റ് ചെയ്യുന്നത് എന്തിനാണെന്നറിയോ? അവർക്ക് ഓർഡർ കിട്ടാൻ. ഓക്കെ, അവർക്ക് ഓർഡർ ബിൽഡ് ചെയ്യാൻ, അതുപോലെ ഓർഡർ എടുത്തു കഴിഞ്ഞതിന് ശേഷം ആ ഓർഡർ
എക്സിക്യൂട്ടായി അത് ടാർഗറ്റിൽ എത്തുന്നത് വരെ ആ ഒരു ആ ഒരു ആ ഒരു പൊസിഷനെ പ്രൊട്ടക്റ്റ് ചെയ്യാനും ഇതിനെല്ലാം വേണ്ടിയിട്ട് പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് മാനിപ്പുലേറ്റ് ചെയ്യുന്നത്. മാനിപ്പുലേറ്റ് ചെയ്യാതിരിക്കാൻ കഴിയില്ല. ഓക്കെ, നിങ്ങൾ ആലോചിച്ച് നോക്കുക, 10 lakh ബൈ ഓർഡർ നമുക്ക് ചെയ്യണമെന്നുണ്ട്. 10 lakh സെൽ ഓർഡർ ഇല്ലെങ്കിൽ എങ്ങനെയെങ്കിലും സെൽ ഓർഡർ അവിടെ ക്രിയേറ്റ് ചെയ്യണം. അല്ലാതെ 10 lakh സെൽ ഓർഡർ ആവുന്നത് വരെ വെച്ചിരുന്നാൽ ആവൽ ഉണ്ടാവില്ല, ചിലപ്പോൾ ഒരുപാട് കഴിഞ്ഞിട്ടാണ്. അപ്പം എന്താണ്, കൃത്രിമമായിട്ട് എന്ത് ചെയ്യും, കാര്യങ്ങൾ ചെയ്യും. എന്ത് ചെയ്യും, അല്ലാതെ വേറെ ഒരു നിർവാഹവും ഇല്ല. എന്താണ്, മാനിപ്പുലേറ്റ് ചെയ്തേ നിവർത്തിയുള്ളൂ. മനസ്സിലാക്കുക. അപ്പോൾ നമ്മൾ ഓർഡർ കളക്ഷനും ഓർഡർ മാച്ചിങ്ങും നമ്മളൊരു റീറ്റെയിൽ പോയിന്റ് ഓഫ് വ്യൂ പറഞ്ഞു. ഇനി ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ പോയിന്റ് ഓഫ് വ്യൂ നോക്കാം. ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷണൽ വ്യൂ പോയിന്റിൽ നോക്കാം. ഇൻസ്റ്റിറ്റ്യൂഷണൽ വ്യൂ പോയിന്റിൽ നോക്കുന്ന സമയത്ത് ക്വാണ്ടിറ്റി എല്ലാം നമ്മളെ ലാർജ് സ്കെയിലാണ് നമ്മൾ നോക്കുക. അത് മനസ്സിലാക്കുക. ബൈ 10 lakh ഷെയർസ് അറ്റ് 100. നമ്മൾ 50 ഷെയർ 100 രൂപയ്ക്ക് വാങ്ങാനാണ് നമ്മൾ. ഇവിടെ ഇവിടെ 10 ലക്ഷം ഷെയർ, ഈ കമ്പനി ഏതും ആയിക്കോട്ടെ, 10 ലക്ഷം ഷെയർ നിങ്ങൾ നോക്കുക. 10 lakh ഷെയർ 100 രൂപയ്ക്ക് ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ വാങ്ങാൻ പ്ലാൻ ഇടുകയാണെന്ന് വിചാരിക്കുക. ഓക്കെ, ബൈ ആണ്. അപ്പം എന്താണ്, ഇവിടെ ബിഡ് പ്രൈസ് എന്ന് പറയുന്നത് എത്രയാണ്, 100. ഓക്കെ, 100. ഇപ്പം എന്താണ്, ഓർഡർ കളക്ഷൻ നടന്ന് ഓർഡർ മാച്ചിങ് നടക്കുമോ? നടക്കില്ല. കൂടുതൽ സമയം നടക്കാതെ ആവും. ഓക്കെ, കാരണം എന്താണ്, ആ 100 രൂപയിൽ 10 lakh സെല്ല് ചെയ്യാൻ അവിടെ ആൾ ഉണ്ടാവാൻ ചാൻസ് ഇല്ല. ഇപ്പം നിങ്ങൾ നോക്കുകയാണെങ്കിൽ എന്താണ്, 103-ൽ 4 ലക്ഷം ഷെയർസ് സെല്ല് ചെയ്യാൻ ആളുണ്ട്. ഓക്കെ, നിങ്ങൾ അതിന് മുന്നേ അവിടെ നോക്കുക, 10 lakh ഷെയർസ് 100 റുപ്പീസിന് അവിടെ ഓർഡർ കളക്ഷൻ നടന്നു. ഇനി എക്സിക്യൂട്ട് ആവണമെങ്കിൽ എന്താണ്, 10 lakh സെൽ ഓർഡേഴ്സ് വേണം ആ സെയിം സ്ഥലത്ത് ഓർഡർ മാച്ചിങ് നടക്കണമെങ്കിൽ. ഇപ്പം നിങ്ങൾ നോക്കുകയാണെങ്കിൽ നമ്മൾ പറഞ്ഞ പോലെ 100 റുപ്പീസിന് 10 lakh ഷെയർസ് വാങ്ങണം എന്നാണ്. ഇവിടെ 100 റുപ്പീസിന് എന്താണ്, 100 റുപ്പീസിന് 5 lakh അവൈലബിൾ ആയിട്ടുള്ളൂ. എന്തു ചെയ്യും, 10 ലക്ഷം വാങ്ങണം, അതിൽ 5 ലക്ഷവും കിട്ടി. ഇനി എന്ത് ചെയ്യണം, ഇനി അവിടെ ഓർഡർ ഇല്ല. ഓർഡർ ഉള്ളത് എവിടെയാണ്, അതിൻ്റെ മുകളിലേക്കോ താഴേക്കോ ആണ്. ഇപ്പം നിങ്ങൾ നോക്കുകയാണെങ്കിൽ 103-ൽ 4 ലക്ഷം ഷെയർ ഉണ്ട്. വാങ്ങുമോ? വാങ്ങില്ല. കാരണം എന്താണ്, അവരുദ്ദേശിച്ചതിനേക്കാൾ വലിയ പ്രൈസാണത്. 105-ൽ എന്താണ്, 2 ലക്ഷം ഷെയർ ഉണ്ട്. പോയി അതെടുക്കുമോ? ഇല്ല, അതിനും വാങ്ങില്ല. കാരണം എന്ത് ചെയ്യും, പ്രൈസിനെ താഴേക്ക് കൊണ്ടുവരും. എന്തിനാണ്, 98-ൽ 2 ലക്ഷം ഷെയർസ് സെല്ല് ചെയ്യാനുണ്ട്, പ്രൈസിനെ താഴേക്ക് കൊണ്ടുവരും. 96-ൽ എന്ത് ചെയ്യും, 2 ലക്ഷം ഷെയർസ് സെല്ല് ചെയ്യാനുണ്ട്. 95-ൽ 1 lakh ഷെയർ സെല്ല് ചെയ്യാനുണ്ട്. ഇപ്പം എന്താണ്, നിങ്ങൾ നോക്കുക, സോറി, നിങ്ങൾ ഇത് നോക്കണ്ട. ഓക്കെ, അപ്പം എന്താണ്, 100 രൂപയ്ക്ക് 5 lakh ഷെയർ വാങ്ങി, 5 + 98-ൽ 2 ലക്ഷം ഷെയർ ആ ഒരു സെൽ ഓർഡർ എടുത്ത് ബൈ ഓർഡർ ആക്കി. അതുപോലെ 96-ൽ 2 lakh ഷെയർ ഉണ്ട്, അതും സെൽ ഓർഡർ ബൈ ഓർഡർ ആക്കി മാറ്റി. 95-ൽ 1 lakh ഉണ്ട്, അതും സെല്ലാക്കി. ഇപ്പം എന്താണ്, ടോട്ടലി 10 lakh അവർക്ക് എന്തായി, 10 lakh അവർക്ക് ഓർഡർ മാച്ചായി. എന്താണ്, ഓർഡർ മാച്ച് ആവാൻ എന്ത് ചെയ്തു, അവർ പ്രൈസിനെ 100-ൽ നിന്ന് 95-ലേക്ക് ഇറക്കി, താഴേക്ക് കൊണ്ടുവന്ന്. കാരണം എന്താ, ഒറ്റയടിക്ക് ഓർഡർ മാച്ച് ആവാത്തത് കൊണ്ട് തന്നെ താഴേക്ക് എവിടെയാണോ സെൽ ഓർഡർ ഉള്ളത് അവിടേക്ക് പ്രൈസിനെ താഴെ കൊണ്ടുവന്ന്. അപ്പോഴാണ് അവിടെ ഓർഡർ മാച്ചിങ് നടന്നത്. ഓർഡർ മാച്ചിങ് നടന്നു. നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക. എന്താണ്, 100-ൽ 5 lakh ഷെയർസേ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ളൂ. 98-ൽ 2 lakh ഷെയർ ഉണ്ട്, 96-ൽ 2 lakh ഷെയർ ഉണ്ട്, 95-ൽ 1 lakh ഷെയർ ഉണ്ട്. ഇനി നിങ്ങൾ ഈ ഗ്രാഫ് നോക്കുക, പ്രൈസ് ഉള്ളത് ഇവിടെയാണ്. പ്രൈസിന് എന്താണ്, 100-ലാണ് പ്രൈസ് ഉള്ളത്. പ്രൈസിന് എന്ത് ചെയ്തു, 95-ലേക്ക് കൊണ്ടുവന്നു. ഓക്കെ, ഈ താഴേക്ക് ഇറക്കുന്നത് എന്തിനാണ്, ഓർഡർ മാച്ചിങ് ആവാനാണ്. ഓക്കെ, പ്രൈസിനെ താഴേക്ക് കൊണ്ടുവരുന്നത് ഓർഡർ മാച്ചിങ് ആവാനും അതുപോലെ ഒരു ഡിസ്കൗണ്ടഡ് എൻട്രി കിട്ടി അവർക്ക്. കാരണം എന്താ, 100-ൽ 10 lakh ഉള്ളതിനേക്കാൾ ബെറ്റർ അല്ലേ 95-ൽ ഓർഡർ ഫില്ലാവുന്നത്. 95-ലാണ് അവരുടെ ആക്ച്വൽ ഓർഡർ കംപ്ലീഷൻ നടന്നത്. അപ്പോൾ എന്താണ്, കറൻറ്റ് മാർക്കറ്റ് പ്രൈസിൽ നിന്നും കുറച്ചുകൂടി ഡിസ്കൗണ്ടഡ് പ്രൈസിന് അവർക്ക് കിട്ടി. അതാണ് പറയുന്നത്, ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ബൈയിങ് ആണ് അവരുടെ ഇൻറ്റൻറ്റ് എങ്കിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ, നിങ്ങൾ ഇവിടേക്ക് നോക്കണ്ട. ഓക്കെ, ഇത് 5L ആണ്.
എൻ്റെ 6L ആയി പോയതാണ്. ഓക്കെ, ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഇൻറ്റൻറ്റ് എന്ന് പറയുന്നത് ബയ്യിങ് ആണെങ്കിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ഒരു സ്റ്റോക്കിലോ ഓപ്ഷൻ ചെയ്യില്ല, ഓപ്ഷൻ വിടുക, ഒരു സ്റ്റോക്കിലോ ഒരു കൊമോഡിറ്റിയിലോ ഫ്യൂച്ചേഴ്സിലോ ബൈ പോവാനാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ അവരെന്തു ചെയ്യും? കറൻറ്റ് പ്രൈസിൽ നിന്ന് പ്രൈസിനെ താഴേക്ക് കൊണ്ടുവരും. ഈ താഴേക്ക് കൊണ്ടുവരുന്നതിൻ്റെ രണ്ട് കാര്യം എന്ന് പറഞ്ഞാൽ, ഒന്ന് ഓർഡർ മാച്ചിങ് ആവാൻ അവർക്ക് എത്രത്തോളം ബൈ വേണം അത്രത്തോളം സെല്ല് കാരണം 10 ലാക്ക് ഷെയറാണ് അവർ ബൈ ചെയ്യാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ 10 ലാക്ക് ഓർഡർ മാച്ചിങ്, ആ ഒരു 10 ലാക്ക് ബൈ ഓർഡറിന് 10 ലാക്ക് സെൽ ഓർഡർ മാച്ച് ആവുന്നത് വരെ താഴേക്ക് കൊണ്ടുവരും. അതുകൊണ്ട് തന്നെ അവർക്ക് ഡിസ്കൗണ്ട് പ്രൈസിനും കിട്ടും. ആയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും? തിരിച്ച് മാർക്കറ്റ് മുകളിലേക്ക് പമ്പ് ചെയ്യും. എന്ത് ചെയ്യും? മാർക്കറ്റ് അഗ്രസീവായിട്ട് മാർക്കറ്റ് മുകളിലേക്ക് പോകും. ഇപ്പം എന്താണ് റീറ്റെയിലേഴ്സ് നിങ്ങൾ നോക്കുക, ഈ ഒരു 100-ൽ നിന്ന് പ്രൈസ് 95-ലേക്ക് വരുന്ന സമയത്ത് റീറ്റെയിൽ ചിന്താഗതി എന്താണ്? അയ്യവാ പ്രൈസ് താഴേക്ക്. ആക്ച്വലി പ്രൈസ് താഴേക്ക് പോകുന്നത് എന്തിനാണ്? ഇൻസ്റ്റിറ്റ്യൂഷണൽ ഓർഡേഴ്സ് മാച്ച് ആവാൻ വേണ്ടിയിട്ടാണ്. നമ്മളെന്താ ചെയ്യും? നമ്മൾ അപ്പോഴേക്ക് പറഞ്ഞ് പബ്ലിക് സ്പ്രെഡ് ചെയ്ത് എന്ത് പറയും? പ്രൈസ് 100-ന്ന് 95-ലേക്ക് പോകുന്നു, സെല്ല് ചെയ്തോ, പേടിച്ചോ. ഓക്കെ, അപ്പം നമ്മളെന്ത് ചെയ്യും? നമ്മൾ സെല്ല് ചെയ്യുന്നതിനനുസരിച്ച് എന്ത് ചെയ്യും? ഓക്കെ, നമ്മളെന്ത് ചെയ്യും? പാനിക്കായിട്ട് ഒരുപാട് പേര് സെല്ല് ചെയ്യും. അല്ലാത്ത ആൾക്കാർ ഇൻട്രാഡേ ബേസിൽ സെല്ല് ചെയ്യും. ഇവരുടെയൊക്കെ സ്റ്റോപ്പ് ലോസും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ മുകളിലുണ്ടാവും. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് മാർക്കറ്റ് മുകളിൽ പോകുമ്പോൾ ഈ സെല്ല് ചെയ്ത ആളുകളുടെ ബൈ ടക്കടക്കേന്ന് പറഞ്ഞാൽ അടിച്ചു പോകും മാർക്കറ്റ്. അതാണ് ഡിസ്പ്ലേസ്മെൻറ്റ്, പെട്ടെന്ന് മാർക്കറ്റ് മുകളിലേക്ക് പോകുന്നത്. ഇപ്പോൾ സിമ്പിളായിട്ട് കാര്യം മനസ്സിലാക്കാം. ഒരു ഇൻസ്റ്റിറ്റ്യൂഷന് 100-ൽ 5 ഷെയർ, 98-ൽ 2 ഷെയർ, 96-ൽ 2, കാരണം എന്താ? മുകളിലേക്ക് നോക്കാത്തതിൻ്റെ കാര്യം എന്താ? ഇപ്പം നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഈ 100-ൽ 5 ഷെയർ, 100-ൽ 5 ലാക്ക് ഷെയർ, 103-ൽ 4 ലാക്ക് ഷെയർ, 105-ൽ. അപ്പം എന്താണ്? 100-ൽ എക്സിക്യൂട്ട് ചെയ്ത് വരുമ്പോൾ 105-ലായിരിക്കും അവരുടെ എൻട്രി. അവരെന്താണ്? അവർ ഉദ്ദേശിച്ച പ്രൈസിനേക്കാൾ കൂടുതൽ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനും അവർ ഉദ്ദേശിച്ച പ്രൈസിൻ്റെ മുകളിൽ ബൈ ചെയ്യില്ല. എപ്പോഴും ഡിസ്കൗണ്ടിൽ നിന്ന് ബൈ ചെയ്യൂ. ശ്രദ്ധിച്ചേക്കുക, ഡിസ്കൗണ്ടിൽ നിന്നേ ബൈ ചെയ്യൂ. കാരണം എന്താണ്? അവർക്ക് ഡിസ്കൗണ്ടിൽ നിന്ന് ബൈ ചെയ്താലേ അവർക്ക് മാക്സിമം പ്രോഫിറ്റ് കിട്ടൂ. അല്ലാതെ നമ്മളെ പോലെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത് പ്രൈസ് വന്ന് പ്രൈസ് റിവേഴ്സ് ചെയ്ത് ഒരുപാട് മുകളിലെത്തി റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യുമ്പോഴാണ് നമ്മൾ എൻട്രി എടുക്കാൻ മണ്ടന്മാർ. ഓക്കെ, അവരെന്താണ്? അവരെവിടെ നിന്നാണ് പ്രൈസ് റിവേഴ്സ് ആവുന്നത്? എപ്പോഴും ഒരു ഡിസ്കൗണ്ട് നിന്നായിരിക്കും എൻട്രി എടുക്കുക. ഡിസ്കൗണ്ടിൽ നിന്ന് എൻട്രി എടുത്തിട്ട് പ്രീമിയത്ത് കൊണ്ടുപോയി വിൽക്കും. പ്രീമിയത്തിൽ വിറ്റിട്ട് ഡിസ്കൗണ്ട് കൊണ്ടുപോയി സെല്ല് ചെയ്യും. അതാണ് അവരുടെ സ്ട്രാറ്റജി. നമ്മൾ ഓപ്പോസിറ്റാണ്. നമ്മൾ ബൈ ചെയ്യുന്നത് സെല്ലേഴ്സ് ഉള്ള ഏരിയയും സെല്ല് ചെയ്യുന്നത് ബയ്യേഴ്സ് ഉള്ള ഏരിയയും ആണ്. അത് എപ്പോഴും അങ്ങനെ തന്നെയാണ്. ഓക്കെ, അപ്പോൾ അത് മനസ്സിലാക്കാൻ ആർക്കും താല്പര്യമില്ല. എല്ലാവരും ബ്രേക്ക്ഔട്ടിൻ്റെ പിന്നാലെയാണ് പോകുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ്? ഇൻസ്റ്റിറ്റ്യൂഷണൽ ഓർഡർ മാച്ചിങ് ബയ്യിങ് സെനാരിയോ മനസ്സിലായി. ചാർട്ടിൽ ഈ ഒരു എക്സാമ്പിൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിച്ചുകൊണ്ട് നമുക്ക് എന്താണ് സെൽ സെനാരിയോ നോക്കാം. സെൽ, അപ്പോൾ നമ്മൾ ബൈ സെനാരിയോ പറഞ്ഞ സ്ഥിതിക്ക് സെൽ സെനാരിയോ പറയാണ്. ഓക്കെ, ഇപ്പോൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ 10 ലാക്ക് ഷെയർസ് തന്നെയാണ് നമ്മൾ ഇവിടെ എടുക്കുന്നത്. 10 ലാക്ക് ഷെയർസ് സെല്ലിംഗ് ആണ് ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ചെയ്യുന്നത്. ഓക്കെ, സെൽ എൻട്രി അഥവാ ഷോർട്ട് എൻട്രി ആണ് ചെയ്യുന്നത് അറ്റ് ₹100. അപ്പോൾ ഇവിടുത്തെ ആസ്ക് പ്രൈസ് എത്രയാണ്? 100. ഇനി നമുക്ക് ബിഡ് പ്രൈസുകൾ നോക്കാം. ഓക്കെ, അപ്പോൾ എന്താണ്? ഇപ്പം ഒന്നുകൂടി നോക്കൂ, സെല്ല് ചെയ്യാണ് 10 ലാക്ക് ഷെയർസ് അറ്റ് ₹100. അപ്പോൾ എന്താണ്? ഓർഡർ കളക്ഷൻ സംഭവിച്ചു. എക്സിക്യൂട്ട് ആവണമെങ്കിൽ ഓർഡർ മാച്ചിങ് നടക്കണ്ടേ? ഓർഡർ മാച്ചിങ് നടക്കണം. 10 ലാക്ക് ഷെയർസ് സെല്ല് ചെയ്യുകയാണെങ്കിൽ 10 ലാക്ക് ബൈ ഓർഡേഴ്സ് അവിടെ വേണം. അപ്പോഴേ ഓർഡർ മാച്ചിങ് ആവൂ. ഓർഡർ മാച്ചിങ് ആയാലേ എക്സിക്യൂഷൻ ഓഫ് ട്രേഡ് നടക്കൂ. എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ നമ്മളുടെ ഇൻസ്റ്റിറ്റ്യൂഷൻ, നമ്മളൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ ഫേം നടത്തുകയാണെന്ന് വിചാരിക്കുക. നമ്മൾ ഉദ്ദേശിക്കുന്ന സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത് എന്താണ്? 100 രൂപയാണ്. ആ 100 രൂപയിൽ എന്താണ് 10 ലാക്ക് സെല്ല് ചെയ്യണമെങ്കിൽ എന്താണ്? അവിടെ 10 ലാക്ക് ബൈ ഓർഡർ വേണം. ഇവിടെ 4 ലാക്കേ ഉള്ളൂ. ഇവിടെ എന്താണ്? 4 ലാക്കേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ എന്താണ്? താഴേക്ക് നോക്കുകയാണെങ്കിൽ 3 ലാക്ക് ഉണ്ട്, 4 ലാക്ക് ഉണ്ട്. മുകളിലേക്ക് വേണമെങ്കിൽ 2 ലാക്ക് ഉണ്ട്. അപ്പോൾ എന്താണ്? നമ്മളെപ്പോഴും എന്താണ്? ഒരു സെല്ല് ചെയ്യുകയാണെങ്കിൽ എപ്പോഴും എന്താ വിചാരിക്കുക? വലിയ വിലയ്ക്ക് വിൽക്കുമ്പോഴേ നമുക്ക് ലാഭം കിട്ടൂ. സെല്ലിങ് അങ്ങനെയാണ് അല്ലേ? നിങ്ങളൊരു ബൈക്ക് വിൽക്കുകയാണെങ്കിൽ എന്താണ്? എൻ്റെ കയ്യിലൊരു ബൈക്കുണ്ട്. ഒരു 2 ദിവസം കൂടി കഴിഞ്ഞാൽ ആ ഒരു ബൈക്കിന് കുറച്ചുകൂടി വില കൂടുന്നുണ്ടെങ്കിൽ നമ്മളെ 2 ദിവസം കാത്തു നിൽക്കൂലേ? നിങ്ങൾ സിമ്പിളായിട്ട് കാര്യം മനസ്സിലാക്കുക. ഞാനൊരു വീട് വിൽക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. ആ വീടിൻ്റെ അടുത്ത് ഒരു ഹൈവേ വരുന്നുണ്ട് 6 മാസം എന്ന് പറഞ്ഞാൽ നമ്മളെന്ത് ചെയ്യും?
ഒന്ന് കാത്തു നിൽക്കും. ആ ഒരു 6 മാസം കഴിഞ്ഞാൽ ചിലപ്പം ഇപ്പം കിട്ടുന്നതിനേക്കാൾ ഡബിൾ വിലയ്ക്ക് കിട്ടും. അപ്പം എന്താണ്, കൂടിയ പ്രൈസിന് എനിക്ക് വിൽക്കാം. അപ്പം നോക്കുകയാണെങ്കിൽ എന്താ, 100 റുപ്പീസ് എന്ന് പറയും, അല്ല 100 റുപ്പീസിന് 4 ലാക്കേ ഉള്ളൂ. അപ്പം എന്താണ്, നമുക്ക് 6 ലാക്ക് സെൽ ഓർഡർ ബൈ ഓർഡർ വേണം ഇനി. അപ്പം എന്ത് ചെയ്യും, പ്രൈസിനെ മുകളിലേക്ക് കൊണ്ടുപോകും. 102 2 ലാക്കും 104 1 ലാക്കും 3 ലാക്ക് 105 കളക്ട് ചെയ്ത് എന്ത് ചെയ്യും, 10 ലാക്ക് സെല്ല് ചെയ്യാൻ വേണ്ട 10 ലാക്ക് ബൈ ഓർഡർ കണക്ട് ചെയ്യും. നോക്കൂ നിങ്ങൾ, 4 ലാക്ക് 2 ലാക്ക് 1 ലാക്ക് 3 ലാക്ക് ഇതെല്ലാം കൂടി കണക്ട് ചെയ്യുന്ന സമയത്ത് എന്താവും, 10 ലാക്ക് ആവും. ഓർഡർ മാച്ച് ആയില്ലേ. അപ്പോൾ എന്താണ്, കറൻറ്റ് മാർക്കറ്റ് പ്രൈസ് ഇവിടെയാണ് നിൽക്കുന്നത്. നോക്ക് നിങ്ങൾ, കറൻറ്റ് മാർക്കറ്റ് പ്രൈസ് 100-ലാണ്. പ്രൈസിന് എന്ത് ചെയ്യും, 105 കൊണ്ടുപോകും. 105 കൊണ്ടുപോകുമ്പോഴേ അവർക്ക് അവരുടെ ഓർഡർ മാച്ചിങ് കംപ്ലീറ്റ് ആവും. ഓർഡർ മാച്ചിങ് കംപ്ലീറ്റ് ആകുമ്പോഴായിരിക്കും ട്രേഡ് എക്സിക്യൂട്ട് ആവുക. അതിനുശേഷം പ്രൈസ് താഴേക്ക്. ഓക്കെ, ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായ എന്താണ്, ഓർഡർ മാച്ചിങ് ആവാനാണ് ഈ മൊമെൻ്റം മുകളിലേക്ക് ഇട്ടത്. അതുപോലെ തന്നെ കറൻറ്റ് മാർക്കറ്റ് പ്രൈസിൽ നിന്നും ഒരു പ്രീമിയം പ്രൈസിലേക്ക്, ഇൻസ്റ്റിറ്റ്യൂഷൻ വ്യൂ പോയിന്റിൽ പ്രീമിയം പ്രൈസിനെ സെല്ല് ചെയ്യൂ, ഡിസ്കൗണ്ട് പ്രൈസിനെ ബൈ ചെയ്യുന്നു, നേരത്തെ ഞാൻ പറഞ്ഞു. അതുപോലെ തന്നെ സെൽ സെനാരിയോ വരുമ്പോൾ പ്രൈസ് മുകളിലേക്ക് പോകുന്ന സമയത്ത് പ്രീമിയത്തിലായിരിക്കും സെല്ല് ചെയ്യുക. ഓക്കെ, നിങ്ങൾക്ക് ഈ കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ നെക്സ്റ്റ് സ്ലൈഡിലേക്ക് പോവാം. മാനിപ്പുലേഷൻ എല്ലാവർക്കും വേണ്ടത് മാനിപ്പുലേഷൻ. ഓക്കെ, മാർക്കറ്റിൻ്റെ മാനിപ്പുലേറ്റ്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ 2 സെനാരിയോയിലെ കാര്യങ്ങൾ മനസ്സിൽ വെക്കുക. എന്താണ്, ഒരു ഇൻസ്റ്റിറ്റ്യൂഷന് ഇൻറ്റൻറ്റ് ബൈയിങ് ആണെങ്കിൽ അവർ പ്രൈസിനെ താഴേക്ക് ഇറക്കും. എന്തിനാ താഴേക്ക് ഇറക്കുന്നത്, ആ താഴേക്ക് ഇറക്കുന്ന ലെഗാണ് മാനിപ്പുലേറ്റീവ് ലെഗ്. മാനിപ്പുലേറ്റീവ് ചെയ്യുന്നത് എന്തിനാണ്, ഓർഡർ മാച്ചിങ് ആവാനും ഡിസ്കൗണ്ട് പ്രൈസ് കിട്ടാനും. അതുപോലെ തന്നെ ഒരു സെൽ സെനാരിയോയിൽ പ്രൈസിനെ മുകളിലേക്ക് കയറ്റുന്നത് എന്തിനാണ്, ഓർഡർ മാച്ച് ആവാനും പ്രീമിയം പ്രൈസിൽ കിട്ടാനും. ഇപ്പോൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ മാനിപ്പുലേഷൻ. ഓക്കെ, എന്തുകൊണ്ടാണ് മാനിപ്പുലേഷൻ ചെയ്യുന്നത് നമ്മൾ പറഞ്ഞല്ലോ. ഇൻസ്റ്റിറ്റ്യൂഷണൽ ഓർഡർ മാച്ചിങ് എന്ന് പറയുന്നത് ഡിഫിക്കൽട്ടായിട്ടുള്ള ഒരു കാര്യമാണ്. അതിനായിട്ട് അവർക്ക് മാനിപ്പുലേഷൻ ചെയ്തേ നിവർത്തിയില്ല. ഇൻസ്റ്റിറ്റ്യൂഷൻസ് മാർക്കറ്റിലുണ്ടോ, അവിടെ മാനിപ്പുലേഷൻ ഉണ്ട്. പക്ഷെ മനസ്സിലാക്കുക, റൂൾ ബേസ്ഡ് മാനിപ്പുലേഷനെ സെബി സമ്മതിക്കൂ. ഓക്കെ, അതുകൊണ്ട് റൂൾ ബേസ് ആയിട്ടുള്ള ചെറിയ മാനിപ്പുലേഷൻസ് മാർക്കറ്റിലുണ്ടാകും. ഓക്കെ, ഇൻസ്റ്റിറ്റ്യൂഷൻസ് മാർക്കറ്റിലില്ലെങ്കിൽ ഇല്ലിക്വിഡിറ്റി ആയി മാറും. ലോ ലിക്വിഡിറ്റി ആയിട്ടുള്ള ഒരു മാർക്കറ്റായിട്ട് നമ്മളത് മാറും. അതുകൊണ്ട് ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്തായാലും ഈ ഒരു ഫീൽഡിൽ ഉണ്ടാവും, മാറില്ല. അതുകൊണ്ട് മാനിപ്പുലേഷൻ പഠിക്കുക എന്ന് പറയുന്നത് നമ്മളുടെ നിലനിൽപ്പിന് വേണ്ട കാര്യമാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ മാനിപ്പുലേഷൻസ് സ്റ്റോപ്പ് ഹണ്ട് അഥവാ ലിക്വിഡിറ്റി ഹണ്ട് എന്നും, അതുപോലെ ലിക്വിഡിറ്റി ക്രിയേഷൻ, അത് കഴിഞ്ഞിട്ട് അതിനെ ഹണ്ട് എന്നും പറയും. എന്താണ് സ്റ്റോപ്പ് ഹണ്ട് എന്ന് പറഞ്ഞാൽ, നമ്മൾ പറഞ്ഞ പോലെ സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ്, അതിനെ ലിക്വിഡിറ്റി ഹണ്ടും അതുപോലെ ലിക്വിഡിറ്റി ക്രിയേഷനും. ഇപ്പം ഈ സ്റ്റോപ്പ് ഹണ്ട് എന്ന് പറയുമ്പോൾ എന്താണ്, പ്രൈസിനെ താഴേക്ക് കൊണ്ടുവരുന്നത്. അപ്പം നിങ്ങൾ കറൻറ്റ് മാർക്കറ്റ് പ്രൈസിൽ നിന്ന് പ്രൈസിനെ താഴേക്ക് കൊണ്ടുവരുന്നത് എന്തിനാണ്, താഴെ സെൽ ഓർഡേഴ്സ് ഉണ്ട്, ബൈ ചെയ്തവന്മാരെ സെൽ ഓർഡേഴ്സ് ട്രിഗർ ചെയ്യാനാണ് വരുന്നത്. പ്രൈസ് സെൽ സെനാരിയോയിൽ മുകളിലേക്ക് പോകുന്നതിൻ്റെ കാര്യം എന്താണ്, സ്റ്റോപ്പ് ലോസ് എടുക്കാൻ. മുകളിൽ സെല്ല് ചെയ്തവന്മാരുടെ സ്റ്റോപ്പ് ലോസ് ആയിട്ട് എന്തുണ്ട്, ബൈ ഓർഡർ ഉണ്ട്, അതെടുക്കാനാണ് മാർക്കറ്റ് മുകളിലേക്ക് പോകുന്നത്. അതുപോലെ തന്നെ ലിക്വിഡിറ്റി ക്രിയേഷൻ എന്ന് പറയുമ്പോൾ എന്താണ്, അതെടുത്ത് കഴിഞ്ഞതിന് ശേഷവും ഇല്ലെങ്കിൽ എന്ന് വെച്ച് ലിക്വിഡിറ്റി എടുക്കുന്നതിനനുസരിച്ച് ഇങ്ങനെ താഴേക്ക് പോകാൻ പറ്റുമോ, അങ്ങനെയും പോകാൻ പറ്റില്ല. ഓക്കെ, ഒരു ലെവലിൽ താഴേക്ക് പോകുക എന്നല്ലാതെ ഒരു 1000 10,000 പോയിന്റ് അങ്ങ് താഴേക്കൊന്നും പോകുന്നില്ല. ഒരു ലെവലിൽ താഴേക്ക് പോയിട്ട് അവിടെ നിന്നും ലിക്വിഡിറ്റി ക്രിയേഷൻ ഓർഡർ മാച്ചിങ് നടന്നിട്ടില്ലെങ്കിൽ പിന്നെ ലിക്വിഡിറ്റി ക്രിയേറ്റ് ചെയ്യാൻ നിർവാഹമുള്ളൂ. അപ്പോൾ എന്താണ് സ്റ്റോപ്പ് ഹണ്ട്. ഫസ്റ്റ് ഇത് നോക്കുകയാണെങ്കിൽ ഇതാ സിമ്പിളായിട്ട് നോക്കുക. എ സ്റ്റോപ്പ് ഹണ്ട് ഓർ ലിക്വിഡിറ്റി ഹണ്ട് റെഫേഴ്സ് ടു എ മാർക്കറ്റ് മൂവ് വേർസ് ലാർജ് പ്ലേയേഴ്സ് ലൈക്ക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ട്രേഡേഴ്സ് ഓർ മാർക്കറ്റ് മേക്കേഴ്സ് intentionally push price to level where retail traders have placed their stop loss order. The object is to trigger these stops, creating surge of buying or selling activity, liquidity that can be capitalized on. എന്ന് വെച്ചാൽ എന്താണ്, സിമ്പിളായിട്ട് നേരത്തെ ഈ ഒരു ഇതിൽ പറഞ്ഞ സ്റ്റോപ്പ് ഹണ്ട് എന്ന് പറയുന്നത് എന്താണ്, നമ്മളുടെ റീറ്റെയിലേഴ്സിൻ്റെ സ്റ്റോപ്പ് ലോസ് ഓർഡേഴ്സ്, ബൈ സ്റ്റോപ്പ് ഓർഡർ, സെൽ സ്റ്റോപ്പ് ഓർഡേഴ്സ്. ലിക്വിഡിറ്റി പഠിക്കാത്തവർ ദയവ് ചെയ്ത് പ്ലേലിസ്റ്റ് പോയിട്ട് ലിക്വിഡിറ്റി പാർട്ട് 1 പാർട്ട് 2 ഒരുപാട് ലിക്വിഡിറ്റി വീഡിയോസ് ചെയ്യുന്നത് പോയി കാണാം. ഓക്കെ, അപ്പോൾ സ്റ്റോപ്പ് ഹണ്ട് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. നെക്സ്റ്റ് ലിക്വിഡിറ്റി ക്രിയേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, liquidity creation happens where the large players use strategies to generate sufficient trading volume, either by trading stop loss, enhancing traders to enhance the market, and create the unnecessary condition of them enter or exit large position without significant price move the market against themselves.
നമ്മൾ പറഞ്ഞ പോലെ തന്നെ എന്താണ്, റീറ്റെയിലേഴ്സിനെ ട്രാപ്പ് ചെയ്യുന്ന രണ്ട് കാര്യമാണിത്. ഓക്കെ, ഞാൻ ഇതുപോലെ ഡെഫിനിഷൻ ലെവലിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും നിങ്ങൾക്ക് കൂടുതലായിട്ട് മനസ്സിലാവില്ല. ചാർട്ട് വൈസ് കണ്ട് മനസ്സിലാക്കിയാലാണ് കൂടുതൽ മനസ്സിലാവുക. അപ്പോൾ എന്താണ്, പ്രാക്ടിക്കലിന് തന്നെ നമുക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കാം. ഓക്കെ, അപ്പോൾ സ്ലൈഡിലേക്ക് പോവുകയാണെങ്കിൽ എന്താണ്, നമുക്ക് സ്റ്റോപ്പ് ഹണ്ട്. ഓക്കെ, സ്റ്റോപ്പ് ഹണ്ട് ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ നമ്മൾ ഇപ്പോഴും പറഞ്ഞ പോലെ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻറ്റൻറ്റ് ബയ്യിങ് ആണെന്ന് വിചാരിക്കുക. ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇപ്പോഴത്തെ കറൻറ്റ് മാർക്കറ്റ് പ്രൈസ് എന്ന് പറയുന്നത് 200 രൂപയാണ്. ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻറ്റൻറ്റ് എന്ന് പറയുമ്പോൾ ഒരു ബയ്യിങ് തന്നെയാണെന്ന് വയ്ക്കുക. അവർക്ക് എന്താണ്, ബൈ ചെയ്യണമെങ്കിൽ സെൽ ഓർഡേഴ്സ് വേണം. ഓക്കെ, അപ്പോൾ സെൽ ഓർഡേഴ്സ് എവിടെയാണ് ഉള്ളത്? ഇപ്പോൾ ഉള്ളത് പ്രൈസ് 200-ലാണ്. 180-ലും 170-ലും രണ്ട് സ്വിങ് ലോസ് ഉണ്ട്. എന്താണ്, രണ്ട് സ്വിങ് ലോസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട, സ്വിങ് ലോന്ന് ഒരു റീറ്റെയിലർ ബൈ ചെയ്യും. അപ്പോൾ എന്താണ്, സിമ്പിളായിട്ട് ശ്രദ്ധിച്ച് മനസ്സിലാക്കുക, ലോജിക്ക് യൂസ് ചെയ്യുക. എന്താണ്, ഒരു ആൾ ബൈ ചെയ്താൽ അയാളുടെ സെൽ ഓർഡർ എവിടെയായിരിക്കും? ബൈ ചെയ്ത ആൾ ഒന്നെങ്കിൽ സ്വിങ് ലോൻ്റെ അല്ലെങ്കിൽ ലോൻ്റെ ഡേ ലോ, വീക്ക് ലോ, മന്ത് ലോ, അല്ലെങ്കിൽ എന്താണ് സപ്പോർട്ടിൻ്റെ താഴെ അല്ലെങ്കിൽ പുൾ ബാക്കിൻ്റെ താഴെ, അതൊക്കെ ലോയാണ്. അപ്പോൾ എന്താണ്, ഇതുപോലെ സ്വിങ് ലോൻ്റെ താഴെയായിരിക്കും അവൻ്റെ സ്റ്റോപ്പ് ലോസ് ഓർഡേഴ്സ്. അതുകൊണ്ട് തന്നെ എന്താണ്, സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റി പ്രൈസ് എന്ത് ചെയ്യും? പ്രൈസ് താഴേക്ക് വന്നിട്ട് 180-ന്നും 170-ന്നും ലിക്വിഡിറ്റി അങ്ങ് എടുക്കും. എന്നിട്ടാണ് തിരിച്ച് മാർക്കറ്റ് മുകളിലേക്ക് പോവുക. അതുകൊണ്ട് തന്നെ 200-ൽ നിന്ന് 180, 170-ലേക്ക് വരാൻ വേണ്ടിയിട്ട് ആ പ്രൈസ് കാണിച്ച ഈ ഒരു ഏരിയനെയാണ് നമ്മൾ മാനിപ്പുലേറ്റീവ് ലെഗ് എന്ന് പറയുന്നത്. എന്താണ് മാനിപ്പുലേറ്റീവ് ലെഗ് എന്ന് പറയുന്നത്? ഞാൻ പറഞ്ഞ ഒന്നും കൂടി ഞാൻ പറയുകയാണ്, ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻറ്റൻറ്റ് ബയ്യിങ് ആണെന്ന് വിചാരിക്കുക. ഇപ്പം അവർ ഇവിടെ നിന്നാണ് അവർ ബൈ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ അവർ ബൈ ഡിസിഷൻ എടുക്കുന്നത് അവിടെ നിന്നാണെങ്കിലും അവരുടെ എക്സിക്യൂഷൻ നടക്കുന്നത് അല്ലെങ്കിൽ എന്താണ്, അവർക്ക് അവരുടെ ഓർഡേഴ്സ് മാച്ച് ആവണം. 10 ലാക്ക് അല്ലെങ്കിൽ ഇനി 10 ലാക്ക് മാറ്റി പിടിക്കുക. ഒരു 20 ലാക്ക് ആണെങ്കിൽ അവർക്ക് ബൈ ചെയ്യണമെങ്കിൽ 20 ലാക്ക് സെൽ ഓർഡർ വേണം. ഓക്കെ, 200 രൂപയ്ക്ക് വാങ്ങാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ 200 രൂപയ്ക്ക് 20 ലാക്ക് സെൽ ഓർഡേഴ്സ് ഉണ്ടാവില്ല. അപ്പോൾ എന്താണ്, സെൽ ഓർഡേഴ്സ് എവിടെയാണ്? 180-ലും 170-ലും താഴെ ഉണ്ട്. ഈ സെൽ ഓർഡേഴ്സ് എന്ന് പറയുന്നത് എന്താണ്, റീറ്റെയിലേഴ്സിൻ്റെ ബൈ ഓർഡറിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള സെൽ ഓർഡർ, സ്റ്റോപ്പ് ലോസ് ഓർഡർ എന്ന് വെച്ചാൽ സ്റ്റോപ്പ് ലോസ് അടിക്കാത്തിടത്തോളം കാലം അത് പെൻഡിങ് ആയിട്ട് റെസ്റ്റിംഗ് ആയിട്ട് ഈ സ്വിങ് ലോൻ്റെ താഴെ നിൽക്കുകയാണ്. പ്രൈസിന് എന്ത് ചെയ്യും? ഈ ഏരിയയിലേക്ക് പ്രൈസിനെ താഴേക്ക് കൊണ്ടുവന്നിട്ട് ഈ സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റിനെ എല്ലാം അവർക്ക് വേണ്ട ബൈ ഓർഡറായിട്ട് കൺവേർട്ട് ചെയ്യും. അതിനുശേഷം പ്രൈസിനെ മുകളിലേക്ക് കൊണ്ടുപോകും. ഓക്കെ, അതുപോലെ തന്നെ എന്താണ്, പ്രൈസ് താഴേക്ക് വരുന്നത് കാണുമ്പോൾ ഒരുപാട് പേര് സെല്ല് ചെയ്യും. അതുപോലെ ഒരുപാട് പേര് സെല്ല് ചെയ്യാന്ന് പറഞ്ഞാൽ പൊസിഷൻ എക്സിറ്റ് ചെയ്യുന്ന സെല്ലിംഗ് അല്ല, ഇൻട്രാഡേ ബേസിൽ സെല്ല് ചെയ്യാൻ തുടങ്ങും. ഓക്കെ, അല്ലെങ്കിൽ എന്താണ്, ഫ്യൂച്ചേഴ്സിനെ ഷോർട്ട് ചെയ്യാൻ നോക്കും, ഓപ്ഷൻസ് സെല്ല് ചെയ്യാൻ നോക്കും. അങ്ങനെ സെല്ല് വരുമ്പോൾ അവരുടെയൊക്കെ സ്റ്റോപ്പ് പ്രൈസ് മുകളിലുണ്ടാവും. അത് പിന്നെ പോകുന്ന സമയത്തായിരിക്കും എടുക്കാമെന്ന് വിചാരിക്കുക. അതുപോലെ തന്നെ എന്താണ്, ഇവിടെ എക്സിസ്റ്റിംഗ് പൊസിഷനിലുള്ള ആളുകളൊക്കെ സെല്ല് ചെയ്യും. ഓക്കെ, അതുകൊണ്ട് എന്നാൽ പെട്ടെന്ന് പ്രൈസ് താഴേക്ക് വരും. അവർ സെല്ല് ചെയ്യുന്ന ആ സെൽ ഓർഡറൊക്കെ ഇവരെന്ത് ചെയ്യും? ബൈ ഓർഡറായിട്ട് കൺവേർട്ട് ചെയ്ത് പ്രൈസിനെ മുകളിലേക്ക് കൊണ്ടുപോകും. ഇനിയും നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ എന്താണ്, ഒരു എക്സാമ്പിൾ കൂടി നമുക്ക് നോക്കാം. നിങ്ങളിവിടെ നോക്കുകയാണെങ്കിൽ എന്താണ്, ഇത് സ്റ്റോക്കോ കമോഡിറ്റിയോ ബോണ്ടോ ഓപ്ഷനോ ഫ്യൂച്ചറോ ഒന്നും നോക്കണ്ട. നിങ്ങൾ മനസ്സിലൊരു സ്റ്റോക്ക് വിചാരിക്കുക, അതിൻ്റെ ഒരു ചാർട്ടാണെന്ന് വിചാരിക്കുക. ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് എന്താണ്, നമുക്ക് എന്താണ്, ഒരു ലെറ്റ്സ് 100 രൂപയാണെന്ന് വിചാരിക്കുക. ഇതാണ് 100 രൂപയിലാണ് ഇപ്പോൾ പ്രൈസ് നിൽക്കുന്നതെന്ന് വിചാരിക്കുക. ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ഇവിടുന്ന് ബയ്യിങ് ആണ് ചെയ്യുന്നതെന്ന് വിചാരിക്കുക. ഇപ്പം നമ്മളാണെങ്കിൽ എന്താ, നമുക്ക് ഇവിടുന്ന് 10,000 ക്വാണ്ടിറ്റി ആണെന്ന് അടിക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടുന്ന് തന്നെ എക്സിക്യൂട്ട് ആവും. കാരണം എന്താണ്, 10,000 ക്വാണ്ടിറ്റിയൊക്കെ എപ്പോഴും ഉണ്ടാവുമോ മാർക്കറ്റിൽ? അതുപോലെയല്ല 20 ലാക്കും 1 crore ഷെയർ ഒന്നും. ഓക്കെ, ഇപ്പോൾ ഇൻസ്റ്റിറ്റ്യൂഷണൽ രീതിയിൽ ചിന്തിക്കാനാണല്ലോ ഞാൻ പറഞ്ഞത്. ഇൻസ്റ്റിറ്റ്യൂഷണൽ രീതിയിൽ ചിന്തിക്കുന്ന സമയത്ത് അവർക്ക് എന്ത് വേണം? അവർക്കൊരു 50 ലാക്ക് ഷെയർസ് ബൈ ചെയ്യണമെന്ന് വിചാരിക്കുക. ഓക്കെ, എത്രയിൽ? 100-ൽ 50 ലാക്ക് ഷെയർസ് ഉണ്ടോ? സെൽ ഓർഡർ ഉണ്ടാവില്ല, അധിക സമയത്തും ഉണ്ടാവില്ല. അപ്പോൾ എന്ത് ചെയ്യും? എവിടെയായിരിക്കും സെൽ ഓർഡർ? കാരണം ബൈ ചെയ്യണ സെൽ ഓർഡർ വേണ്ടേ? നിങ്ങൾ നോക്ക്, ഇതിന് താഴെ ഇതെന്താണ്? ഇതൊരു ലോയാണ്, ഇതും ഒരു ലോയാണ്. ഇവിടെ നിന്നൊക്കെ മാസീവായിട്ട് ബൈയിങ് വന്നിട്ടുണ്ട്. ഇവിടെ ബൈ ചെയ്ത ആളുകളുടെ സ്റ്റോപ്പ് ലോസ് എവിടെ ഉണ്ടാവും? ഇതിന് താഴെ ഉണ്ടാവും. അപ്പോൾ എന്താണ്, ഓർഡർ മാച്ച് ആവാൻ സെൽ ഓർഡറിന് പ്രൈസ് താഴേക്ക് കൊണ്ടുവരണ്ടേ? കാരണം എന്താ, മുകളിലേക്ക് പോയിട്ട് ബൈ ചെയ്യുമോ? ഇല്ല. കാരണം എന്താണ്, ഇത് കറൻറ്റ് മാർക്കറ്റ് പ്രൈസ് ആണെങ്കിൽ താഴേക്കേ പോകൂ. കാരണം എന്താണ്, അവർ ഹൈ പ്രൈസിന് വാങ്ങില്ല, അതുപോലെ ലോ പ്രൈസിന് വിൽക്കില്ല. ഇപ്പം നിങ്ങൾ സെക്കൻഡ് നോക്കുകയാണെങ്കിൽ എന്താണ്,
ഇവിടെ നിന്ന് വാങ്ങാൻ ഉദ്ദേശിക്കുന്നു. ഈ ഒരു ഏരിയനെ നമ്മൾ സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റി എന്ന് പറഞ്ഞു. സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റി എന്ന് പറയുമ്പോൾ എന്താണ്, ബൈ ചെയ്ത ആളുകളുടെയൊക്കെ സ്റ്റോപ്പ് ലോസ് ഇതിന് താഴെ ഉണ്ടാവും. അതുകൊണ്ട് സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റി ആയിട്ട് മാർക്ക് ചെയ്യുന്നു. മാർക്ക് ചെയ്യേണ്ട ആവശ്യമില്ല, അവർക്കറിയാം ഇവിടെ ഉണ്ടാകും, സാധനം ഇവിടെ ഉണ്ടാവുന്നത്. അവരെന്ത് ചെയ്യും, പ്രൈസിനെ താഴേക്ക് കൊണ്ടുവരും. ഇതിനെ നമ്മൾ പറയും മാനിപ്പുലേറ്റീവ് ലെഗ്. കാരണം എന്താണ്, പ്രൈസിനെ താഴേക്ക് കൊണ്ടുവരും. ഇവിടെ റീറ്റെയിലേഴ്സ് എന്താണ്, റീറ്റെയിലേഴ്സിൻ്റെ കോമൺ ആയിട്ടുള്ള ഒരു തിങ്കിങ് 1 ടച്ച് 2 ടച്ച് 3 ടച്ച്. ഒരു സ്റ്റോപ്പ് ലോസ് എന്ന് ഒരു സപ്പോർട്ട് 1 ടച്ച് 2 ടച്ച് 3 ടച്ച് എന്ന് പറയുമ്പം അത് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ഉറപ്പാ മാർക്കറ്റ് താഴേക്കേ പോകൂ. ആ ഒരു രീതിയാണ് നമ്മൾ പഠിച്ചത്. ഓക്കെ, എന്താണ്, പ്രൈസിനെ കറൻറ്റ് പ്രൈസിൽ നിന്ന് പ്രൈസിനെ താഴേക്ക് കൊണ്ടുവന്ന്. ഓക്കെ, അതിനുശേഷം എന്താണ്, ഒരു കറക്റ്റ് ഒരു ബെയറിഷ് മറുബോസ് ഇട്ട് കൊടുത്ത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. ഒരു ഏരിയനെ പ്രൈസ് റിജക്റ്റ് ചെയ്തു. അപ്പോൾ എന്താണ്, ഇതിനെ ഒരു സപ്പോർട്ടായിട്ട് നമ്മൾ കാണും. ഓക്കെ, സപ്പോർട്ട് ബ്രേക്ക് ചെയ്താൽ എന്താണ്, സപ്പോർട്ട് ബ്രേക്ക് ചെയ്താൽ ഒന്നും നോക്കണ്ട, സെല്ല്. സപ്പോർട്ട് ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് എന്താണ്, സപ്പോർട്ട് ബ്രേക്ക് ചെയ്യുമ്പോൾ അഗ്രസീവ് ആളുകൾ എടുക്കും, റീടെസ്റ്റിൽ എടുക്കുന്ന ആളുകളുണ്ടാവും. ഇത് ബ്രേക്ക് ചെയ്യുന്ന ആളുകൾ അഗ്രസീവായിട്ട് എടുക്കുന്നവരുണ്ടാവും, കൺഫോർമേറ്റീവായിട്ട് എടുക്കുന്നവരുണ്ടാവും, റീടെസ്റ്റ് ആയിട്ട് എടുക്കുന്ന, കാരണം ഒരുപാട് ടൈപ്പ് ഓഫ് ട്രേഡേഴ്സ് ഉണ്ട്. ഇപ്പോൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ എന്താണ്, ഒരു സപ്പോർട്ടിനെ മാർക്കറ്റ് ബോഡി വെച്ച് ക്ലോസ് ചെയ്യുന്ന സമയത്ത് എന്താണ്, ഒരുപാട് ആളുകൾ സെല്ല് പോകും. ഒരുപാട് ആളുകൾ എന്ത് ചെയ്യും, ഇവിടെ എന്താണ്, ഇവിടെയൊക്കെ പൊസിഷൻസ് കീപ്പ് ചെയ്ത ആളുകൾ ചിലപ്പോൾ ഇവിടെ നിന്ന് എക്സിറ്റ് ആവും. അതുപോലെ തന്നെ എന്താണ്, ഇത് ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് അഗ്രസീവായിട്ട് ചെയ്യുന്ന ആളുകൾ സെല്ല് ചെയ്യും. ഓക്കെ, ഒബ്വിയസ്ലി നോക്കുമ്പോൾ എന്താണ്, ബ്രേക്ക് ചെയ്ത് ആക്ച്വൽ ഗെയിമിംഗ് നടക്കുന്നത് എന്താണ്, നിങ്ങൾ നോക്ക്, പ്രൈസിനെ താഴേക്ക് ഇട്ട് ഇതുപോലെ ഇട്ട് കഴിഞ്ഞതിന് ശേഷം എന്ത് ചെയ്ത് ഇവിടെ നിന്ന് അപ്പം തന്നെ പ്രൈസിനെ മുകളിലേക്ക് കയറ്റി. ഇവിടെ ആക്ച്വലി സംഭവിച്ചത് എന്താണ്, ഇതിന് താഴെയുള്ള എല്ലാ സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റിയും എന്ത് ചെയ്ത അവർ, ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റി, അല്ലെങ്കിൽ എന്താണ്, അവർക്ക് വേണ്ട സെൽ ഓർഡർ, അവർക്ക് ബൈ ചെയ്യാൻ വേണ്ട സെൽ ഓർഡർ എന്ന് പറയുന്നത് റീറ്റെയിലേഴ്സിൻ്റെ സെൽ ഓർഡറാണ്. റീറ്റെയിലേഴ്സിൻ്റെ സെൽ ഓർഡർ എന്ന് പറയുമ്പോൾ റീറ്റെയിലർ ബൈ ചെയ്ത ആളുടെ സ്റ്റോപ്പ് ലോസ് ആയിട്ടുള്ള സെൽ ഓർഡർ അവർക്ക് വേണ്ട ബൈ ഓർഡർ ആയിട്ട് അവർ കൺവേർട്ട് ചെയ്തു. നോക്കൂ നിങ്ങൾ, ഇതാണ് മാനിപ്പുലേറ്റീവ് ലെഗ്. അതിൻ്റെ താഴെ മാനിപ്പുലേഷൻ നടന്നു. അതിന് ശേഷം എന്താണ്, പ്രൈസ് ഫ്ലൈ, കണ്ടില്ലേ, പ്രൈസ് ഫ്ലൈ ചെയ്തു. അപ്പോൾ എന്താണ്, ഇവിടെ നിന്ന് ബൈ ചെയ്യാമെന്ന് വിചാരിച്ച ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ത് ചെയ്തു, പ്രൈസിനെ താഴേക്ക് കൊണ്ടുവന്നു. താഴേക്ക് കൊണ്ടുവരുന്ന സമയത്ത് ട്രേഡേഴ്സ് അഥവാ ഇൻവെസ്റ്റേഴ്സിൻ്റെ വ്യൂ പോയിൻ്റ് എന്തായിരിക്കും, പ്രൈസിനെ താഴേക്ക് പോരുന്നു, സെല്ല് ചെയ്യും. ആ സെല്ല് ചെയ്യുന്നതും അവരുടെ സ്റ്റോപ്പ് ലോസ് എല്ലാം കൂടി ഇവിടുന്ന് മാനിപ്പുലേറ്റീവ് ലെഗ് കളക്ട് ചെയ്തിട്ട് ബും മാർക്കറ്റ് മുകളിലേക്ക്. ഇതാണ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻറ്റൻറ്റ് ഓഫ് ബൈയിങ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി എന്താ സെല്ലിങ്? നിങ്ങൾ എന്താ വിചാരിച്ചു, ഞാൻ സെല്ലിങ് ഇതുപോലെ കാണിച്ചു തരുന്നോ? സെല്ലിങ് നിങ്ങൾ ആലോചിച്ച് നോക്കുക, സെല്ലിങ് എങ്ങനെയായിരിക്കും. സെല്ലിങ് ഇപ്പോൾ ജസ്റ്റ് നിങ്ങൾ നോക്കാം, ഇവിടെ നിന്ന് ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ സെല്ല് ചെയ്യാമെന്ന് ആലോചിക്കുക. 50 ലാക്ക് ഷെയർ സെല്ല് ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. അപ്പോൾ എന്ത് വേണം, ഓർഡർ മാച്ചിങ് ആവണം. ഓർഡർ കളക്ഷൻ നടന്നു, 50 ലക്ഷം സെൽ ഓർഡർ മാച്ചിങ് ആവണം. എന്താണ്, 50 ലക്ഷം സെൽ ഓർഡർ ഈ ഒരു 100 രൂപയ്ക്ക് ഇവിടെ വേണം. ഓക്കെ, അപ്പോൾ എന്താണ്, ഓർഡർ മാച്ചിങ് അവിടെ സംഭവിച്ചിട്ടില്ല എങ്കിൽ എക്സിക്യൂട്ട് ആവില്ല. പകരം എന്ത് ചെയ്യും, പ്രൈസിനെ മുകളിലേക്ക് കൊണ്ടുപോകും. എന്നിട്ട് എന്ത് ചെയ്യും, അവിടെ നിന്ന് ഓർഡർ മാച്ച് ആയതിനു ശേഷം താഴേക്ക്. ഓക്കെ, ഇങ്ങനെയല്ല സെൽ സെനാരിയോ. സെല്ല് ചെയ്യുമ്പോൾ പ്രീമിയത്തിലായിരിക്കും. കറൻറ്റ് പ്രൈസിൽ നിന്ന്, കറൻറ്റ് മാർക്കറ്റ് പ്രൈസിൽ നിന്ന് പ്രൈസിനെ മുകളിലേക്ക് കൊണ്ടുപോകും. എന്തിനാണ് മുകളിലേക്ക് കൊണ്ടുപോകുന്നത്, ഓർഡർ മാച്ചിങ് ആവാനും അതുപോലെ പ്രീമിയം പ്രൈസിന് കിട്ടാനും. ഓക്കെ, നമ്മളെന്താണ്, ബ്രേക്ക് ചെയ്തു മുകളിലേക്ക്, സഡൻ താഴേക്ക്, കൺഫ്യൂസ്. ഓക്കെ, അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒന്നുകൂടി ദയവ് ചെയ്ത് ശ്രദ്ധിച്ച് നിങ്ങൾ കേൾക്കുക, മനസ്സിലാക്കുക. ഓക്കെ, ഇപ്പോൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ എന്താണ്, ഈ ഒരു ഏരിയയിൽ നിന്ന് ഒരു സെല്ലിങ് ചെയ്യാമെന്ന് ആലോചിക്കുക. ഓക്കെ, ഒരു സെല്ലിംഗ് ആണ് പ്രൈസ് എന്ന് വിചാരിക്കുക. ഇൻസ്റ്റിറ്റ്യൂഷണൽ വ്യൂ പോയിന്റ് സെല്ലിംഗ് ആണെന്ന് വിചാരിക്കുക. ഇവിടെ റീറ്റെയിലേഴ്സിൻ്റെ കാര്യങ്ങൾ എന്തായിരിക്കും, ഓക്കെ, നല്ല രീതിയിൽ എന്താണ് ബൈയിങ് നടന്ന ഏരിയ. ഇതുപോലെ എന്താണ് ഒരു കൊട പാറ്റേൺ, എന്താണ് ഇതിന് പറയുക, ബുള്ളിഷ് ഫ്ലാഗോ അങ്ങനെ എന്തോ ആണ്, ബുള്ളിഷ് ഫ്ലാഗ്. അതുപോലെ തന്നെ എന്താണ്, ഇതുപോലെ ഒരു ഡിമാൻഡ് സോണിലേക്കായിട്ട് പ്രൈസ് വന്നു. ഓക്കെ, അപ്പോൾ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ഇവിടെ നിന്ന് സെല്ല് ചെയ്യണം എന്ന് വിചാരിക്കുക. എന്ന് ആലോചിക്കുക.
ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ഇവിടുന്ന് സെല്ല് ചെയ്യാൻ ഞാൻ പറഞ്ഞ പോലെ ഇതൊരു സ്റ്റോക്കോ കമ്മോഡിറ്റിയോ ബോണ്ടോ എന്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് തീരുമാനിക്കുക. ഇവിടുന്ന് സെല്ല് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ സിമ്പിളായിട്ട് ആലോചിക്കുക, സെല്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ഓർഡർ മാച്ചിന് വേണ്ടത് എന്താണ്? ബൈ ഓർഡർ ആണ്. എന്താണ് നമുക്ക് വേണ്ടത്? ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റി. ഇൻസ്റ്റിറ്റ്യൂഷന് വേണ്ടത് സെല്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റി. നിങ്ങൾ നോക്കുകയാണെങ്കിൽ ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റി എന്ന് പറയുമ്പോൾ എന്താണ്? സെല്ല് ചെയ്ത ആളുടെ സ്റ്റോപ്പ് ലോസ് ആണ് ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റി. ഇവിടെ ഇവിടെ നിന്ന് ഈ ഒരു ലെവലിൽ സെല്ല് ചെയ്ത ആളുടെ സ്റ്റോപ്പ് ലോസ് ഇവിടെ ഉണ്ടാവാൻ ചാൻസ് ഇല്ലേ? അതുപോലെ ഇവിടെ നിന്ന് സെല്ല് ചെയ്ത ആളുടെ സ്റ്റോപ്പ് ലോസ് ഉണ്ടാവാൻ ചാൻസ് ഇവിടെ ഇല്ലേ? ഈ ഒരു സ്വിങ് ഹൈൻ്റെ മുകളിൽ സ്റ്റോപ്പ് ലോസ് ഉണ്ടാവില്ലേ? ഇതിൻ്റെ മുകളിലായിരിക്കും ലാസ്റ്റ് സ്റ്റോപ്പ് ലോസ്. ഇതിൻ്റെ മുകളിലേക്ക് ഇൻഫിനിറ്റിയാണ്, അവിടേക്ക് സ്റ്റോപ്പ് ലോസ് ഇട്ടില്ല. ലോജിക്കായിട്ട് ചിന്തിക്കുക. എന്താണ്? സെല്ല് ചെയ്ത് ഇവിടെ നിന്നൊക്കെ സെല്ല് താഴേക്ക് വന്നിട്ടുണ്ട്. ഇവിടെയൊക്കെ സെല്ല് തന്നതുകൊണ്ട് തന്നെ സെല്ല് ചെയ്താൽ നമ്മൾ സ്റ്റോപ്പ് ലോസ് വെക്കേണ്ട ഏരിയകൾ ഏതൊക്കെയാണെന്നാണ് നമ്മളെ പഠിപ്പിച്ചത് ഗുരുകുമാർ. സ്വിങ് ഹൈ, റെസിസ്റ്റൻസ് ഹൈ, ഡേ ഹൈ, വീക്ക് ഹൈ, മന്ത് ഹൈ, ക്വാർട്ടർ ഹൈ, 6 മാസം ഹൈ. ഓക്കെ, അതൊന്നും നമ്മൾ നോക്കണ്ട. ഓക്കെ, ബൈ സ്റ്റോപ്പ് എവിടെയാണ് ഉണ്ടാവുക? ഈ ഹൈൻ്റെ ഒക്കെ മുകളിൽ. ഓക്കെ, അതുകൊണ്ട് തന്നെ എന്താണ്? ഇതിനൊക്കെ ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റി ആയിട്ട് മാർക്ക് ചെയ്തു. ഓക്കെ, അപ്പം ഇപ്പം നിങ്ങൾ നോക്കുകയാണെങ്കിൽ എന്താണ്? ഇത് 100 രൂപയാണ്. 110, 120, 130, 140 ഒക്കെ ആവാം. ഓക്കെ, ആക്ച്വലി എന്ത് ചെയ്യും ഇൻസ്റ്റിറ്റ്യൂഷൻ? ഒരു സെൽ സെനാരിയോയിൽ നമ്മൾ പറഞ്ഞ പോലെ പ്രൈസിനെ മുകളിലേക്ക് കൊണ്ടുപോകും. നോക്ക് നിങ്ങൾ, ഫ്ലാഗ് വർക്കായി. ഇവിടെ നോക്കൂ നിങ്ങൾ, പ്രൈസിനെ മുകളിലേക്ക് കൊണ്ടുപോയി ഈ ഒരു ഏരിയ എന്താണ്? ഈ ഒരു ഏരിയയിൽ എന്താണ്? ഈ ഒരു ഹൈ ബ്രേക്ക് ചെയ്തു. ഈ ഹൈ എന്ന് പറയുമ്പോൾ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്തപ്പോൾ നമ്മളെല്ലാവരും ബൈ എടുക്കും. ഓക്കെ, ബൈ എടുക്കും. ആക്ച്വലി എന്ത് സംഭവിക്കും? ഈ ഏരിയയിൽ നിന്ന് മുഴുവൻ ലിക്വിഡിറ്റി കളക്ട് ചെയ്തിട്ട് പ്രൈസ് നേരെ താഴേക്ക് തിരിച്ചു മുകളിലേക്ക് എന്ന് പറയുമ്പോൾ എന്താ? പ്രൈസ് ഇവിടുന്ന് സെല്ല് ചെയ്യേണ്ട അവർ എന്ത് ചെയ്യും? പ്രൈസിനെ മുകളിലേക്ക് കൊണ്ടുപോകും. എന്താണ്? ഓർഡർ മാച്ചിങ് ചെയ്യാനും അതുപോലെ തന്നെ എന്താണ്? പ്രീമിയം പ്രൈസിന് കിട്ടാനും. ഇത് ഇവിടുന്ന് സെല്ല് ചെയ്യുകയാണെങ്കിൽ 100 രൂപയ്ക്കേ സെല്ല് ചെയ്യാൻ പറ്റൂ, ഓർഡർ മാച്ചും അല്ല. പക്ഷെ എന്താണ്? 110 രൂപയ്ക്ക് അവർക്ക് ഇവിടുന്ന് സെല്ല് ചെയ്യാൻ കഴിഞ്ഞു. ഓക്കെ, അവിടെ നിന്ന് എന്താണോ ഇവിടെ മുഴുവനായിട്ടുള്ള ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റി എല്ലാം കൂടി സെൽ ഓർഡേഴ്സ് ആയിട്ട് കൺവേർട്ട് ചെയ്ത് പ്രൈസ് താഴേക്ക്. ഓക്കെ, അതിനുശേഷം എന്താണ്? ചെറിയൊരു കറക്ഷൻ മുകളിലേക്ക് കിട്ടി. എന്താണ്? FEG, അതിൽ നിന്ന് തിരിച്ച് പ്രൈസ് താഴേക്ക്. ഇപ്പം നിങ്ങളെന്നറിയോ, ഈ ലോജിക്ക് മനസ്സിലാക്കുക. ഇതെന്ന് പറയുന്നത് എന്താണ്? പ്രൈസ് ഇൻസ്റ്റിറ്റ്യൂഷണൽ മാനിപ്പുലേഷൻ വരുന്നതിൻ്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത് എന്താണ്? അവർക്ക് ഓർഡർ മാച്ചിങ്ങിന് വേണ്ടിയിട്ടാണ്. കാരണം എന്താണ്? അവർക്ക് ഹ്യൂജ് ലോട്ട് വേണം, അല്ലെങ്കിൽ ഹ്യൂജ് ക്വാണ്ടിറ്റി വേണം. അതൊക്കെ മാർക്കറ്റിൽ അവൈലബിൾ ആയിരിക്കില്ല. ലിക്വിഡിറ്റി ടേക്ക് ഔട്ട് ചെയ്യാൻ വേണ്ടി പോകേണ്ടതായിട്ടുണ്ട് അവർക്ക്. ഓക്കെ, ലിക്വിഡിറ്റി. ഓക്കെ, അതിന് പോകുമ്പോഴെന്താണ്? നമ്മളുടെ സ്റ്റോപ്പ് ലോസ് ആയിരിക്കും അവരുടെ ടാർഗറ്റ്. ഓക്കെ, നമ്മളുടെ സ്റ്റോപ്പ് ലോസ് ആയിരിക്കും അവരുടെ ടാർഗറ്റ്. അതായിരിക്കും അവർ ഉന്നം വെക്കുന്നത്. അതുകൊണ്ടാണ് നമ്മളുടെ ടാർഗറ്റ് ഹീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രൈസ് താഴേക്ക് വരുന്നതെന്ന് മനസ്സിലാക്കുക. ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ബൈ ചെയ്യുകയാണെങ്കിൽ ഡിസ്കൗണ്ടിൽ, സെല്ല് ചെയ്യുകയാണെങ്കിൽ പ്രീമിയം. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുന്നത് ലിക്വിഡിറ്റി ക്രിയേഷൻ ഓർ ലിക്വിഡിറ്റി ബിൽഡിംഗ് ആണ്. നിങ്ങൾ മനസ്സിലാക്കുക, സ്റ്റോപ്പ് ലോസ് ഹണ്ട് ചെയ്തതിന് ശേഷവും അവർക്ക് ഓർഡർ മാച്ച് ആയില്ലെങ്കിൽ എന്ത് ചെയ്യും? അവിടെ ലിക്വിഡിറ്റി കൃത്രിമമായിട്ട് ഉണ്ടാക്കേണ്ടി വരും. ഓക്കെ, അതിന് വേണ്ടിയിട്ടാണ് പാറ്റേൺസ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾ നോക്കുകയാണെങ്കിൽ എന്താണ്? ഒരു ഇൻസ്റ്റിറ്റ്യൂഷന് ബൈ ചെയ്യാനാണെങ്കിൽ പ്രൈസിനെ താഴേക്ക് കൊണ്ടുവന്ന് അവിടെ എവിടെയാണ് ലിക്വിഡിറ്റി ഉള്ളത് ആ ഏരിയയിൽ നിന്ന് ടാപ്പ് ചെയ്ത് തിരിച്ച് മുകളിലേക്ക് പോകുന്ന സമയത്തും ഇൻ കേസ് ലിക്വിഡിറ്റി കിട്ടിയിട്ടുണ്ടാവില്ല. ഓക്കെ, അവരുദ്ദേശിച്ച ലിക്വിഡിറ്റി എന്ന് വെച്ച് അധികം അങ്ങ് താഴേക്ക് താഴ്ത്താനും പറ്റില്ല, ഒരു ലെവലിൽ താഴ്ത്തുക. അതാണ് ഉദ്ദേശിച്ചത്. ലോജിക്ക് വരെ ചിന്തിക്കുക. കാരണം അവർ ഓർഡർ മാച്ച് ആവുന്നവരെ താഴേക്ക് പോകാന്ന് പറഞ്ഞാൽ അത് നടക്കില്ല. അവരെവിടുന്നാണ് അവിടുന്ന് കുറച്ച് താഴെ എവിടെയാണ് കൂടുതൽ ആളുകളുടെ സെൽ സ്റ്റോപ്പ് ലിക്വിഡിന് അവിടെ എത്തിയതിന് ശേഷവും അവിടെ നിന്ന് പ്രൈസ് മുകളിലേക്ക് വന്നതിന് ശേഷം എന്താണ്? അവർക്ക് ലിക്വിഡിറ്റി ക്രിയേറ്റ് ആയില്ലെങ്കിൽ എന്ത് ചെയ്യും? ഇതുപോലെ തന്നെ പാറ്റേൺസ് ക്രിയേറ്റ് ചെയ്യും. ഫ്ലാഗ് പാറ്റേൺ, പാനറ്റ്, ഹെഡ് ആൻഡ് ഷോൾഡർ, ഇൻവേർട്ടഡ് ഹെഡ് ഷോൾഡർ. ഓക്കെ, അതൊക്കെ ഇടുന്ന സമയത്ത് ഇതിൻ്റെ താഴെ ഇപ്പം നിങ്ങൾ നോക്കുകയാണെങ്കിൽ എന്താണ്? ഒരു ഇൻവേർട്ടഡ് ഹെഡ് ആൻഡ് ഷോൾഡർ ഇവിടെ ബൈ ചെയ്തു, ഇതിൻ്റെ താഴെ SL ഉണ്ടാവും. SL അടിച്ച് തിരിച്ച് മുകളിൽ. അതുപോലെ ഹെഡ് ആൻഡ് ഷോൾഡർ ഇട്ടാൽ ഇത് ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് സെല്ല് ചെയ്യുക. SL ഇടാൻ വേണ്ടി 2 സ്ഥലമുണ്ട് നമുക്ക്, റൈറ്റ് ഷോൾഡറിലും ഇടാം, ഹെഡിലും ഇടാം. ഓക്കെ, SL അവർക്കായ ഇതിൻ്റെ മുകളിൽ ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റി ഉണ്ടാവും. ബൈ സ്റ്റോപ്പ് എടുക്കും, സെൽ ഓർഡർ ആക്കും, തിരിച്ച് താഴേക്ക്. അതുപോലെ എന്താണ്? ഈ ക്യാൻഡിൽ സ്റ്റിക്ക് പാറ്റേൺസ്, ചാറ്റ് പാറ്റേൺസ് ഒക്കെ എന്താണ്? അവർ ലിക്വിഡിറ്റി ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന മെയിൻ ടൂളാണ്. മെയിൻ ടൂൾ എന്ന് പറഞ്ഞാൽ ദർവേസ് ബോക്സ് എന്ന് പറയുന്ന സംഭവമാണ്. ശ്രദ്ധിച്ച് നോക്കുക, പ്രൈസ് അക്യുമുലേറ്റ് ചെയ്യിക്കുന്നു എന്നാണ്. ഇതിൻ്റെ മുകളിലും ലിക്വിഡിറ്റിൻ്റെ താഴെ ലിക്വിഡിറ്റി. മുകളിലുള്ളത് ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റിയും താഴെ സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റിയും. പ്രൈസ് എന്ത് ചെയ്യും? താഴേക്ക് വരുന്ന പോലെ കാണിച്ചിട്ട് ഇവിടെ ഇൻവൈറ്റ് ചെയ്യും, സെല്ല് ചെയ്യുന്ന പറഞ്ഞിട്ട് തിരിച്ച് മുകളിലേക്ക് പോകും. ഓക്കെ, എന്ത് ചെയ്യും? ബൈ സ്റ്റോപ്സ് എടുക്കാൻ വേണ്ടിയിട്ട്. ബൈ സ്റ്റോപ്സ് എടുത്തു കഴിഞ്ഞാൽ തിരിച്ച് മാർക്കറ്റ് താഴേക്ക് വരും, പിന്നെ ആയിരിക്കും പോക്ക്.
ഓക്കെ. അതുപോലെ തന്നെ പല രീതിയിൽ ചാറ്റ് പാറ്റേൺസ്. എന്താണ് ഇൻസൈഡ് ബാർ വന്നു കഴിഞ്ഞാൽ ഈ ബാർ കട്ട് ചെയ്യുന്ന സമയത്ത് ബൈ എടുക്കുക, ഇതിൻ്റെ താഴെ സെല് ചെയ്യുക. നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, ബുള്ളിഷ് മറുബോസ് വന്നാൽ ബൈ ചെയ്യുക, അതിൻ്റെ താഴെ സെല് ചെയ്യുക. വേറെ ഒന്നെന്ന് പറഞ്ഞാൽ വേറൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനമുണ്ട്, മദർ ആൻഡ് ബേബി ക്യാൻഡിൽ എന്ന് പറഞ്ഞിട്ടൊരു സാധനമുണ്ട്. മദർ ആൻഡ് ക്യാൻഡിൽ ബേബി, അമ്മയുടെ വയറ്റിൽ ഒരു ബേബി ക്യാൻഡിലുള്ള രീതിയിലൊരു ഇത് ഫോം ചെയ്യുകയാണെങ്കിൽ അമ്മയുടെ തല കട്ട് ചെയ്യുമ്പോൾ ബൈ, അമ്മയുടെ വിക്കിൻ്റെ താഴെ എസ് എൽ. ഓക്കെ. ഇത് ചെയ്യുമ്പോൾ ഫൂളിഷ്നെസ് എന്ന് പറഞ്ഞാൽ ഇതിനേക്കാൾ വലിയ ഫൂളിഷ്നെസ് ഇല്ല. ഇത് നിങ്ങൾ ഇന്നോവേറ്റീവ് വൈസ് ആവാൻ ശ്രമിക്കുന്നതിന് പകരം ഇങ്ങനത്തെ കാര്യങ്ങളിലൊന്നും ദയവ് ചെയ്ത് കൊണ്ടിടരുത്. ഓക്കെ. അതുപോലെ തന്നെ വേറെ സാധനമാണ് മോർണിംഗ് സ്റ്റാർ അങ്ങനെ എന്തോ ആണ് പേര് തോന്നുന്നു. ഇങ്ങനെ വന്ന് ഇതിൻ്റെ ബൈ എടുക്കുക, ഇതിൻ്റെ താഴെ എസ് അല്ലേ. ഓക്കെ. പ്രൈസിനെ അങ്ങ് താഴ്ത്തി ഒരു സ്പൈക്ക് അങ്ങ് മുകളിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ ഒരു മോർണിംഗ് സ്റ്റാറും ഒരു ഈവനിങ് സ്റ്റാറും ഉണ്ടാവില്ല. ഓക്കെ. കാര്യങ്ങൾ മനസ്സിലാക്കുക. അപ്പം ലിക്വിഡിറ്റി ക്രിയേഷൻ എന്ന് പറയുമ്പോൾ എന്താണ്, ഓർഡേഴ്സ് മാച്ച് ചെയ്യാനും അവരുടെ എക്സിസ്റ്റിംഗ് പൊസിഷനും ഒരു പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യാനും വേണ്ടിയിട്ടുമാണ് മാനിപ്പുലേഷൻ ചെയ്യുന്നത്. ലിക്വിഡിറ്റി ഇൻ കേസ് മാർക്കറ്റിന് കിട്ടിയില്ലെങ്കിൽ എന്താണ്, ലിക്വിഡിറ്റി ക്രിയേറ്റ് ചെയ്യേണ്ടതായിട്ട് ഇൻ ദ ഫോം ഓഫ് പാറ്റേൺസ്. ഓക്കെ. കാര്യങ്ങളൊക്കെ കൂടുതലായിട്ട് മനസ്സിലാക്കാം. ഇമ്പോർട്ടൻ്റ് ടോപ്പിക്കാണ് AMD, പവർ ഓഫ് 3, അക്യുമുലേഷൻ, മാനിപ്പുലേഷൻ, ഡിസ്ട്രിബ്യൂഷൻ. AMD നിങ്ങൾ ഈ ഒരു പിക്ചറിൽ കാണുന്ന പോലെ അക്യുമുലേഷൻ, മാനിപ്പുലേഷൻ, ഡിസ്ട്രിബ്യൂഷൻ. നമ്മളുടെ ICT എൻട്രി ആയാലും ഇൻസ്റ്റിറ്റ്യൂഷണൽ എൻട്രി ഒക്കെ നമ്മൾ കണ്ടുപിടിക്കുന്നത് എന്താണ്, അക്യുമുലേഷൻ, മാനിപ്പുലേഷൻ, ഡിസ്ട്രിബ്യൂഷൻ ആണ്. അക്യുമുലേഷൻ എന്ന് പറയുമ്പോൾ എന്താണ്, അക്യുമുലേഷൻ എന്ന് പറയുന്നത് an area where the smart money begins accumulating position to set up framework for distributional. This will usually a higher time frame objective. അക്യുമുലേഷൻ എന്ന് പറയുമ്പോൾ എന്താണ്, അക്യുമുലേഷൻ എന്ന് പറയുമ്പോൾ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻസ് അവരുടെ പൊസിഷൻസ് ഗ്രാജുവലി എന്ത് ചെയ്യും, ബിൽഡ് ചെയ്യും. നമ്മൾ ലിക്വിഡിറ്റി ബിൽഡപ്പിൻ്റെ കാര്യമാണ് പറയുന്നത്. അക്യുമുലേഷൻ, മാനിപ്പുലേഷൻ, ഡിസ്ട്രിബ്യൂഷനിൽ ലിക്വിഡിറ്റി ക്രിയേഷൻ. ഓക്കെ. എന്താണ്, ഇവഞ്ച്വലി എന്ത് ചെയ്യും, അക്യുമുലേറ്റ് ചെയ്യും, ഒരു കൺസോൾട്ടേഷൻ ലെവലിൽ ബൈ ചെയ്ത് തുടങ്ങും. കാരണം എന്താണ്, ഒറ്റയടിക്ക് ബൈ ചെയ്താൽ മാർക്കറ്റിൽ വലിയൊരു ഇമ്പാക്റ്റ് ഉണ്ടാവും. അത് പറ്റില്ല. ചെറിയ രീതിയിൽ വാങ്ങി ഒരു അക്യുമുലേഷൻ ഫേസ് മാർക്കറ്റ് ക്രിയേറ്റ് ചെയ്യും. നെക്സ്റ്റ് ആണ് മാനിപ്പുലേഷൻ ഫേസ്. ദിസ് വേർ ദ സ്മാർട്ട് മണി സെറ്റപ്പ് എ സ്മാർട്ട് മണി റിവേഴ്സൽ. എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞ പോലെ ബൈയിങ് ആണ് ചെയ്യുന്നതെങ്കിൽ ആദ്യം എന്ത് ചെയ്യും, പ്രൈസിനെ താഴേക്ക് കൊണ്ടുപോയി അതിനുശേഷം എന്ത് ചെയ്യും, ഇവിടെ താഴെയുള്ള എല്ലാ ലിക്വിഡിറ്റിയും എടുത്തതിന് ശേഷം തിരിച്ച് മാർക്കറ്റ് മുകളിലേക്ക് പോകും. ഓക്കെ. അതാണ് ഈ ഒരു ലെഗിനെയാണ് നമ്മൾ മാനിപ്പുലേറ്റീവ് ലെഗ് എന്ന് പറയുന്നത്. ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുമ്പോൾ എന്താ, ദ ഫൈനൽ ഫേസ് ഓഫ് ആൻ AMD വേർ സ്മാർട്ട് മണി ഡിസ്ട്രിബ്യൂട്ട് ദെയർ പൊസിഷൻസ് ആൻഡ് ഗെറ്റ് ആൻ അഗ്രസീവ് എക്സ്പാൻഷൻ. അതിനുശേഷം എന്ത് ചെയ്യും, പ്രൈസ് ഒരു കറക്ഷൻ വരും, അതിനുശേഷമാണ് ഡിസ്ട്രിബ്യൂഷൻ. ഓക്കെ. അപ്പോൾ എന്താണ്, അക്യുമുലേഷൻ, മാനിപ്പുലേഷൻ, ഡിസ്ട്രിബ്യൂഷൻ. അക്യുമുലേഷൻ എന്ന് പറയുന്നത്, അക്യുമുലേഷൻ ഫേസ് എന്ന് പറയുന്നത് ഫസ്റ്റ് ഫേസ് ആണ്. സ്മാർട്ട് മണി ഗ്രാജുവലി ചെറിയ സ്മോൾ പോർഷൻസ് ആയിട്ട് അവരുടെ പൊസിഷൻസ് ക്രിയേറ്റ് ചെയ്യും. അതിനുശേഷം മാനിപ്പുലേഷൻ എന്ന് പറഞ്ഞാൽ റീറ്റെയിലേഴ്സിനെ എന്താണ്, തെറ്റിദ്ധരിപ്പിക്കും. ഓക്കെ. ഈ ഒരു ലെവലിലേക്കാണ് പ്രൈസ് പോകുന്നത് എന്നുള്ള രീതിയിൽ തെറ്റിദ്ധരിപ്പിച്ചിട്ട് അതിന് ഓപ്പോസിറ്റ് റിവേഴ്സിൽ കൊടുക്കും. ഈ ഒരു സ്റ്റേജാണ് മാനിപ്പുലേറ്റീവ് സ്റ്റേജ് എന്ന് പറയുന്നത്. അതിനുശേഷമാണ് ആക്ച്വൽ ഇൻസ്റ്റിറ്റ്യൂഷണൽ മൂവ് ആയിട്ടുള്ള ഡിസ്ട്രിബ്യൂഷൻ മൂവ് നടക്കുന്നത്. അതുകൊണ്ട് അക്യുമുലേഷൻ, മാനിപ്പുലേഷൻ, ഡിസ്ട്രിബ്യൂഷൻ മനസ്സിലാക്കാൻ നമുക്കെന്താണ്, ബുൾ സെനാരിയോ അക്യുമുലേഷൻ, മാനിപ്പുലേഷൻ, ഡിസ്ട്രിബ്യൂഷനും ബെയറിഷ് സെനാരിയോ ബുൾ അക്യുമുലേഷൻ, മാനിപ്പുലേഷൻ, ഡിസ്ട്രിബ്യൂഷനും കൂടി പറയാം. ഓക്കെ. ICT പവർ ഓഫ് 3, അക്യുമുലേഷൻ, മാനിപ്പുലേഷൻ, ഡിസ്ട്രിബ്യൂഷൻ. ബുൾ സെനാരിയോയിൽ പറയുമ്പോൾ ആദ്യം ഒരു അക്യുമുലേറ്റീവ് സ്റ്റേജ് ഉണ്ടാവും. ഈ അക്യുമുലേറ്റീവ് സ്റ്റേജിലാണ് അവരെന്ത് ചെയ്യും, ഗ്രാജുവലി മാർക്കറ്റിൽ ബൈയിങ് ചെയ്യും. എന്ന് വെച്ചാൽ എന്താണ്, ഓരോ പ്രൈസിന് ബൈ ചെയ്യും. ഏതൊക്കെ പ്രൈസിന് കറസ്പോണ്ടിങ് പ്രൈസിനാണ് ഓർഡേഴ്സ് ഉള്ളത് അതൊക്കെ ചെയ്തിട്ട് ഒരു ഓർഡർ മാച്ചിങ്ങും ഗ്രാജുവലി. കാരണം എന്താണ്, ഒരു 10 lakh നിങ്ങൾ നോക്കുക, 10 lakh ഷെയർസ് ബൈ ചെയ്യുകയാണെങ്കിൽ ഒറ്റയടിക്ക് വാങ്ങാതെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 2 lakh, 1 lakh, 3 lakh അങ്ങനെ ഒരു അക്യുമുലേറ്റീവ് ഫേസ് എന്ന് വെച്ചാൽ റീറ്റെയിലേഴ്സിന് അറിയരുത് നമ്മൾ മാർക്കറ്റിൽ എൻട്രി ചെയ്യുന്നത്. അതുപോലെ തന്നെ എന്താണ്, വോളിയത്തിലും മാർക്കറ്റിലും പ്രൈസിലും വലിയ ഇമ്പാക്റ്റ് ഇല്ലാത്ത രീതിയിൽ പ്രൈസിനെ അക്യുമുലേറ്റ് ചെയ്തതിന് ശേഷം, ഞാൻ എപ്പോഴും പറഞ്ഞ പോലെ എന്താണ്, മാർക്കറ്റ് മുകളിലേക്കാണ് പോകുന്നതെങ്കിൽ പ്രൈസ് എന്ത് ചെയ്യും, ആദ്യം ഒരു സഡൻ റിവേഴ്സൽ താഴേക്ക് കൊടുക്കും. ഓക്കെ. എന്താണ്, ഇവിടെ റീറ്റെയിലേഴ്സ് വിചാരിക്കും സെല്ലാണ് ഇനി വരുന്നത്. അപ്പോൾ എന്താ ചെയ്യും, അവർ സെല്ല് ചെയ്യും. അപ്പോൾ അവരുടെയൊക്കെ സ്റ്റോപ്പ് ലോസ് ഇതിൻ്റെ മുകളിലും ഇതിൻ്റെ മുകളിലൊക്കെ ആയിട്ടുണ്ടാവും. ഓക്കെ. അപ്പോൾ ആ മാനിപ്പുലേറ്റീവ് ലെഗ് എന്നിട്ട് അതിന് ശേഷം എന്ത് ചെയ്യും, അവരുടെ ആ ഒരു ലാസ്റ്റ് പൊസിഷനും കൂടി അങ്ങ് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ പ്രൈസ് മുകളിലേക്ക് അങ്ങ് പോകും.
പെട്ടെന്ന് പോകുന്നതിൻ്റെ കാര്യം എന്താണ്? ഈ റിവേഴ്സൽ ആക്ച്വൽ റിവേഴ്സൽ ആണെന്ന് വിചാരിച്ച് സെല്ല് ചെയ്യുന്ന ആളുകളെല്ലാം അവരുടെ സ്റ്റോപ്പ് ലോസ് പെട്ടെന്ന് ട്രിഗർ ചെയ്യുമ്പോൾ പ്രൈസ് മുകളിൽ പോകും. അതിനുശേഷം ഒരു കറക്ഷൻ വരും. അതിനുശേഷം എന്ത് ചെയ്യും? നെക്സ്റ്റ് ക്വാണ്ടിറ്റി കൂടി അവർ ആഡ് ചെയ്തതിന് ശേഷം ആക്ച്വൽ ഡിസ്ട്രിബ്യൂഷൻ സംഭവിക്കും. ഓക്കെ, അപ്പോൾ അതാണ് അക്യുമുലേഷൻ ഫേസ് ഉണ്ടാവും, അതിനുശേഷം ഒരു മാനിപ്പുലേറ്റീവ് ഫേസ് ഉണ്ടാവും, ഡിസ്ട്രിബ്യൂഷൻ ഫേസ് ഉണ്ടാവും. ഈ മാനിപ്പുലേഷൻ ഫേസ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നമ്മളുടെ മെയിൻ ആയിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. മാനിപ്പുലേഷൻ ഫേസ് കണ്ടുപിടിക്കുക എന്ന് പറയുമ്പോൾ എന്താണ്? മാനിപ്പുലേഷൻ കഴിഞ്ഞ് ഡിസ്ട്രിബ്യൂഷൻ തുടങ്ങുന്ന സമയത്ത് ഈ കറക്ഷനിലായിരിക്കും നമ്മളുടെ എൻട്രി. നമ്മൾ അക്യുമുലേഷൻ പ്രൈസിൽ നമ്മളുടെ എൻട്രി എസ് എൽ വരുന്നത് എന്താണ്? ഈ മാനിപ്പുലേഷൻ്റെ താഴെ. കാരണം എന്താണ്? മാനിപ്പുലേഷൻ കഴിഞ്ഞ് എൻട്രി എടുത്താൽ മാനിപ്പുലേഷൻ്റെ താഴെ ഇൻസ്റ്റിറ്റ്യൂഷണൽ എസ് എൽ ആണ്. ഇൻസ്റ്റിറ്റ്യൂഷണൽ എസ് എൽ അവരടിക്കാൻ സമ്മതിക്കില്ല. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് എസ് എൽ സേഫ് ആണ് എന്ന് മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ എന്താണ്? അക്യുമുലേഷൻ, മാനിപ്പുലേഷൻ, ഡിസ്ട്രിബ്യൂഷൻ്റെ ഒരു ചാർട്ട് എക്സാമ്പിൾ കൂടി നമുക്കൊന്ന് നോക്കാം. നിങ്ങൾ ഇവിടെ കാണുന്നത് എന്താണ്? പ്രൈസിനെ താഴേക്ക് പുഷ് ചെയ്തതിന് ശേഷം പ്രൈസ് ഒരു അക്യുമുലേറ്റീവ് ഫേസ് ആണ് കാണുന്നത്. അക്യുമുലേറ്റീവ് ഫേസ് എന്ന് പറയുന്നതാണ് പ്രൈസിന് വലുതായിട്ടൊരു മൊമെൻറ്റവും കാര്യങ്ങളൊന്നും ഇല്ലാതെ പ്രൈസിന് എന്താണ് ഒരു ഫേസിൽ ക്രിയേറ്റ് ചെയ്യുന്ന പോലെ. അപ്പോൾ എന്താണ് നമുക്കെന്താണ് ജസ്റ്റ് നോക്കുന്ന സമയത്ത് ഇവിടെ ഒരു അക്യുമുലേഷൻ ഫേസ് ക്രിയേറ്റ് ആവുന്നതായിട്ട് കാണാം. അതിന് ശേഷം എന്ത് ചെയ്യും? പ്രൈസിനെ ഈ അക്യുമുലേറ്റീവ് ഫേസിൽ എന്ത് ചെയ്യും? ഇതിനെ ബ്രേക്ക് ചെയ്തു. എന്താണ്? ബ്രേക്ക് ചെയ്തു. അതിനുശേഷം എന്ത് സംഭവിക്കും? പ്രൈസ് സഡനായിട്ട് മാർക്കറ്റ് മുകളിലേക്ക്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഏരിയനെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു അക്യുമുലേഷൻ, മാനിപ്പുലേഷൻ ആയിട്ട് കാണുന്നു. ഓക്കെ, ഇത് കണ്ട സ്വീപ്പ് ചെയ്തു. അതിനുശേഷം എന്താണ്? ഇതാണ് മാനിപ്പുലേറ്റീവ് ലെഗ്. ഏതാണ് മാനിപ്പുലേറ്റീവ് ലെഗ്? ഇതാണ് മാനിപ്പുലേറ്റീവ് ലെഗ്. അതിനുശേഷം എന്താണ്? പ്രൈസ് അതിനുശേഷം കൺസെപ്റ്റീവ് എന്താണ് അഗ്രസീവായിട്ട് മാർക്കറ്റ് മുകളിലേക്ക് പോകുന്നു. ഓക്കെ, അതിനുശേഷം തിരിച്ച് മാർക്കറ്റ് നമ്മൾ പറഞ്ഞ ഒരു റിവേഴ്സൽ വരുന്നു. ആക്ച്വലി എന്താണ്? ഒരു ഡിസ്ട്രിബ്യൂഷൻ ഇവിടെ നിന്ന് ആരംഭിക്കുന്നു. ഓക്കെ, അക്യുമുലേഷൻ, മാനിപ്പുലേഷൻ, ഡിസ്ട്രിബ്യൂഷൻ. നിങ്ങൾ സിമ്പിളായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കുക. എന്താണ്? പ്രൈസിനെ അക്യുമുലേറ്റ് ചെയ്തു. എന്താണ്? അക്യുമുലേഷൻ, പ്രൈസിനെ ഒരു കൺസോൾഡേറ്റ് ചെയ്തു. അതിന് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻറ്റൻറ്റ് മാർക്കറ്റ് മുകളിലേക്കാണ് എങ്കിൽ പ്രൈസിനെ ഓപ്പോസിറ്റായിട്ട് താഴേക്ക് എന്നുള്ള രീതിയിൽ താഴേക്ക് ഇറക്കുന്നു. അവിടെ ഒരു മാനിപ്പുലേറ്റീവ് ലെഗ് സംഭവിക്കുന്നു. അതിനുശേഷം തിരിച്ച് മാർക്കറ്റ് ഒരു മുകളിലേക്ക് പുഷ് ചെയ്യുന്നു. ഒരു കറക്ഷൻ വരുന്നു. അവിടെ നിന്ന് ആക്ച്വൽ ഡിസ്ട്രിബ്യൂഷൻ സംഭവിക്കുന്നു. അക്യുമുലേഷൻ, മാനിപ്പുലേഷൻ, ഡിസ്ട്രിബ്യൂഷൻ അങ്ങനെയാണ്. ഓക്കെ, ഈ ഒരു ഏരിയയിൽ നമ്മൾ അക്യുമുലേഷൻ, അതിനുശേഷം ഒരു മാനിപ്പുലേഷൻ, അതിനുശേഷം ഡിസ്ട്രിബ്യൂഷൻ. ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ എന്താണ്? സിമ്പിളായിട്ടൊരു കാര്യം മനസ്സിലാവും. നമ്മളിവിടെ ഫോക്കസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഈ ഡിസ്ട്രിബ്യൂഷൻ ഫേസും ഈ അക്യുമുലേഷൻ ഫേസും കഴിഞ്ഞതിന് ശേഷമുള്ള മാനിപ്പുലേറ്റീവ് ഫേസിനെ ആണ് നമ്മളുടെ ആക്ച്വലി ഓർഡർ ബ്ലോക്കായിട്ട് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. ഒരു മാനിപ്പുലേറ്റീവ് സ്റ്റേജിന് ശേഷം പ്രൈസ് മുകളിലേക്ക് പോയി. ഓക്കെ, പ്രൈസ് മുകളിലേക്ക് പോയി തിരിച്ച് മാനിപ്പുലേറ്റീവ് ലെഗിലേക്ക് വരുന്ന സമയത്ത് നമ്മളുടെ എൻട്രി എവിടെയായിരിക്കും? നമ്മളുടെ എൻട്രി എന്ന് പറയുന്നത് ഇവിടെയായിരിക്കും. നമ്മളുടെ എൻട്രി എസ് എൽ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇതിൻ്റെ താഴെയായിരിക്കും. എന്താണ്? മാനിപ്പുലേഷൻ, ലിക്വിഡിറ്റി എടുത്തു കഴിഞ്ഞ സ്ഥലത്തായിരിക്കും നമ്മളുടെ എസ് എൽ വരുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് ബൈ സെനാരിയോയിൽ അക്യുമുലേഷൻ, മാനിപ്പുലേഷൻ, ഡിസ്ട്രിബ്യൂഷൻ മനസ്സിലായിട്ടുണ്ടാവും എന്ന് തോന്നുന്നു. നമുക്കെന്താ സെൽ സെനാരിയോ നോക്കാം. അപ്പോൾ നമ്മൾ ICT പവർ ഓഫ് 3 AMD അക്യുമുലേഷൻ, മാനിപ്പുലേഷൻ, ഡിസ്ട്രിബ്യൂഷൻ ബെയറിഷ് സെനാരിയോയിൽ നോക്കുന്ന സമയത്ത് ഫസ്റ്റ് അക്യുമുലേറ്റീവ് സ്റ്റേജ് ഉണ്ടാവും. അതിനുശേഷം എന്താണ്? മാർക്കറ്റിനെ ഒരു ഫേക്ക് റിവേഴ്സൽ മാർക്കറ്റ് മുകളിലേക്ക് കൊടുക്കുന്നു. മുകളിലേക്ക് പോകുന്നതിൻ്റെ കാര്യം എന്താണ്? ഓർഡർ മാച്ചിങ്ങിനും അതുപോലെ തന്നെ എന്താണ് നമ്മളുടെ ആ പ്രീമിയം പ്രൈസിനെ മാർക്കറ്റ് മുകളിലേക്ക് കൊണ്ടുവന്നു. ഇതിനെ നമ്മൾ മാനിപ്പുലേറ്റീവ് ലെഗ് എന്ന് പറയുന്നു. ഇവിടെ എന്താണ്? മുഴുവൻ സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റിയും മാർക്കറ്റ് എടുത്തു കഴിഞ്ഞതിന് ശേഷം എന്ത് ചെയ്യും? പ്രൈസ് താഴേക്ക് വരുന്നു. അതിനുശേഷം വീണ്ടും ആ മാനിപ്പുലേറ്റീവ് ആ ഒരു ലെഗിലേക്ക് പോകുന്നു. അവിടെ നിന്നാണ് ആക്ച്വൽ ഡിസ്ട്രിബ്യൂഷൻ വരുന്നത്. ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഒരു സെൽ സെനാരിയോ ആണ് ഇത്. അക്യുമുലേറ്റ് ചെയ്യാന്ന് പറയുമ്പോൾ എന്താണ്? അവർക്ക് സെല്ല ഓർഡറാണ് വേണ്ടെങ്കിൽ അവരെന്ത് ചെയ്യും? ചെറിയ രീതിയിൽ കിട്ടുന്ന രീതിയിൽ ബൈയിങ് ചെയ്ത് ബൈ സ്റ്റോപ്സ് എല്ലാം സെൽ ഓർഡേഴ്സ് ആയിട്ട് കൺവേർട്ട് ചെയ്യും. അതിനുശേഷം സഡൻ ആയിട്ട് എന്ത് ചെയ്യും? മാർക്കറ്റിന് ഒരു ഫേക്ക് റിവേഴ്സൽ കൊടുക്കും. അതിനുശേഷം നമുക്ക് മാനിപ്പുലേറ്റീവ് ലെഗ് കിട്ടും. അതിനുശേഷമാണ് ആക്ച്വലി ഡിസ്ട്രിബ്യൂഷൻ ലെഗ് വരുന്നത്. അപ്പോൾ എന്താണ്? നമുക്ക് ആ ഒരു ഇപ്പം നേരത്തെ കാണിച്ച പോലെ ഒരു ചാർട്ട് എക്സാമ്പിൾ കൂടി ബേസിൽ നമുക്ക് ഒരു അക്യുമുലേഷൻ, മാനിപ്പുലേഷൻ, ഡിസ്ട്രിബ്യൂഷൻ ബെയറിഷ് സെനാരിയോയിൽ നോക്കിയിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാം. അപ്പോൾ നിങ്ങൾ ഇവിടെ നോക്കുകയാണെങ്കിൽ എന്താണ്? പ്രൈസ് അപ് ട്രെൻഡിൽ കയറി വരുന്നതാണ്. ഇവിടെ എന്താണ്? ഒരു അപ് ട്രെൻഡിന് ശേഷം എന്താണ്? പ്രൈസ് ഒരു അക്യുമുലേറ്റീവ് ഫേസ് ഇവിടെ കാണിക്കുന്നത് പോലെ തോന്നുന്നു. നമ്മളെന്താണ്? അക്യുമുലേറ്റീവ് ഫേസിൻ്റെ ഈ ഒരു 2 ലെഗും നമ്മൾ മാർക്ക് ചെയ്തു. ഒരു അക്യുമുലേറ്റീവ് ഫേസ് ആണെന്നുള്ള രീതിയിൽ. ഓക്കെ, അക്യുമുലേഷൻ ഫേസ് എന്ന് പറയുമ്പോൾ എന്താണ്? ഗ്രാജുവലി ഓർഡർ ബിൽഡപ്പ് ചെയ്യുന്ന ഒരു ഏരിയ ആയിരിക്കും. അതിനുശേഷം എന്ത് ചെയ്യും? ഇവിടെ നിങ്ങൾ നോക്കൂ, അക്യുമുലേറ്റീവ് ഫേസിൻ്റെ ഈ ഒരു ഏരിയ മാനിപ്പുലേറ്റ് ചെയ്തു. ഓക്കെ, അതിനുശേഷം എന്താണ്?
സഡൻ ആയിട്ട് നമുക്ക് റിവേഴ്സൽ എക്സ്പെക്റ്റ് ചെയ്യാം. ഇപ്പോൾ നോക്കൂ, സഡൻ ആയിട്ട് റിവേഴ്സൽ ചെയ്തു. നമുക്ക് എന്താ, അപ്പോൾ നമ്മൾ അക്യുമുലേറ്റീവ് ഏരിയ നമ്മൾ മാർക്ക് ചെയ്തു. നെക്സ്റ്റ് എന്താണ്, നെക്സ്റ്റ് മാനിപ്പുലേഷൻ നടന്ന ഏരിയ, ഇതാണ് മാനിപ്പുലേറ്റീവ് ലെഗ്. ഇനി എന്ത് ചെയ്യും, തിരിച്ച് പ്രൈസ് ഒരു ചെറിയൊരു കറക്ഷൻ താഴേക്ക് വന്നതിന് ശേഷം എന്ത് ചെയ്യും, ഒരു ഡിസ്ട്രിബ്യൂഷൻ ഏരിയ കൂടി ഉണ്ടാകും. ഓക്കെ, ഒരു ഡിസ്ട്രിബ്യൂഷൻ ഏരിയ കൂടി ഉണ്ടാകും. ഓക്കെ, ഇപ്പോൾ ഇവിടുന്ന് പ്രൈസ് പോകുന്നതിൻ്റെ കാര്യം, ദർ കുഡ് ബി എ ബ്രേക്കർ ബ്ലോക്ക് റൈറ്റ് ഹിയർ, ഒരു ബ്രേക്കർ ബ്ലോക്ക് റൈറ്റ് ഹിയർ. അതുകൊണ്ട് തന്നെ ആക്ച്വൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് ഇവിടെ നിന്നായിരിക്കും ആക്ച്വലി ഡിസ്ട്രിബ്യൂഷൻ. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ അക്യുമുലേഷൻ, മാനിപ്പുലേഷൻ, അതിനുശേഷം ഡിസ്ട്രിബ്യൂഷൻ മനസ്സിലാക്കുക. ഓക്കെ, അക്യുമുലേഷൻ, മാനിപ്പുലേഷൻ, ഡിസ്ട്രിബ്യൂഷൻ, നമ്മളുടെ കോർ ആയിട്ടുള്ള ആ ഒരു കണ്ടന്റ് എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. അക്യുമുലേഷൻ, മാനിപ്പുലേഷൻ, ഡിസ്ട്രിബ്യൂഷൻ തന്നെയാണ് നമ്മുടെ ICT എല്ലാ തിയറീസിൻ്റെയും ബേസ് എന്ന് പറയുന്നത് മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ കൺക്ലൂഡ് ചെയ്യുന്നതിന് മുന്നേ ഒരു കാര്യം നമ്മൾ പറഞ്ഞ പോലെ 22 ഓഗസ്റ്റ് ട്യൂസ്ഡേയിൽ നമ്മൾ നിഫ്റ്റിയിൽ ചെയ്ത ഒരു ലൈവ് എൻട്രി ലോജിക്ക് നമ്മൾ ഇപ്പം എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അതിന് മുന്നേ നമ്മളിപ്പോൾ ഏകദേശം ഇൻസ്റ്റിറ്റ്യൂഷൻ രീതിയിൽ ഓർഡർ മാച്ചിങ്ങും അതുപോലെ അക്യുമുലേഷൻ, മാർക്കറ്റ്, ഡിസ്ട്രിബ്യൂഷൻ കാര്യങ്ങളെല്ലാം നമ്മൾ പഠിച്ചു, കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി എന്ന് വിചാരിക്കുന്നു. ഈ ഒരൊറ്റ ഇരുത്തിന് കണ്ട് നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല എന്നുള്ളവരാണെങ്കിൽ ഒന്നുകൂടി ഇരുന്ന് കാണുക. ഓക്കെ, അപ്പോൾ എന്താണ്, നമുക്ക് ഈ ഒരു എക്സാമ്പിൾ നമ്മൾ 22 ഓഗസ്റ്റ് ട്യൂസ്ഡേ നിഫ്റ്റി എക്സ്പയറി സ്പെഷ്യലായിട്ട് നമ്മൾ ചെയ്ത ആ ഒരു ലൈവ് എക്സാമ്പിൾ എക്സ്പ്ലനേഷനും കൂടി മനസ്സിലാക്കുക. ഇവിടെ വെച്ച് നിർത്തരുത്, മുഴുവനായിട്ട് അതുകൂടി കാണുക. നിങ്ങൾ മനസ്സിലാക്കുക, ലൈവ് ട്രേഡിംഗ്, ലൈവ് മാർക്കറ്റിൽ ഈ എക്സ്പെരിമെൻറ്റ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ചില സമയത്ത് വോയിസ് ഉണ്ടാവാം, ചില സമയത്ത് വോയിസ് ഉണ്ടാവാതിരിക്കാം. ആ ഒരു രീതിയിലാണ്. ഓക്കെ, അപ്പോൾ അതുകൂടി കണ്ടതിന് ശേഷം നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. ഓക്കെ, എന്താണ്
അത് ഇരിക്കട്ടെ. വേണ്ട അത് അടച്ചു ഞാൻ ഓ നോക്കുകയാണെങ്കിൽ ഞാനൊരു 10 മിനിറ്റ് വീഡിയോ ഇല്ലാത്ത ഓഡിയോ ഇല്ലാത്ത രീതിയിലാണ് റെക്കോർഡ് ചെയ്തത്. ഒന്നുകൂടി നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുകയാണ്. ജസ്റ്റ് എന്ത് ചെയ്യുക, ഇതെല്ലാം ഒന്ന് റിമൂവ് ചെയ്യുന്നു. ഓക്കെ, റിമൂവ് ചെയ്യുന്നു. ഞാൻ 1 hour ടൈം ഫ്രെയിം, നമ്മളെപ്പോഴും പറഞ്ഞ പോലെ ഹയർ ടൈം ഫ്രെയിമിലാണ് നമ്മളുടെ അനാലിസിസ് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പോൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഒബ്വിയസ്ലി ആദ്യം പറയാണ്, ഇവിടെ നോക്കിക്കോളൂ, മാർക്കറ്റ് ഓപ്പൺ ആണ്. ഓക്കെ, അതുപോലെ ഇവിടെ പ്രൈസ് റൺ ചെയ്യുന്നുണ്ട്. ഓക്കെ, ലൈവ് മാർക്കറ്റിലെ അനാലിസിസ് ആണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ട് മാർക്കറ്റിൻ്റെ ഒരു സ്വിങ് ഹൈ എന്ന് പറയുന്നത് ഓക്കെ ഏതാണ്? ഒബ്വിയസ്ലി ഇതാണ്, നേരത്തെ മാർക്ക് ചെയ്ത പോലെ ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റി. എന്തുകൊണ്ടാണ് ഇതിനെ ഒബ്വിയസ്ലി ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റി എന്ന് പറയുന്നതിൻ്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത്, ഇതൊരു ഹൈ ആയിരുന്നു. ഇപ്പോൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ പ്രൈസ് ഇന്നത്തെ ദിവസം മാർക്കറ്റ് ഒരു സ്ലൈറ്റ്ലി ഗ്യാപ്പ് അപ്പ് ഓപ്പൺ ചെയ്തിട്ട് എക്സാക്ട്ലി ഈ ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റിയെ സ്വീപ്പ് ചെയ്യാതെ അതിൻ്റെ തൊട്ട് മുകളിൽ പോയിട്ട് അവിടെ വെച്ചിട്ട് പ്രൈസ് എന്ത് ചെയ്തു, ഒന്ന് താഴേക്ക് വലിയാണ്. ഓക്കെ, ഇപ്പം നിങ്ങൾ നോക്കുകയാണെങ്കിൽ എന്താണ്, ഇവിടെയും സെല്ലിങ് വന്നിട്ടുണ്ട്, ഇവിടെയും സെല്ലിങ് വന്നിട്ടുണ്ട് അല്ലേ? ഇവിടെ നിന്ന് ഒബ്വിയസ്ലി നല്ല രീതിയിൽ സെല്ലിങ് വന്നിട്ടുണ്ട്, ഇവിടെ നിന്ന് ഈ ഒരു രീതിയിൽ സെല്ല്. അതുകൊണ്ടാണ് ഇതിനെ ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റി ആയിട്ട് കൺസിഡർ ചെയ്തത്. ഓക്കെ, അതുകൊണ്ടാണ് ഇതിനെ ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റി ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്തത്. നമുക്ക് എന്ത് ചെയ്യാം, 1 hourന്ന് 15 മിനിറ്റ് ടൈം ഫ്രെയിമിലേക്ക് ഒന്ന് പോവാം. 15 മിനിറ്റ് ടൈം ഫ്രെയിമിലേക്ക് നോക്കുമ്പോൾ എന്താണ് നോക്കുക, നിങ്ങൾ ഫസ്റ്റ് ഇവിടെ ഒരു ഈക്വൽ ഹൈ പോലെ, ഓക്കെ, ഈക്വൽ ഹൈ പോലെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കോ, ഈക്വൽ ഹൈ പോലെയാണ്. നോക്ക് നിങ്ങൾ, ഇതാ കണ്ടില്ലേ, ഈക്വൽ ഹൈ. ആ ഈക്വൽ ഹൈയിലാണ് നമ്മളിതാ ഇവിടെ ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റിന്ന് ടാപ്പ് ചെയ്തത്. ഈ കറക്റ്റ് ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റി ടേക്ക് ഔട്ട് ചെയ്യാതെ, കണ്ടോ, ടേക്ക് ഔട്ട് ചെയ്യാതെ ഇതിൻ്റെ ഇവിടെ വെച്ചിട്ട് പ്രൈസ് താഴേക്ക് പോയി. ഒന്ന് ആലോചിച്ച് നോക്കുക, ഒരു ഹൈ ടേക്ക് ഔട്ട് ചെയ്യാതെ പ്രൈസ് താഴേക്ക് പോയി എന്ന് പറയുമ്പോൾ എന്താ, ഇവിടെ ഹൈ ലിക്വിഡിറ്റി ആയിരിക്കും, മുകളിൽ ഹൈ ലിക്വിഡിറ്റി ആയിരിക്കും. അപ്പോൾ നമ്മൾ ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റി ഐഡൻറ്റിഫൈ ചെയ്തപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഇനി ഒബ്വിയസ്ലി സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റി കൂടി നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യണം. ഓക്കെ, സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റി കൂടി ഐഡൻറ്റിഫൈ ചെയ്യണം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഈ താഴെ എവിടെയാണ് സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റി കാണുന്നത്? അപ്പോൾ നമ്മൾ ഇന്നലത്തെ നമ്മളുടെ വീഡിയോ കണ്ടവരാണെങ്കിൽ അറിയാം, നമുക്ക് കിട്ടിയൊരു സെറ്റപ്പ് എന്ന് പറയുന്നത് ഇവിടെയായിരുന്നു ആ ഒരു ലിക്വിഡിറ്റി സ്വീപ്പ് വന്നിട്ടുള്ളത്. ഓക്കെ, ഇവിടെയാണ് ആ ലിക്വിഡിറ്റി സ്വീപ്പ് വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ ആ ഒരു സ്ട്രക്ചർ ബ്രേക്ക് വന്നിട്ടുള്ളത് ഇവിടെയാണ്, ആ ഒരു ആക്ച്വൽ സ്ട്രക്ചർ ബ്രേക്ക് വന്നിട്ടുള്ളത്, സ്ട്രക്ചർ ബ്രേക്ക്. അതിനുശേഷം എന്താണ്, പ്രൈസ് ഒരു സ്ട്രക്ചറൽ ഫോം ചെയ്തിട്ടാണ് മുകളിലേക്ക് പോയത്. ഓക്കെ, നെക്സ്റ്റ് ആയിട്ട് എന്താണ്, ഈ ഒരു ഹൈ ഇവിടെ ബ്രേക്ക് ചെയ്തത് എങ്ങനെയാണ്, ഒരു മാസീവ് ആയിട്ടുള്ള ആ ഒരു മൊമെൻറ്റത്തിലല്ല പോയിട്ടുള്ളത്. ഓക്കെ, പ്രൈസ് മുകളിലേക്ക് പോയി താഴേക്ക് പോയി, മുകളിലേക്ക് പോയി താഴേക്ക് പോയി, ആ ഒരു ഫോർമേഷനിലാണ് പ്രൈസ് മുകളിലേക്ക് പോയിട്ടുള്ളത്. ഓക്കെ, ഒന്ന് 5 മിനിറ്റിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. ഓക്കെ, ഇതൊക്കെ ഒന്നുകൂടി. ഓക്കെ, ഇപ്പോൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ എവിടെയായിരിക്കും സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റി ഉള്ളത്? സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റി ഉള്ള ഏരിയ ഏതാണ്? നമുക്ക് ഓരോ ലോസ് പരിഗണിക്കാം. ഓക്കെ, 1, 2, 3,
4 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലോകളാണ്. ഓക്കെ, പ്രൈസ് ആ ഒരു രീതിയിൽ കയറിയത് കൊണ്ട് തന്നെ ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലോ ആണ്. ഓക്കെ, ഇവിടെ നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഓക്കെ, ഇവിടെ നോക്കുകയാണെങ്കിൽ ഇവിടുന്ന് ബൈയിങ് വന്നിട്ടുണ്ട്. സോറി, ഇതല്ല ടൂള്. ഓക്കെ, ഇവിടുന്ന് ബൈയിങ് വന്നിട്ടുണ്ട്, ഇവിടുന്ന് ബൈയിങ് വന്നിട്ടുണ്ട്, ഇവിടുന്ന് ബൈയിങ് വന്നിട്ടുണ്ട്, ഇവിടുന്ന് ബൈയിങ് വന്നിട്ടുണ്ട്, ഇവിടുന്ന് ബൈയിങ് വന്നിട്ടുണ്ട്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇവരുടെയൊക്കെ മേജർ സ്റ്റോപ്പ് ലോസ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ താഴെയായിരിക്കും. ഓക്കെ, ഇതിൻ്റെ താഴെയായിരിക്കും. പക്ഷെ എന്താണ്, ഇന്നലെ ശ്രദ്ധിച്ച് കേൾക്കുക, ഇന്നലെ ലിക്വിഡിറ്റി സ്വീപ്പ് വന്നിട്ട്, ലിക്വിഡിറ്റി, ഞാൻ ഇതൊക്കെ ഒന്ന് ഡിലീറ്റ് ചെയ്യാണ്, ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്തിട്ട് നമുക്ക് മേജറായിട്ടുള്ളൊരു മൊമെൻറ്റം വന്നത്, അഥവാ എന്താണ്, ലിക്വിഡിറ്റി സ്വീപ്പ് വന്നിട്ട് മേജറായിട്ടൊരു ലിക്വിഡിറ്റി സ്വീപ്പ് ഇവിടെ വന്നതിന് ശേഷം ഒരു സ്വിങ് ലോയും ഒരു സ്വിങ് ഹൈയും ക്രിയേറ്റ് ചെയ്ത് അതിൻ്റെ 50% മിറ്റിഗേറ്റ് ചെയ്തിട്ടാണ് പ്രൈസ് ഇതുവരെ പോയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടെ ഒരു ബുള്ളിഷ് ഓർഡർ ബ്ലോക്ക് അല്ലെങ്കിൽ ഒരു ഡിമാൻഡ് ഓർഡർ ബ്ലോക്ക് മാർക്ക് ചെയ്യുക എന്ന് പറയുമ്പോൾ ഏതായിരിക്കും, ഈ സ്വീപ്ഡ് ക്യാൻഡലിനെ നമുക്കൊരു ഡിമാൻഡ് ഓർഡർ ബ്ലോക്കാക്കി കൺസിഡർ ചെയ്യാം. ചെയ്തുകൂടെ? ഒരു ഡിമാൻഡ് ഓർഡർ ബ്ലോക്ക് ആക്കിയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. ഓക്കെ, ഡിമാൻഡ് ഓർഡർ ബ്ലോക്ക് ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. അതിനുശേഷം എന്താണ്, സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റി ആയിട്ട് നമുക്ക് എന്താണ്, ഇതിൻ്റെ മുകളിലുള്ള ഒരു മേജർ സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റി ആയിട്ട് കൺസിഡർ ചെയ്യാം. ഓക്കെ, സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റി. ഓക്കെ, ഈ ഒരു ഫോർമേഷനിലാണ് ലിക്വിഡിറ്റി, കണ്ടില്ലേ? ഈ ഒരു ഫോർമേഷനിൽ ഒരു ട്രെൻഡ് ലൈൻ ലിക്വിഡിറ്റി ഫോർമേഷനിൽ കൂടിയുണ്ട്. ഇപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഞാൻ മെയിനായിട്ട് പറയാൻ വന്ന കാര്യം ഇതൊന്നുമല്ല. ഓക്കെ, പ്രൈസ് സ്ലൈറ്റ്ലി ഗ്യാപ്പ് അപ്പ് ഓപ്പൺ ചെയ്തു. നിങ്ങൾ നോക്കൂ, പ്രൈസ് സ്ലൈറ്റ്ലി ഗ്യാപ്പ് അപ്പ് ഓപ്പൺ ചെയ്ത് പ്രൈസ് താഴേക്ക് വന്ന് മുകളിലേക്ക് പോയി. അതിനുശേഷം എന്താണ്, ഒരു ബ്രേക്ക് ഓഫ് മാർക്കറ്റ് സ്ട്രക്ചർ ഉണ്ട്. പക്ഷേ ഇതിനെ ഒരു കാരണവശാലും ഒരു വാലിഡ് ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ അല്ല. ഓക്കെ, ഇതൊരു വാലിഡ് ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ അല്ല. ഇതിനെ പല ആളുകളും സ്ട്രക്ചർ ബ്രേക്ക് ആയിട്ട് ഐഡൻറ്റിഫൈ, ഇത് വാലിഡ് ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ അല്ല. എന്തുകൊണ്ടെന്നാൽ ആ ഒരു സ്ട്രക്ചർ നടന്നതിൻ്റെ മുകളിലൊരു ലിക്വിഡിറ്റി ഉണ്ട്. ആ ലിക്വിഡിറ്റിനെ സ്വീപ്പ് ചെയ്യാതെ ഒരു സ്ട്രക്ചർ ബ്രേക്ക് തന്നാൽ അത് വാലിഡ് സ്ട്രക്ചർ ബ്രേക്ക് അല്ല. ഓക്കെ, ഇപ്പോൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഈ ഒരു രീതിയിൽ പ്രൈസ് വന്നിട്ട് ഇതിനെ സ്വീപ്പ് ചെയ്തിട്ട് സ്ട്രക്ചർ ബ്രേക്ക് തരികയാണെങ്കിൽ ഇറ്റ്സ് കൺസിഡർ ആസ് എ വാലിഡ് സ്ട്രക്ചർ ബ്രേക്ക്. ഓക്കെ, ഇത് വാലിഡ് സ്ട്രക്ചർ ബ്രേക്ക് ആണ്. കാരണം എന്താണ്, ഇവിടെ ലിക്വിഡിറ്റി ഹണ്ട് നടന്നിട്ടുണ്ട്, കണ്ടില്ലേ? ഈ ഒരു ഹൈനെ ഹണ്ട് ചെയ്തിട്ടുണ്ട്. എന്നിരുന്നാൽ നിങ്ങൾ ഇവിടെ നോക്കൂ, ഇവിടെ ലിക്വിഡിറ്റി ഹണ്ട് നടന്നിട്ടില്ല. കറക്റ്റ്, ഞാനിതൊന്ന് പോക്കാം, നോക്ക് നിങ്ങൾ, ഹണ്ട് നടന്നിട്ടില്ല. ഇവിടെ വരെ പോയിട്ട് പ്രൈസ് തിരിച്ച് താഴേക്ക് വന്നിരിക്കുകയാണ്. ഹണ്ട്, അപ്പോൾ എന്താണ്, ഇവിടെ ഹണ്ട് നടക്കാനുണ്ട് എന്ന് മനസ്സിലാക്കുക. എന്താണ്, ഇവിടെ ഹണ്ട് നടക്കാനുണ്ട് എന്ന് മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ എന്താണ്, ഈ ഹണ്ട് നടക്കാനുള്ള സ്ഥലം എന്താണ്, നമുക്ക് വേണമെങ്കിൽ ഒരു ടാർഗറ്റായിട്ട് കൺസിഡർ ചെയ്യാം. ഓക്കെ, ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റിനെ വേണമെങ്കിൽ എന്താണ്, ഒരു ടാർഗറ്റാക്കി കൺസിഡർ ചെയ്യുക. എന്ന് വെച്ചാൽ അവിടെ നിന്ന് അങ്ങനെയൊന്നും ഒന്നുമല്ല കാര്യങ്ങൾ. ഓക്കെ, ഇപ്പോൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ എന്താണ്, പ്രൈസ് ഇന്നുണ്ടാക്കിയ ലോനെ ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. ബ്രേക്ക് ചെയ്ത സമയത്ത് ഒരു പുൾ ബാക്ക് മുകളിലേക്ക് വരും. ഓക്കെ, ഇവിടെ നമ്മളുടെ പഠിച്ച കാര്യം എന്താണെന്ന് വെച്ചാൽ, എന്തുകൊണ്ടാണ് ഈ ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റി എടുക്കാതെ പ്രൈസ് താഴേക്ക് വന്നത്? ഓക്കെ, പ്രൈസ് ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റി എടുക്കാതെ പ്രൈസ് താഴേക്ക് വന്നത്. ജസ്റ്റ് ഒന്ന് 3 മിനിറ്റിലേക്ക് പോവാം, ജസ്റ്റ് ഒന്ന് 1 മിനിറ്റിലേക്ക് പോവാം. ഓക്കെ, ഇവിടെ നോക്കിക്കോ, ഇനി പറയാൻ വേണ്ടി പോകുന്നത്, ഇവിടെ മേജർ ആയിട്ടുള്ളൊരു ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റി ടേക്ക് ഔട്ട് ചെയ്യാതെ, ശ്രദ്ധിച്ചേക്കുക, ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റി ടേക്ക് ഔട്ട് ചെയ്യാതെ ആ ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റിയുടെ എടുത്ത് ഒരു ലിക്വിഡിറ്റി ക്രിയേഷൻ ചെയ്തിട്ടുണ്ട്. കണ്ടോ, ഒരു ലിക്വിഡിറ്റി ക്രിയേഷൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ലിക്വിഡിറ്റി ക്രിയേഷൻ നടന്നിട്ടുണ്ട്. കാരണം എന്താണ്, തിരിച്ച് മാർക്കറ്റ് താഴെ വന്ന് ഇവിടെ എന്താണ്, ഇവിടെ മുകളിലുള്ളൊരു മേജർ ലിക്വിഡിറ്റി ടേക്ക് ഔട്ട് ചെയ്യാതെ പ്രൈസ് എന്ത് ചെയ്തു, ഇവിടെ ലിക്വിഡിറ്റി ക്രിയേറ്റ് ചെയ്തു. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? ലിക്വിഡിറ്റി ക്രിയേറ്റ് ചെയ്തു എന്ന് പറയുമ്പോൾ എന്താണ്, ഇവിടെ ഒരു കൺസോൾട്ടേഷൻ ക്രിയേറ്റ് ചെയ്തു, ഒരു അക്യുമുലേഷൻ ഫേസ് ക്രിയേറ്റ് ചെയ്തു.
ഓക്കെ. ഇനി നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത്, ശ്രദ്ധിച്ച് കേൾക്കുക, നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് ലിക്വിഡിറ്റി ക്രിയേറ്റും ചെയ്തിട്ടുണ്ട്, അവിടെ ഒരു ലിക്വിഡിറ്റിയും ഉണ്ട്. എന്തൊക്കെയാണ്? ലിക്വിഡിറ്റി ക്രിയേറ്റും ചെയ്തിട്ടുണ്ട്, അവിടെ ലിക്വിഡിറ്റി ക്രിയേറ്റും ചെയ്തിട്ടുണ്ട്, അവിടെ ഒരു ലിക്വിഡിറ്റി പൂളുമുണ്ട്. ഓക്കെ, ലിക്വിഡിറ്റി പൂളും ഉണ്ട്. ഇപ്പം നിങ്ങൾക്ക് രണ്ട് ഓപ്ഷൻ ഉണ്ട്. എന്തൊക്കെയാണ് രണ്ട് ഓപ്ഷൻ? ഇന്നത്തെ ലോ സ്വീപ്പ് ചെയ്തിട്ടുണ്ടല്ലോ, ഈ ലോ സ്വീപ്പ് ചെയ്ത ഈ ഏരിയനെ ഒരു ഡിമാൻഡ് സോണാക്കി കൺസിഡർ ചെയ്തുകൊണ്ട്, എന്താണ്, അവിടെ ഒരു എൻട്രി എടുത്തിട്ട്, നിങ്ങൾ നോക്കാം, ഇവിടെ ഒരു എൻട്രി എടുത്തിട്ട്, ഒരു ചെറിയൊരു എൻട്രി എടുത്തിട്ട് ഈ ഏരിയനെ ടാർഗറ്റ് വെക്കാം. ഓക്കെ, ഈ ഏരിയനെ ടാർഗറ്റ് വെക്കാം. അല്ലെങ്കിൽ എന്താണ്, ഈ ഏരിയയിൽ പ്രൈസ് മാനിപ്പുലേറ്റ് ചെയ്ത് തിരിച്ച് താഴേക്ക് വരുന്ന ഒരു ലോങ് എൻട്രി എടുക്കാം. നമുക്ക് വെയിറ്റ് ചെയ്യാം.
അപ്പോൾ അറ്റ് ദ എൻഡ് എന്താണ് സംഭവിച്ചതെന്ന് നിങ്ങൾ കണ്ടല്ലോ. ഓക്കെ, നമ്മൾ പറഞ്ഞ പോലെ എന്തൊക്കെയാണ് സംഭവിച്ചതാണല്ലോ. നമ്മൾ
ഇന്നത്തെ ഡേ ലോ സ്വീപ്പ് ചെയ്ത് മാർക്കറ്റ് മുകളിലേക്ക് ഒരു ഡിസ്പ്ലേസ്മെൻറ്റ് വെച്ച് ഡിമാൻഡ് ഒ ബി നമ്മൾ മാർക്ക് ചെയ്തു. ഡിമാൻഡ് ഒ ബിയിലേക്ക് പ്രൈസ് എത്തിയ സമയത്ത് നമ്മൾ അവിടെ നിന്ന് എൻട്രി എടുത്തു. എവിടെയാണ് നെക്സ്റ്റ് ലിക്വിഡിറ്റി പോയിന്റ് എന്ന് ഐഡൻറ്റിഫൈ ചെയ്തു. ലിക്വിഡിറ്റി ബിൽഡപ്പ്, ലിക്വിഡിറ്റി റെസ്റ്റിംഗ് ഏരിയ, ലിക്വിഡിറ്റി ക്രിയേറ്റഡ് ഏരിയ, അവിടെ നമ്മൾ ടാർഗറ്റ് വെച്ചു. ഒബ്വിയസ്ലി അവിടെ ടാർഗറ്റ് ഹിറ്റ് ചെയ്തു. അതിനുശേഷം പ്രൈസ് മൂവ് ഡൗൺ. ഓക്കെ, ഇപ്പം നമ്മൾ ഒന്നുകൂടി ഇതിനെ ഒന്ന് ഡീകോഡ് ചെയ്യാൻ വേണ്ടി പോവാണ്. എന്താണ്? ഒന്നുകൂടി ഡീകോഡ് ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പോൾ എന്താണ്, ഞാൻ ഒന്ന് റിമൂവ് ചെയ്ത്, എല്ലാം റിമൂവ് ചെയ്ത് അതിനുശേഷം 1 hour ടൈം ഫ്രെയിമിലേക്ക് ഞാൻ ഒന്ന് ഷിഫ്റ്റ് ചെയ്തു. ഓക്കെ, 1 hour ടൈം ഫ്രെയിമിൽ ഷിഫ്റ്റ് ചെയ്തു. ഇവിടെ നമ്മൾ ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റി ആയിട്ട് കൺസിഡർ ചെയ്തത് ഈ ഒരു ഏരിയ ആയിരുന്നു. ഓക്കെ, ഇതാണ് ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റി ആയിട്ട് ഞാൻ കൺസിഡർ ചെയ്തത്. ഓക്കെ, ഈ ഏരിയ ഇതാണ് എൻ്റെ ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റി. ഓക്കെ, നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇതാണ് ഇന്ന് ഇപ്പം നമ്മൾ എൻട്രി എടുത്തതുമായിട്ടുള്ള ഈ ഒരു ഏരിയ. ഓക്കെ, ഈ ഒരു ഏരിയ നിങ്ങൾ കൺസിഡർ ചെയ്യുക. പ്രൈസ് എന്ത് ചെയ്തു? പ്രൈസ് ഓപ്പൺ ചെയ്ത സമയത്ത് തന്നെ ഇവിടെ ഈ ഒരു ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റിയിൽ കറക്റ്റ് ടാപ്പ് ചെയ്ത്, എന്ന് വെച്ചാൽ എന്താണ്, കറക്റ്റ് ടാപ്പ് ചെയ്ത് തിരിച്ച് താഴേക്ക് പോയി. അതിനർത്ഥം എന്താണ്? ഇവിടെ ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റീനെ ഒന്നുകൂടി പവർഫുൾ ആക്കി. എന്ന് വെച്ചാൽ എന്താണ്, ഇവിടെ പ്രൈസ് വന്നിട്ട് ഒരു ടാപ്പ് തന്നു, അതുപോലെ തന്നെ എന്താണ്, സെക്കൻഡ് ഇവിടെയും ഒരു ടാപ്പ് തന്നു. ഓക്കെ, അപ്പോൾ എന്താണ്, ഇത് റീറ്റെയിലേഴ്സിൻ്റെ ഇടയിൽ ഒരു സ്ട്രോങ് റെസിസ്റ്റൻസ് ആയിട്ട് മാറുന്നതാണ്. പക്ഷെ നമ്മളിത് ജസ്റ്റ് 15 മിനിറ്റിലേക്ക് മാറ്റി വെക്കുന്ന സമയത്ത് ഇറ്റ്സ് എ പ്യുവർ എന്തായിട്ട് മാറും? ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റി. പ്രൈസ് താഴേക്ക് വന്നു. ഓക്കെ, 5 മിനിറ്റിലാവുമ്പോൾ നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലാവും. ഓക്കെ, 5 മിനിറ്റിൽ വന്നു. ഞാൻ എപ്പോഴും പറഞ്ഞ പോലെ ഓർഡർ ബ്ലോക്ക്, വാലിഡ് ഓർഡർ ബ്ലോക്ക് ഉണ്ട്, ഇൻവാലിഡ് ഓർഡർ ബ്ലോക്ക് ഉണ്ട്. ഒരു വാലിഡ് ഓർഡർ ബ്ലോക്ക് എന്ന് പറയുമ്പോൾ എന്താണ്, ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്തിട്ടുള്ള ഓർഡർ ബ്ലോക്ക് ആയിരിക്കും, അല്ലെങ്കിൽ സ്ട്രക്ചർ ബ്രേക്ക് ആയിരിക്കും. ഇത് ഇപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു സ്ട്രക്ചർ ബ്രേക്ക് ആയിട്ട് കൺസിഡർ ചെയ്തൊന്ന് നോക്കാം. ഓക്കെ, ഓർഡർ ബ്ലോക്ക് ഏതായിട്ട് വരും? ഇതൊരു ഓർഡർ ബ്ലോക്ക് ആയിട്ട് വരും. ഓക്കെ, പക്ഷേ ഇത് ആക്ച്വലി ഒരു ഓർഡർ ബ്ലോക്ക് ആണോ? അല്ല, ഇത് ആക്ച്വലി ഓർഡർ ബ്ലോക്ക് അല്ല. കാരണം ഇവിടെ ലിക്വിഡിറ്റി റെസ്റ്റിംഗ് എബോ ഹിയർ, ഇതിൻ്റെ മുകളിൽ ലിക്വിഡിറ്റി ഉണ്ട്. അതുകൊണ്ട് ഇത് ഓർഡർ ബ്ലോക്ക് അല്ല, ഇറ്റ്സ് എ ലിക്വിഡിറ്റി സ്വീപ്പാണ്. ഓക്കെ, അതിനുശേഷം എന്താണ്, ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്ത സമയത്ത് തന്നെ 3 മിനിറ്റിൽ ഞാൻ ആ റെക്കോർഡിംഗ് വീഡിയോയിൽ പറഞ്ഞ പോലെ എന്താണ്, ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്ത സമയത്ത് ഡിസ്പ്ലേസ്മെൻറ്റ് ക്യാൻഡിൽ കണ്ടില്ല നിങ്ങൾ? വിത്ത് നമ്മൾ വോളിയം റെഫറൻസ് കൊടുത്തോ നോക്കൂ, വിത്ത് ഡിസ്പ്ലേസ്മെൻറ്റ് ക്യാൻഡിൽ. ഓക്കെ, വിത്ത് ഡിസ്പ്ലേസ്മെൻറ്റ് ക്യാൻഡിൽ വന്ന സമയത്ത് തന്നെ ഈ ഒരു ക്യാൻഡിലിനെ നമ്മൾ എന്താണ്, ഒരു ഡിമാൻഡ് ഒ ബി ആയിട്ട് കൺസിഡർ ചെയ്തു. അതുപോലെ തന്നെ എന്താണ്, ഇതാണ് നമ്മളുടെ ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റി. അതുപോലെ തന്നെ എന്താണ്, ഇവിടെ ലിക്വിഡിറ്റി ക്രിയേഷൻ നടന്നിട്ടുണ്ട്. അത് നോക്കണമെങ്കിൽ 1 മിനിറ്റിലേക്ക് ചാർട്ടിനെ ഷിഫ്റ്റ് ചെയ്താൽ നിങ്ങൾ നോക്കൂ, കണ്ടില്ലേ? ഇതുപോലെ എന്താണ്, ലിക്വിഡിറ്റി ബിൽഡപ്പ് ചെയ്തു. ലിക്വിഡിറ്റി ബിൽഡപ്പ് ചെയ്യുന്ന സമയത്ത് ഓക്കെ, ലിക്വിഡിറ്റി ബിൽഡപ്പ് എന്ന് പറയുമ്പോൾ എന്താണ്, ഇവിടെ ലിക്വിഡിറ്റി ടേക്ക് ഔട്ട് ചെയ്യുന്നതിന് പുറമെ ഇവിടെ ഒരു ലിക്വിഡിറ്റി ബിൽഡപ്പ് നടന്നിട്ടുണ്ട്. ഇവിടെ ലിക്വിഡിറ്റി നടക്കുന്ന സമയത്ത് മുകളിൽ ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റിയും താഴെ സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റിയും. ഇവിടെ നിങ്ങൾ നോക്കണേ, സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റി ടേക്ക് ഔട്ട് ചെയ്ത് എന്താണ്, ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റി ടേക്ക് ഔട്ട് ചെയ്തില്ല. അതുകൊണ്ട് തന്നെ എന്താണ്, ഇവിടെയായിരുന്നു നമ്മളുടെ എൻട്രി വന്നത്. ഓക്കെ, ഇവിടെയാണ് നമ്മളുടെ എൻട്രി വന്നത്. ഇതാണ് നമ്മളുടെ ടാർഗറ്റ്. ഓക്കെ, ഞാൻ പ്രത്യേകം പറഞ്ഞ ഒരു കാര്യം എന്ന് പറയുന്നത് എന്താണ്, ഇന്ന് നിങ്ങൾ മനസ്സിലാക്കുക, എക്സ്പയറി ഡേ ആയിരുന്നു. ഓക്കെ, നിഫ്റ്റിയുടെ എക്സ്പയറി ഡേ ആയിരുന്നു. ഓക്കെ, നിഫ്റ്റിയിൽ എക്സ്പയറി ഡേൻ്റെ അന്ന് ഞാൻ കറൻറ്റ് എക്സ്പയറി എടുക്കാറില്ല. കാരണം ഇപ്പോൾ നിങ്ങൾ ഈ ഒരു ട്രേഡിംഗ് സെറ്റപ്പ് കറൻറ്റ് വീക്ക് എക്സ്പയറിയിൽ എടുത്തവരാണെങ്കിൽ നിങ്ങളുടെ സ്റ്റോപ്പ് ലോസ് ചിലപ്പോൾ അടിച്ചിരിക്കാം, ഈ ഒരു കൺസോൾട്ടേഷനിൽ അടിച്ചിരിക്കാം. പക്ഷെ ഞാൻ എപ്പോഴും നെക്സ്റ്റ് വീക്ക് എക്സ്പയറി ആണ് എടുക്കുക. നിങ്ങൾക്കറിയാം, നെക്സ്റ്റ് വീക്ക് എക്സ്പയറി എന്ന് പറയുമ്പോൾ കുറച്ചുകൂടി എക്സ്പെൻസീവ് ആണ്. ബട്ട് നമുക്കൊന്ന് ടൈം അല്ലെങ്കിൽ ആ ഒരു ടൈം മെൽറ്റിങ് നമുക്കൊന്ന് കുറയ്ക്കാം. ഓക്കെ, ഇതാണ് നമ്മളുടെ ഒരു ഇത്. അതിനുശേഷം ഞാൻ പറഞ്ഞതെന്താണ്, ഈ ഒരു ഏരിയയിൽ, ഈ ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റി ഏരിയയിൽ വെച്ചിട്ട് എന്താവും, ആ ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റി എല്ലാം കൂടി സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റി ആയിട്ട് പ്രൈസ് താഴേക്ക് വരും എന്നാണ് പറഞ്ഞത്. ഒബ്വിയസ്ലി പറഞ്ഞതുപോലെ തന്നെയാണ് നടന്നത്. ഓക്കെ, ഇപ്പോൾ റീറ്റെയിലേഴ്സ് ട്രാപ്പ് ആവുന്ന ഏരിയ ഏതാണെന്ന് അറിയാം നിങ്ങൾക്ക്. അവരെന്ത് ചെയ്യും, ഇത് ഒരു ഹൈ ആയിട്ട് മാർക്ക് ചെയ്യും. അതിനുശേഷം എന്ത് ചെയ്യും, ഇവിടെ നിന്ന് ബൈ ചെയ്യും, ഇവിടെ നിന്ന് മുകളിലേക്ക് ബൈ ചെയ്യും. ഓക്കെ, ഇതാണ് ബ്രേക്ക് ഔട്ട് ഫെയിലിംഗ്.
ബ്രേക്ക് ഔട്ട് ഫെയിലിംഗ് എന്ന് പറയുന്നത്. അവസാനം ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് നമ്മൾ അവസാനിപ്പിക്കുകയാണ്. ഇവിടെ അക്യുമുലേഷൻ, മാനിപ്പുലേഷൻ, ഡിസ്ട്രിബ്യൂഷൻ, ഓക്കെ, ആ ഒരു സ്റ്റേജ് കൂടി നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യണം. ഓക്കെ, അതിനായിട്ട് 1 മിനിറ്റ് എടുക്കുന്നു. ഓക്കെ, 1 മിനിറ്റ് എടുക്കുന്നു. ഇന്നത്തെ ഡേ തുടങ്ങിയത് ഈ ഒരു ഏരിയ ആണ്. എവിടെയാണ് അക്യുമുലേഷൻ നടന്നത്? അക്യുമുലേഷൻ നടന്നത് ഈ ഒരു ഏരിയ. ഇതാണ് അക്യുമുലേഷൻ നടന്ന ഏരിയ. ഓക്കെ, അക്യുമുലേഷൻ സ്റ്റേജ് നടന്ന ഏരിയ. ഇതിനെ വേണമെങ്കിൽ നിങ്ങൾ ഈ ഒരു രീതിയിലേക്കും എടുത്തോ. എന്നിരുന്നാലും ഞാൻ ഈ ഒരു ഏരിയ കൊടുത്തു. ഓക്കെ, അക്യുമുലേഷൻ നടന്ന ഏരിയ. ഈ അക്യുമുലേഷൻ നടക്കുന്ന സമയത്ത് മുകളിലും ലിക്വിഡിറ്റി ഉണ്ടാവും, താഴെയും ലിക്വിഡിറ്റി ഉണ്ടാവും. മുകളിലുള്ള ലിക്വിഡിറ്റിനെ നമ്മൾ ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റി എന്നും, താഴെയുള്ള ലിക്വിഡിറ്റിനെ സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റി. മുകൾ ലിക്വിഡിറ്റി മാർക്കറ്റ് എടുത്തു. ഓക്കെ, അതിനുശേഷം തിരിച്ച് താഴേക്ക് വന്ന ലിക്വിഡിറ്റി മാനിപ്പുലേറ്റ് ചെയ്തതാണ് ഇത് നിങ്ങൾ കാണുന്നത്, ലിക്വിഡിറ്റി സ്വീപ്പ് കാണുന്നത്. ഈ ലിക്വിഡിറ്റി സ്വീപ്പിന് ശേഷം പ്രൈസ് തിരിച്ച് മാർക്കറ്റ് ഒരു ഡിസ്പ്ലേസ്മെൻറ്റ് കാണിച്ചു. ഇതാണ് നമ്മളുടെ മാനിപ്പുലേഷൻ സ്റ്റേജ്. ഓക്കെ, പ്രൈസ് അക്യുമുലേറ്റ് ചെയ്തു, പ്രൈസ് മുകളിൽ പോയി മാനിപ്പുലേറ്റ് ചെയ്തു, തിരിച്ച് മുകളിൽ പോയി റിട്ടേൺ ടു മാനിപ്പുലേഷൻ സ്റ്റേജിലേക്ക് വന്നു. അവിടെ നിന്നാണ് ആക്ച്വലി നമ്മളുടെ ഡിസ്ട്രിബ്യൂഷൻ സ്റ്റേജ് ആരംഭിച്ചത്. അക്യുമുലേഷൻ, മാനിപ്പുലേഷൻ, ഡിസ്ട്രിബ്യൂഷൻ. അക്യുമുലേഷൻ, മാനിപ്പുലേഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ. നിങ്ങൾക്ക് കാര്യം മനസ്സിലായിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, അപ്പം ലോജിക്ക് മനസ്സിലാക്കുക. താങ്ക് യു.